So, hi, hello, good morning everyone, good morning. അപ്പോൾ again, it's a new day അല്ലേ, പുതിയൊരു ദിവസമൊക്കെ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ആൻഡ് ഇന്നത്തെ ഒരു ദിവസത്തിന് പ്രത്യേകത എന്താ പറഞ്ഞാൽ, ടുഡേ ഈസ് ഏപ്രിൽ 1, റൈറ്റ്? ഇന്നാണ് നമ്മുടെ ആ ദിവസം. ടുഡേ ഈസ് ഏപ്രിൽ 1 ആണല്ലോ അല്ലേ, ഇന്ന് നമ്മുടെ ഏപ്രിൽ 1 ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ലേറ്റായി പോയി, വേറെ ഒന്നല്ല, 1-2 ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി വി ആർ ഹിയർ ഫോർ എ ന്യൂ ചാപ്റ്റർ അല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ആരൊക്കെയാണ് ഓൺലൈനിൽ ജസ്റ്റ് ഒന്ന് പറയുക, ഉള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ഹായ് പറയുക. ആരൊക്കെയാണ് ഉള്ളതെന്ന് ഉള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് ഹായ് പറയുക. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഒരു ചെറിയൊരു ചാപ്റ്ററാണ്, അത്രയും വലിയ ഒരു ചാപ്റ്റർ ഒന്നുമല്ല. യു ഹാവ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞൊരു അസോസിയേറ്റഡ് ചാപ്റ്ററും കൂടെ നോക്കാനുണ്ട്. രണ്ടും ഓക്കെ ചാപ്റ്റേഴ്സാണ്, ഒരുപാട് പേർക്ക് അത്യാവശ്യം അറിയുന്ന ചാപ്റ്ററാണ്, അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇന്ന് ഓക്കെ, ഫസ്റ്റായിട്ട് ഇത് കേൾക്കേണ്ട പീപ്പിൾ, ഓക്കെ, എനിക്കറിയാം. ഇതിനകത്തിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏതൊരു ചാപ്റ്റർ എടുക്കുന്ന സമയത്തും ഈ എന്താ പറയുക, എസ്പെഷ്യലി നമ്മളെടുക്കുന്നത് ആദ്യമായിട്ട് കാണുന്നത്, അതായത് ജസ്റ്റ് ഒരു ബേസും ഇല്ലാത്തൊരു കുട്ടി ഇവിടെ വന്ന് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കാണുകയാണെങ്കിൽ ആ കുട്ടിക്ക് എത്രയും ആവശ്യമുണ്ടോ അത്രയും കാര്യങ്ങൾ നമ്മൾ പറയും. കാരണം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ ക്ലാസ് കാണുന്നത് റിപ്പീറ്റേഴ്സിനേക്കാൾ കൂടുതൽ 12th കഴിഞ്ഞവരും അല്ലെങ്കിൽ വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവർ 2 പേരാണ് നമ്മുടെ മെയിൻ ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാറ്, ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും വിചാരിക്കും, ഓക്കെ ഇത് ഈ കുട്ടിക്ക് മനസ്സിലാവുമോ, പുതിയതായിട്ടിരിക്കുന്നു, ഞാൻ പുതിയൊരു കുട്ടിയാണ്, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഫൈൻ, സോ മൈ ക്ലാസ് ഇസ് ഗുഡ്, അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ ആണല്ലോ. സോ എപ്പോഴും നമ്മൾ ആ ഒരു തോട്ട് മനസ്സിൽ വെച്ച് തന്നെയാണ് പഠിക്കാറ്, ഓക്കെ ആണല്ലോ, പഠിപ്പിക്കാറൊക്കെ. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ്സിലൊക്കെ ഒരു ലിങ്ക് ഇടുക. അതുപോലെ തന്നെ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം കുട്ടികൾ ജോയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. നമ്മൾ മെല്ലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് വിൽ ബി ക്വിക്ക്ലി മൂവിങ് ടു ദ ടോപ്പിക്, ഓക്കെ ആണല്ലോ. സോ സർ, ഫസ്റ്റായിട്ട് ഇത് കേൾക്കുകയാണെങ്കിൽ സെറ്റാവുമോ? ഷാമ പേടിക്കേണ്ട, സെറ്റാക്കി തരാം. കാരണം നമുക്കിന്ന് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ മാത്രമാണ് മെയിൻ ഒരു ബൾക്ക് ഓഫ് ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് പഠിച്ചു തീർക്കും, ഓക്കെ ആണല്ലോ. അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട. ഈവൻ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ പോലും മക്കളെ, ജസ്റ്റ് ബിയർ വിത്ത് മീ ഫോർ 1.5 hour ഓർ മാക്സിമം ഓഫ് എ 2 hour. ഈ ഒരു 2 മണിക്കൂറുണ്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ സെറ്റാക്കി എടുക്കാം, മനസ്സിലായോ? പിന്നെ നിങ്ങൾക്ക് ഇത് വീണ്ടും വായിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിന്ന് ചാപ്റ്റർ ചെറുതായതുകൊണ്ട് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊണ്ടാണ് വന്നിട്ടുള്ളത്, ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കിട്ടുന്ന ടൈമിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, ഓക്കെ ആണല്ലോ. സോ നമുക്ക് ആദ്യം നിങ്ങളെ പേടിപ്പിക്കാനൊന്നും പറയല്ല. നീറ്റ് ഈസ് ജസ്റ്റ് 1 month എവേ ഫ്രം അസ് അല്ലേ. ഇന്ന് ഏപ്രിൽ 1 ആയി, 30 ദിവസത്തിനപ്പുറം അത് മെയ് 1 വീണ്ടും ഒരു 5 ദിവസം കൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ നീറ്റായി, ഓക്കെ ആണല്ലോ. സോ നീറ്റ് ഈസ് ഫൈനലി ഗോയിങ് ടു റീച്ച് യു. എല്ലാവരും അവരുടെ സ്റ്റഡീസും അതുപോലെ തന്നെ അവരുടെ സ്റ്റഡി ടൈമൊക്കെ ഒന്ന് പീക്ക് ചെയ്യുന്ന സമയമാണ്. കാരണം ദിസ് ഈസ് ദ ടൈം, മനസ്സിലായോ? ഇപ്പോഴാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടതെന്നല്ല, പ്രോപ്പറായിട്ട്. ഇനിയിപ്പോൾ റിപ്പീറ്റർ ആയിക്കോട്ടെ, +2 കഴിഞ്ഞവരായിക്കോട്ടെ, സി ടുഡേ എവറി ഡേ ഈസ് എ ന്യൂ ബിഗിനിങ് അല്ലേ. നമ്മൾ വിചാരിക്കും നമുക്ക് എല്ലാ ദിവസവും ഒരു പുതിയ ഒരു ബിഗിനിങ് ആയിട്ട് വിചാരിക്കുക. ആൻഡ് ജസ്റ്റ് ടേക്ക് ദിസ് ക്ലാസ് ആസ് ഫാർ ആസ് യു ക്യാൻ, ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് വൺ തിങ്. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്ത് യു ഷുഡ് നെവർ ഫോർഗെറ്റ് ദിസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്. ദാറ്റ് ഈസ് എ സ്മോൾ കോഡ് ഫോർ ദ ഡേ, വിച്ച് ഇസ് ഹാർഡ് വർക്ക്സ് ഓൾവേസ് ഓവർടേക്സ് യുവർ റിഗ്രറ്റ്സ്. കാരണം എന്താ വെച്ചാൽ, നമുക്ക് ലൈഫിൽ 2 രീതിയിൽ ജീവിക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി രാവിലെയും രാത്രിയും ഒക്കെ അതിനുവേണ്ടി പ്രയത്നിക്കും, ഓക്കെ ആണല്ലോ. നമ്മൾ അത്രയും വർക്ക് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഇൻപുട്ട് കൊടുക്കും, ഓക്കെ ആണല്ലോ. ആൻഡ് ഓഫൺ അത്രയും കഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്തായാലും അത് കിട്ടും. അത് കിട്ടാണ്ട് ഒന്നും ചെയ്യില്ല. ആൻഡ് ദർ ഈസ് അതർ പീപ്പിൾ, നാളെ പഠിക്കാം. അവസാനം നീറ്റിൻ്റെ തലേന്ന് എത്തുമ്പോൾ അയ്യോ ഞാൻ ഒന്നും പഠിച്ചില്ലല്ലോ. പിന്നെ ആ കുട്ടിക്ക് എപ്പോഴും ആ ഒരു സങ്കടം ഉണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് റിപ്പീറ്റേഴ്സിനോട് ചോദിക്കുമ്പോൾ അവർ പറയും, ആകർഷേട്ടാ അന്ന് ഉഴപ്പി നടന്ന സമയത്ത് പഠിച്ചിരുന്നെങ്കിൽ കിട്ടിയേനെ. ആ കുട്ടിയുടെ മനസ്സിൽ നമ്മൾ എത്രയൊക്കെ മായ്ക്കാൻ ശ്രമിച്ചാലും, എന്തൊക്കെ വാക്കുകൾ നമ്മൾ പറഞ്ഞ് ആ കുട്ടീനെ സമാധാനിക്കാൻ ശ്രമിച്ചാലും, ദ റിഗ്രറ്റ് ഹി ഓർ ഷീ മെയ്ഡ്, മനസ്സിലായോ? അതായത് അന്ന് ആ കുട്ടി കളിച്ചു എന്നുള്ളൊരു കാര്യം ലൈഫ് ലോങ് ആ കുട്ടീനെ എങ്ങനെ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓക്കെ. സോ നെവർ ബി എ പേഴ്സൺ ഓഫ് റിഗ്രറ്റ്, മനസ്സിലായോ? ഓരോ ദിവസവും കിടക്കുമ്പോഴും ഞാൻ പറയുന്ന പോലെ, സ്റ്റാൻഡ് ബിഫോർ ദി മിറർ, ആസ്ക് യുവർ സെൽഫ്, ഇന്നത്തെ ഒരു ദിവസത്തിലെ 18-17 മണിക്കൂർ ഞാൻ എന്താണ് ചെയ്തത്?
മീ ആസ് എ പേഴ്സൺ, ഇപ്പോൾ ഞാൻ ആകാശ് എന്ന ഒരാൾ എനിക്ക് ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഓരോ ദിവസവും കിടക്കാൻ പോകുന്നത്. ആസ് സ്റ്റഡീസ്, നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ സ്റ്റഡീസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. സോ ജസ്റ്റ് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ് ആൻഡ് വർക്ക് ഫോർവേഡ്. ഓക്കെ ആണല്ലോ. വിത്ത് ദാറ്റ് നോട്ട് വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ടുഡേയ്സ് ക്ലാസ്. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. അപ്പോൾ കുറേ പേര് ഇപ്പോൾ ദെൻ ബിസ്റ്റൺ കബോണേഴി, ഓ മൈ ഗോഡ് എന്താണ് യൂസർ നെയിം ഇങ്ങനെയൊക്കെ, ശ്രേയ ഉണ്ണീസിയർ, പിന്നെ ശ്രീവിദ്യ, ചിന്നു വാര്യ, സൽമാൻ, അബു സമാദ്, ഫാത്തിമ സുഹാന, സോണ വി ഫി സി, ഒരുപാട് ആൾക്കാരുണ്ട്. ഐ എം സോ ഹാപ്പി ടു സീ എവ്രി വൺ. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദി ടോപ്പിക്. സോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, റൈറ്റ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. യുനോ പോസിബിൾ ഞാൻ എന്നെ ക്ലാസ് അത്യാവശ്യം ഫോളോ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും. ഞാൻ മെയിൻലി എടുക്കുന്നത് ഇപ്പോൾ ഓരോ ഫാക്കൽറ്റീസിനും ബെസ്റ്റ് ഏരിയാസ് ഓഫ് ടീച്ചിങ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഇപ്പോൾ ആക്വിഫ് എടുക്കുന്നത് മെക്കാനിക്സ് ആണ്, ദേവപ്രിയ എടുക്കുന്നത് ബോട്ടണിയിലെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആ ഭാഗങ്ങളൊക്കെയാണ്. അതുപോലെ എൻ്റെ ക്ലാസ് കേട്ടവർക്കറിയാം മൈ പേഴ്സണൽ ചാപ്റ്റേഴ്സ് ആർ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, AC. ഈ ഭാഗങ്ങളാണ് എനിക്ക് ഏറ്റവും, അതായത് സെക്കൻഡ് ബുക്കിലെ ഫസ്റ്റ് വോളിയം, ഫസ്റ്റ് മൊഡ്യൂൾ, അതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ചാപ്റ്റേഴ്സ്. അതുകൊണ്ട് അതെടുക്കുമ്പോൾ ഐ യൂസ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ഗെറ്റ് എവറിത്തിങ്. ഇപ്പോൾ ഇന്നലെ വേവ്സ് എടുത്തപ്പോൾ സ്കിപ്പ് ചെയ്തു അങ്ങനെയൊന്നുമല്ല പറയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് എടുക്കുന്ന ചാപ്റ്റേഴ്സിലെ ഒരു ചാപ്റ്ററാണ് നിങ്ങൾക്ക് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലേക്ക് ആ ഒരു ചാപ്റ്ററിൻ്റെ ടോപ്പിക്കിലേക്ക് കയറുന്നതിന് മുന്നേ ലെറ്റ്സ് ടോക്ക് അബൌട്ട് സംതിങ്, എന്താ പറയുക, ഒരു ഹിസ്റ്ററി പോലെ, അല്ലെങ്കിൽ നമുക്ക് അതിലേക്കൊന്ന് കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ട് ഇങ്ങനെ വരാം. വേറെ ഒന്നുമില്ല, നമ്മുടെ NCERTയിൽ തന്ന എഗെയിൻ കുറച്ച് ഡേറ്റ്സ്, കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ബ്രഷ് ത്രൂ ചെയ്തു തരാമെന്ന് വിചാരിച്ചു. ആക്ച്വലി 1820 പറഞ്ഞൊരു ഇയർ ഉണ്ട്, 1820. അപ്പോഴായിരുന്നു ഓൾസ്റ്റർ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. മൂപ്പരാണ് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറണ്ടിനെ കുറിച്ച് ആദ്യമായിട്ട് പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ. മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറണ്ട്, അതായത് പുള്ളി മനസ്സിലാക്കി എന്ത്, ഒരു കറണ്ട് കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഒരു ഇലക്ട്രിക് ഫീൽഡുള്ളൊരു കണ്ടക്ടറിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞത് ഓൾസ്റ്റർ ആയിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സയൻസ് ലോകത്തിന് എപ്പോഴുള്ളൊരു ചോദ്യമായിരുന്നു എന്ത്, ഈസ് ദ റിവേഴ്സ് പോസിബിൾ? കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയത് കൊണ്ട് ആ സമയത്ത് 1800s അത്രയും വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമ്മൾ മാഗ്നറ്റിക് ലെവിറ്റേഷൻ യൂസ് ചെയ്ത് ബുള്ളറ്റ് ട്രെയിൻസ് പോകുന്നതും പിന്നെ മാഗ്നറ്റിക് ഫീൽഡ്സ് യൂസ് ചെയ്ത് ഒരുപാട് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വരുന്നത്. ബേസിക്കലി ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു യൂസ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ വരവോടുകൂടിയാണ്. പക്ഷെ അന്നത്തെ സമയത്ത് 1800s പീപ്പിൾ വർ ക്രേവിങ് ഫോർ എ ഇലക്ട്രിസിറ്റി. മനസ്സിലായോ? കാരണം കറണ്ട് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇറ്റ് വാസ് ഡാം എക്സ്പെൻസീവ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്താണ് ഫാരഡേ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ്, ആസ് യു നോ മൈക്കിൾ ഫാരഡേ എന്ന് പറഞ്ഞ ഒരാൾ ഇതിന് റിവേഴ്സ് പോസിബിൾ ആയിരിക്കാം അല്ലെങ്കിൽ ആണ് എന്നുള്ളൊരു കാര്യം വന്നത്. കാരണം രണ്ടും രണ്ട് ഫോംസ് ഓഫ് എനർജിയാണ് അല്ലേ. നമ്മൾ ഇലക്ട്രിക്കൽ എനർജി മാഗ്നറ്റിക് എനർജി ആക്കി മാറ്റിയായിരുന്നു. അപ്പോൾ ഹി വാസ് ഓൾവേസ് ഹാവിങ് ദിസ് തോട്ട്, ഓ മൈ ഗോഡ്, അപ്പോൾ നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡ് തിരിച്ച് ഇലക്ട്രിക് എനർജി ആക്കിക്കൂടെ? ആ ഒരു തോട്ടിന് വാട്ട് ഹി ഡിഡ് വാസ് ഈ ചങ്ങായി എന്ത് ചോദിച്ചാൽ ഒരു ഗാൽവനോമീറ്റർ എടുത്ത് അതിലൂടെ ഇങ്ങനെ പോയി ഒരു കോയിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ ആണല്ലോ. ആ കോയിൽ ഇങ്ങനെ വെർട്ടിക്കലി വെച്ച് അതിനുള്ളിലൂടെ വെറുതെ ഒരു മാഗ്നറ്റ് അങ്ങ് ഇട്ട് കൊടുത്തു. മാഗ്നറ്റ് അങ്ങ് ഇട്ട് കൊടുത്തോടെ ഹി സോ എ ഡിഫ്ലക്ഷൻ ഇൻ ഗാൽവനോമീറ്റർ ആൻഡ് ദാറ്റ് വാസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഇൻവെൻഷൻസ് ദാറ്റ് ഫിസിക്സ് ഹാവ് എവർ സീൻ. അപ്പോൾ തുടങ്ങിയ കണ്ടുപിടുത്തങ്ങളാണ് എബൌട്ട് ഈ ഒരു എന്താണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെ ഉണ്ടായി. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഒരു കറണ്ട് ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു ഗ്രേറ്റ് ഫൈൻഡിങ് ആണ് നമ്മൾ ഇവിടെ വരെ എത്തിച്ചത്. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി ഹിസ്റ്ററി പാർട്ട്, ഒരു ലിറ്റിൽ തിങ് അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മാഗ്നറ്റിക് ഒരു EMIൻ്റെ ഒരു ഇൻട്രോ ആയിട്ട് നിങ്ങൾ അറിയേണ്ടത്. ഓക്കെ, സോ അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ. വിത്ത് ദാറ്റ് നോട്ട് അല്ല നമ്മളിനി അതിലേക്ക് ഇനി പ്രോപ്പറായി കയറാണ് കേട്ടോ. ഒരു ഇൻട്രോ പറഞ്ഞു തന്നേ ഉള്ളൂ. സോ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത് അതിൽ നിന്ന് പുറത്തോട്ട് ഫീൽഡ് ലൈൻസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഫീൽഡ് ലൈൻസ് ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് പുറത്തോട്ട് പോകുന്നത്. അതേപോലെ തന്നെ വി ഹാവ് സംതിങ് കോൾഡ് ആസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്.
അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഏരിയ, അതായത് 1 സെൻറ്റിമീറ്റർ ഇൻറ്റു 1 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ചെറിയൊരു സ്ക്വയർ നീ എടുക്കാം. എന്നിട്ട് അതിലൂടെ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നു എന്നുള്ളത് നീ എണ്ണി നോക്കുക. മനസ്സിലായോ? അങ്ങനെ എണ്ണി നോക്കുന്ന സമയത്ത് എത്ര എണ്ണം കിട്ടി, അതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഡു യു മീൻ ബൈ മാഗ്നറ്റിക് ഫ്ലക്സ് പറഞ്ഞിടാം. പിന്നെ ഒരു കാര്യമുണ്ട്, ആ പോകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഷുഡ് ബി നോർമൽ. ഓക്കെ ആണല്ലോ. അതായത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം, ഇങ്ങനെ ഒരു കൂട്ടർ പോകുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദിസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഏരിയ അല്ലേ. അതായത് വി ഹാവ് സംതിങ് കോൾഡ് ആസ് എൻ ഏരിയ വെക്ടർ കേട്ടോ മക്കളെ. ആദ്യം അത് മനസ്സിലാക്കുക. ദർ ഈസ് എ ടെർമിനോളജി വിച്ച് ഈസ് കോൾഡ് ആസ് ഏരിയ വെക്ടർ. എന്താണ് ഒരു ഏരിയ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ വിച്ച് റെപ്രസെൻറ്റ്സ് ഇറ്റ് ഏരിയ. അതായത് നമ്മൾ ഇതിങ്ങനെ ഏരിയ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനുള്ളൊരു വെക്ടറും പാടെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് ആരും ചോദിച്ചാൽ എന്താ പറയുക? ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി സർഫസ്. ഓക്കെ ആണല്ലോ. ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി സർഫസ്. അതിനെയാണ് നിങ്ങൾ എന്ത് വിളിക്കുക? ഒരു ഏരിയ വെക്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് കോൾഡ് ആസ് എൻ ഏരിയ വെക്ടർ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. സോ ഇവിടെ ഇപ്പോൾ കണ്ട്, ഇവിടെ ഇപ്പോൾ എത്ര ലൈൻസ് ഉണ്ട്? 1 2 3 ലൈൻസ് ഉണ്ട്. സോ ദ മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റഡ് ഈസ് 3. ഓക്കെ ആണോ? സംശയമൊന്നുമില്ലല്ലോ. ഫൈൻ, അതവിടെ നിൽക്കട്ടെ. ഇനി വാട്ട് ഹാപ്പൻസ് വെൻ ഇറ്റ് മേക്സ് ആൻ ആംഗിൾ? ശ്രദ്ധിച്ചേ, വെൻ ഇറ്റ് മേക്സ് ആൻ ആംഗിൾ. അതായത് ഇവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. ആൻഡ് യു ഹാവ് എൻ ആംഗിൾ വിത്ത് ഇറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരിക്കലും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലൈൻസിൻ്റെ എന്താ പറയുക പൊസിഷനോ കാര്യങ്ങളോ ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ പോവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ദിസ് ഇസ് ദ ഏരിയ വെക്ടർ അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? വെക്ടർ റിസോൾവ് ചെയ്യുന്ന പോലെ നമുക്കറിയാം, ഇപ്പോൾ ഇങ്ങനൊരു വെക്ടർ ഉണ്ട്. അപ്പോൾ നമ്മളതിനെ എക്സ് ആക്സിസും വൈ ആക്സിസും ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു വെക്ടറിന് എക്സ് ആക്സിസിൽ എത്ര പവർ ഉണ്ട് അതാണ് എക്സ് കോമ്പണൻറ്റ്, വൈ ആക്സിസിൽ എത്ര പവർ ഉണ്ട് അല്ലെങ്കിൽ എത്ര കോൺട്രിബ്യൂഷൻ ഉണ്ട് അതാണ് വൈ കോമ്പണൻറ്റ്. മനസ്സിലായോ? സോ ഇത് തീറ്റയാണെങ്കിൽ ദിസ് ഇസ് എ കോസ് തീറ്റ അല്ലെ. ഇഫ് ദിസ് ഇസ് എ വെക്ടർ എ കോസ് തീറ്റ. അപ്പം നമ്മളിവിടെ നോക്കുന്നതാണ് ഈ ഒരു സർഫസിന് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ പോകുന്ന ഭാഗത്തേക്ക് എത്ര കോൺട്രിബ്യൂഷൻ ഉണ്ട്. സോ ദിസ് ഇസ് ദ തീറ്റ. സോ ദിസ് വിൽ ബി എ കോസ് തീറ്റ. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഇസ് ദ ഫ്ലെക്സ്? ഫ്ലെക്സ് ഇസ് ഫൈ എന്നാണ് നമ്മൾ അതിൻ്റെ സിമ്പിൾ പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ബി എ കോസ് തീറ്റ. സോ ബി ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ്, എ കോസ് തീറ്റ ഈസ് ദ കോമ്പണൻറ്റ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. മനസ്സിലായോ? എ എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ട്, അതിൻ്റെ എ കോസ് തീറ്റയാണ് എന്ത് ചെയ്യുന്നത്? ഈ മാഗ്നറ്റിക് ഫീൽഡായിട്ട് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ അത്രയും ഏരിയയിലേക്കായിരിക്കും ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇറങ്ങി പോയിട്ടുണ്ടാവുക. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഇസ് ഫൈ ഈസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ. അതാണ് ഓരോ ലൈൻ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ ആണല്ലോ. സോ ഫൈ ഈസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി യു നോ ദാറ്റ് ഇസ് ബി ഡോട്ട് എ. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഇസ് ലിറ്ററലി ബി ഡോട്ട് എ. ഓക്കെ. എടാ ഇവിടെ എ സി ഒന്ന് ഓൺ ചെയ്യട്ടെ കേട്ടോ. ഒരു ഗിവ് മീ 30 seconds. വേറെ ഒന്നുമല്ല, ഈ എ സി ലൈനിൽ ഭയങ്കര ചൂടാണ്. ജസ്റ്റ് ഒന്ന് ഓൺ ആക്കട്ടെ കേട്ടോ. ഓക്കെ. സോറി ഗായ്സ്, ഞാൻ പറഞ്ഞില്ലേ ഈ എന്താണ് നമുക്ക് രാവിലെ അതും ഈ സ്റ്റുഡിയോ ഇസ് ഓൾവേസ് എ ക്ലോസ്ഡ് സ്പേസിലെ നമുക്ക് വിൻഡോസ് ഒന്നും പറ്റില്ല, കാരണം എക്കോ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ സൗണ്ട് സീലിംഗ് പ്രോപ്പർ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്ര നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. സോ അങ്ങനെ ഒരു സാധനം കിട്ടാൻ വേണ്ടി തന്നെ നമ്മൾ യൂഷ്വലി വിൻഡോസ് ഒന്നും ഉണ്ടാവില്ല. സോ ദർ ഈസ് നോ വെന്റിലേഷൻ. സോ എ സി ഇല്ലെങ്കിൽ ഐ ജസ്റ്റ് സഫോക്കേറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എ സി ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണല്ലോ. സോ അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. സോ ഫൈ ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളവിടെ ഫൈനെ കുറിച്ച് പറയുകയാണ്.
ഇനി there is a something called as flex linkage. സോ എന്താണ് ഫ്ലെക്സ് ലിങ്കേജ് ഇടാം? നമ്മൾ പറഞ്ഞു, നമ്മളെപ്പോഴും ഒരു സാധനം പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ദാ ഒരു കോയിൽ ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിന് അക്രോസ് ആയിട്ടുള്ള ഫ്ലെക്സ് എന്ന് പറയുന്നതാണ് എന്ത്? ബി എ എന്ന് പറയുന്നത്. പക്ഷേ വാട്ട് ഹാപ്പൻസ്, ഇപ്പോൾ നിനക്ക് ഒന്നല്ല ഉള്ളത്, അതായത് ഇവിടെ ഒരു കോയിലല്ല ഉള്ളത്, യു ഹാവ് മൾട്ടിപ്പിൾ കോയിൽസ്, കണ്ടോ? ഇങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ഇതിന് അക്രോസ് ഒരു ഫ്ലെക്സ് ഉണ്ടാവും, അതേ ഫ്ലെക്സ് ഇതിന് അക്രോസ് ഉണ്ടാവും, ഇതിങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുണ്ടാവും, അതായത് ഓരോ കോയിലിന് അക്രോസ് ആയിട്ടും ഓരോ ഫ്ലെക്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ഫ്ലെക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബി എ കാണും, എന്നിട്ട് അതിൻ്റെ കൂടെ എന്നുമായിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും, ഓക്കെ ആണല്ലോ. സോ വി വിൽ ജസ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് ദ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ദ കോയിൽ ഹാസ്, ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് നോൺ ആസ് എ ഫ്ലെക്സ് ലിങ്കേജ്. സോ ഫൈ ഈസ് ഈക്വൽ ടു ഒന്നിന് ബി എ കോസ് തീറ്റ അല്ലേ, ഒരു ആപ്പിളിന് ബി എ കോസ് തീറ്റ, അപ്പോൾ എൻ ആപ്പിളിന് എൻ ബി എ കോസ് തീറ്റ, ഓക്കെ ആണല്ലോ, എൻ ബി എ കോസ് തീറ്റ, ഓക്കെ ആണല്ലോ. സോ അതാണ് എന്ത് ഇവിടെ ഫ്ലെക്സ് ലിങ്കേജ് എന്ന് പറയുന്നത്, ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഫ്ലെക്സ്? എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, വേറൊന്നുമില്ല, നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്രോസിംഗ് ദി ഏരിയ, ഓക്കെ ആണല്ലോ, ക്രോസിംഗ് ദി ഏരിയ. So that is essentially your magnetic flux, okay ആണല്ലോ, അതാണ് ഇതിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്, ഓക്കെ. സോ ദാറ്റ് ഈസ് യുവർ മാഗ്നറ്റിക് ഫ്ലക്സ്, ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ദിസ് ഇസ് എ ന്യൂ തിങ്, അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. സോ അതിന് എന്തായാലും ഒരു ഡയമെൻഷൻ ഉണ്ടാവും, അതിനൊരു യൂണിറ്റ് ഉണ്ടാവും, അപ്പോൾ ആ കാര്യങ്ങളിലേക്കൊക്കെ വരാം. സി, സോ ഫൈ ഈസ് ഈക്വൽ ടു ഫൈൻ്റെ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഡയമെൻഷനാണ് കേട്ടോ. അത് വന്ന വഴിയൊന്നും നിങ്ങൾ പഠിക്കേണ്ട, വേണ്ടവർക്ക് അങ്ങനെ പഠിക്കാം. ഇപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഏരിയ അല്ലേ, ബി ഇൻറ്റു ഏരിയ. പക്ഷേ നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു ബി ഐ എൽ, നമ്മൾക്ക് പഠിച്ചതാണ്. ആ ഇക്വേഷനാണ് ഞാൻ യൂഷ്വലി ഇവിടെ കൊടുക്കാറ്. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു എഫ് ബൈ ഐ എൽ ഇൻറ്റു ഏരിയ, ഓക്കെ ആണല്ലോ. ഫോഴ്സിൻ്റെ അറിയാം mlt⁻², ഏരിയയുടെ എ സ്ക്വയർ, ഇവിടെ എൽ സ്ക്വയർ, ഇത് എൽ. ഇതങ്ങ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ എത്തും. ഐ ജസ്റ്റ് ടെൽ യു ദ ആൻസർ, ml² t⁻², a⁻², ഓക്കെ ആണല്ലോ. ഇതാണ് ഫ്ലെക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, ഓക്കെ ആണല്ലോ. ദിസ് ഇസ് ദ ഡയമെൻഷൻ ഓഫ് ദി ഫ്ലെക്സ്, ഓക്കെ. അടുത്തത് വാട്ട് ഈസ് ദ യൂണിറ്റ്? സോ ദിസ് ഇസ് ദ ഡയമെൻഷൻ. അടുത്തത് നിങ്ങൾ അറിയേണ്ടതാണ് വാട്ട് ഈസ് എ യൂണിറ്റ്, അതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വാട്ട് ഈസ് എ യൂണിറ്റ് എന്ന് പറയുന്നത് യു ഹാവ് ഐദർ ജൂൾ പെർ ആംപിയർ അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് ബൈ കുളംബ്, ഒന്നും അല്ലെങ്കിൽ ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഇസ് വെബർ, നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക WB എന്നാണ്, ഓക്കെ ആണല്ലോ. ഓർ ടെസ്ല പെർ മീറ്റർ സ്ക്വയർ, ഓക്കെ ആണല്ലോ, ടെസ്ല പെർ മീറ്റർ സ്ക്വയർ. ഇതാണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, ഓക്കെ ആണല്ലോ. ആൻഡ് ചില സമയത്ത് നിങ്ങളോട് ചോദിക്കും വാട്ട് ഇസ് CGS യൂണിറ്റ്. CGS യൂണിറ്റ് എന്ന് പറയുന്നത് മാക്സ്വെൽ ആണ് കേട്ടോ മക്കളെ, മാക്സ്വെൽ ആണ്. സോ ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ വരും, നീ എങ്ങനെയാണ് ഒരു വെബറിനെ മാക്സ്വെല്ലിലേക്ക് മാറ്റുക? 1 വെബർ ഇസ് ഈക്വൽ ടു 10⁸ മാക്സ്വെൽ, ഓക്കെ ആണല്ലോ. 1 വെബർ ഇസ് ഈക്വൽ ടു 10⁸ മാക്സ്വെൽ. അങ്ങനെ നമ്മൾ മാഗ്നറ്റിക് ഫ്ലെക്സ് എന്നൊരു ക്വാണ്ടിറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുകയാണ്, ഓക്കെ ആണല്ലോ. മാഗ്നറ്റിക് ഫ്ലെക്സ് എന്നൊരു ക്വാണ്ടിറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുകയാണ്, ഓക്കെ. സോ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ആൻഡ് പിന്നുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സ് മാക്സിമം ആവുന്ന കണ്ടീഷൻ, അതുപോലെ തന്നെ ഫ്ലെക്സ് മിനിമം ആവുന്ന കണ്ടീഷൻ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എക്സാംസിന് മിക്കവാറും ചോദിക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയഗ്രാം റെപ്രസെൻറ്റ്സ് മാക്സിമം ഫ്ലെക്സ്. മനസ്സിലാക്കാം. ഒരു കണ്ടീഷൻ ഇതാണ്, ഇങ്ങനെയാണ് ഏരിയ വെക്ടർ ഉള്ളത്, ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. ദിസ് ഇസ് വൺ തിങ്. ദി അതർ തിങ് ഇസ് ഇതാണ് നിൻ്റെ ഏരിയ വെക്ടർ ആൻഡ് ദിസ് ഈസ് യുവർ മാഗ്നറ്റിക് ഫ്ലെക്സ്, ഓക്കെ ആണല്ലോ. മനസ്സിലാക്കുക. ഇവിടെ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോസ് തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി, നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു 1. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്, ഓക്കെ ആണല്ലോ. സോ ഹിയർ ഫൈ ഈസ് ഈക്വൽ ടു BA കോസ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു BA ഇൻറ്റു 1 വിച്ച് ഇസ് ഈക്വൽ ടു BA. മനസ്സിലായോ? അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് മാക്സിമം ഫ്ലെക്സ് ഉണ്ടാവുക, വിച്ച് ഐ കോൾ ഇറ്റ് ആസ് ഫൈ മാക്സ്. അപ്പോൾ എപ്പോഴാണ് ഫൈ മാക്സിമം ആവുക പറഞ്ഞ്, എപ്പോഴാണ് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലെക്സ് മാക്സിമം ആവുക? വെൻ ബോത്ത് ദ മാഗ്നറ്റിക് ഫീൽഡ് ആസ് വെൽ ആസ് ദ ഏരിയ വെക്ടർ ബോത്ത് ആർ പാരലൽ ടു ഈച്ച് അതർ, ഓക്കെ ആണല്ലോ. ആ കാര്യം ഇപ്പം തന്നെ ഓർത്തിരിക്കുക. വെൻ ബോത്ത് ആർ പാരലൽ ടു ഈച്ച് അതർ യു ഹാവ് ദി മാക്സിമം
ഏത് നമ്മുടെ ഫ്ലെക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് വാട്ട് ഹാപ്പൻസ് വെൻ യു ഹാവ് വാട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വെൻ യു ഹാവ് ഓപ്പോസിറ്റ്. ശ്രദ്ധിക്കുക, ഇവിടെ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രിയാണ് ആൻഡ് വി നോ ദാറ്റ് കോസ് 90 ഈസ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ എന്ത് പറ്റും ശ്രദ്ധിച്ചാൽ, അപ്പോൾ 5 ഈസ് ഈക്വൽ ടു BA കോസ് 90 വിച്ച് ഈസ് ഈക്വൽ ടു BA ഇൻറ്റു 0 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 0. അതായത് ഇവിടെ നിനക്ക് BA എന്ന് പറയുന്നൊരു മാക്സിമം വാല്യൂ കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ നിനക്ക് കിട്ടിയത് എന്താണ്, ഒരു മിനിമം വാല്യൂ ആണ്. സോ 5 മിനിമമാണ് ഇവിടെ കിട്ടുന്നത്. 5 മിനിമമാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ കുട്ടികൾ ചോദിക്കാറുണ്ടെന്ത്, സർ കോസ് തീറ്റയുടെ മാക്സിമം വാല്യൂ ഏറ്റവും കുറഞ്ഞ വാല്യൂ -1 അല്ലേ. അപ്പോൾ -1 വരുമ്പോൾ -1 വരുന്ന -BA ആയിരിക്കേണ്ടേ നെഗറ്റീവ്, അതായത് BA ഇൻറ്റു -1 അത് -BA അല്ലേ. അപ്പോൾ -BA ആയിരിക്കില്ലേ ഏറ്റവും കുറഞ്ഞ വാല്യൂ എന്ന് ഒരുപാട് കുട്ടികൾക്കുള്ള ഡൗട്ടാണ്. ഐ ട്രൂലി അപ്രീഷിയേറ്റ് ഇറ്റ്. കാരണം എന്താ, കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, 0 1 അല്ലാണ്ട് -1 ഒരു വാല്യൂ ഉണ്ട്, അതാണ് ഏറ്റവും കുറവ്. പക്ഷെ എന്താ പറ്റുക, എടാ -BA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0യിലും താഴെ. കാരണം ഞാൻ പറഞ്ഞു മാഗ്നറ്റിക് ഫ്ലെക്സ് എന്ന് പറയുന്നത് എത്ര മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്, എണ്ണമാണ്. എണ്ണം ഒന്നെങ്കിൽ 0 ആവാം, ഇല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം ആയിരിക്കാം. അല്ലാണ്ട് ഇപ്പം എന്താ, എനിക്കൊരു -3 ആപ്പിൾ എന്ന് നമ്മൾ ആരെങ്കിലും പറയുമോ? ഇല്ല. എന്താ ഇത് മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? മൈനസ് അവിടെ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല, മാഗ്നറ്റിക് ഫീൽഡും ഏരിയ വെക്ടറും പരസ്പരം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് മാത്രമാണ് അത് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ആൻഡ് നിനക്ക് ഏതൊരു സർഫസ് എടുത്താലും, സപ്പോസ് ഇങ്ങനെയാണ് അതിൻ്റെ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത് വെച്ചാൽ നിനക്ക് ഇങ്ങനെ ഏരിയ വെക്ടർ എടുക്കാം. ഈ ഒരു ഏരിയ വെക്ടർ ഇങ്ങനെ എടുക്കുമ്പോഴാണ് എന്ത് പറ്റുന്നത്, -BA ആയി പോകുന്നത്. മനസ്സിലായോ? സോ ദിസ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വിച്ച് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, സോ ഫ്ലെക്സ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. കാരണം ഫ്ലെക്സ് എന്ന് പറയുന്നത് എത്ര മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഉണ്ടെന്ന് എണ്ണി നോക്കുന്നതാണ് അല്ലേ. എണ്ണക്കം ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അതെന്ന് നെഗറ്റീവ് ആവുന്നു അന്ന് നിങ്ങൾ എനിക്കൊരു -3 ആപ്പിൾ തരും. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. സോ നമ്മൾ മാഗ്നറ്റിക് ഫ്ലെക്സിനെ കുറിച്ച് ഓവറോൾ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോടാ? നമ്മളൊരു 5 മിനിറ്റ് കൊണ്ട് ഇരുന്നിട്ട് പ്രോപ്പറായിട്ട് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലെക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഈസ് എവറിത്തിങ് ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനൊക്കെ എൻ്റെ കൂടെ വരിക. ഞാൻ പറഞ്ഞില്ല, ബിക്കോസ് ഐ എം കോൺഫിഡൻറ്റ് ദാറ്റ് ഐ ക്യാൻ ഡെലിവർ യു എവറിത്തിങ്. ഓക്കെ ആണല്ലോ. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ചാപ്റ്റർ ഒരു റിപ്പീറ്റർ പഠിക്കുന്ന അതേ ഇൻറ്റൻസിറ്റിയിൽ അതേ ഫോർമുലാസ് അതേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഓക്കെ ആണല്ലോ. സോ ഇത്രയും കാര്യങ്ങളാണുള്ളത്. കാരണം ആദ്യത്തെ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ബേസ് തരികയാണെങ്കിൽ പിന്നെ എനിക്ക് ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പോയാൽ മതി. നിങ്ങൾ എന്നെ എൻ്റെ കൂടെ ക്യാരി ഓൺ ചെയ്ത് വരും. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ വി ആർ മൂവിങ് ഇൻ ടു ദി നെക്സ്റ്റ് പോർഷൻ വിച്ച് ഈസ് ദ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ ആണല്ലോ. മനസ്സിലാക്കാം, ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ തലൈവർ എന്ന് പറയുന്നത് ഫാരഡേ ആണ്. ഓക്കെ ആണല്ലോ. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ തലൈവർ ഇസ് ഫാരഡേ. അപ്പോൾ മനസ്സിലാക്കാം, ഇത് വേറെ ഒന്നുമില്ല. നമ്മൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എല്ലാ മാഗ്നറ്റിനും ഒരു ഫ്ലെക്സ് ലിങ്ക് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു മാഗ്നറ്റ് ഇതിന് ചുറ്റും ഇങ്ങനൊരു ഫ്ലെക്സ് ലിങ്ക് ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫാരഡേ ചിന്തിച്ചത് ഇതായിരുന്നു, ഒരു ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആണല്ലോ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി അതിലുണ്ടാകുന്ന ഒരു ചേഞ്ച് ആണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ നമുക്കറിയാം AC-ലാണെങ്കിൽ റെഗുലറായിട്ട് ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ദർ ഇസ് എ ചേഞ്ച് ഇൻ കറണ്ട് വിച്ച് ഈസ് പ്രൊഡ്യൂസിങ് ദ മാഗ്നറ്റിക് ഫീൽഡ്. സോ ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി അറൈസസ്, എനിക്ക് എങ്ങനെയെങ്കിലും മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോഴാണ് മനസ്സിലായത് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഒരു ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹനൻ ഫാത്തിമ MCQ ചെയ്യാലോ. നമുക്കൊരു ഐഡിയ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, കാരണം MCQ ചെയ്യണമെങ്കിൽ കുറച്ച് ടോപ്പിക്സ് അറിയണമല്ലോ. അപ്പോൾ MCQ എന്തായാലും ചെയ്യുന്നുണ്ട്, ഡോണ്ട് വറി. ഐ തിങ്ക് ഹനീൻ ഈസ് ന്യൂ ടു ദി കോംബി സെഷൻ. നമ്മൾ ഒരുപാട് MCQ ചെയ്യുന്നതാണ് കേട്ടോ. സോ പറഞ്ഞു വന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചേഞ്ച് പെർസെ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ നമുക്കൊരു ചേഞ്ച് എങ്ങനെ കൊണ്ടുവരാം? നമുക്ക് ആകെ ചെയ്യാൻ പറ്റിയ കാര്യം, ഈ ഒരു സാധനത്തിനെ ഇപ്പോൾ ഞാൻ ഒരു ഐഡിയ അത് നേരെ ഫാരഡേസ് എക്സ്പെരിമെൻറ്റിലൂടെ അങ്ങ് പറഞ്ഞുതരാം, അതാവും നല്ലത്. എന്താണ് ഫാരഡേസ് ചെയ്തത് ശ്രദ്ധിക്കുക. എഗെയിൻ നമ്മുടെ ഒരു ഗാലോമീറ്റർ ഉണ്ട്. ഗാലോമീറ്റർ എന്താണെന്ന് കുട്ടികൾക്ക് അറിയാലോടാ. ഗാലോമീറ്റർ ഇസ് എനി ഡിവൈസ് വിച്ച് ഈസ് യൂസ് ടു ഫൈൻഡ് ദ പ്രസൻസ് ഓഫ് ദി കറണ്ട്. പ്രസൻസ് അതായത് അതിനൊരിക്കലും എത്ര ആംപിയർ ഉണ്ടെന്ന് പറഞ്ഞുതരാൻ പറ്റില്ല, ഡയറക്ഷൻ പറഞ്ഞുതരാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ല.
ആകെ ചെയ്യാൻ പറ്റുക ആ ഒരു സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അണ്ണം പറഞ്ഞുതരും. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് ബേസിക്കലി യുവർ ഫാരഡേസ്, ദാറ്റ് ഇസ് യുവർ ഗാൽവനോമീറ്റർ. അപ്പോൾ എന്താണ് ഫാരഡേ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാൽവനോമീറ്റർ എടുത്തിട്ട് നേരെ എന്ത് ചെയ്തു, ഒരു കോയിലേക്ക് അങ്ങ് കൊടുത്തു. എന്നിട്ട് വാട്ട് ഹി ഡിഡ് വാസ്, അതിൻ്റെ അടുത്ത് ഒരു ബാർ മാഗ്നറ്റ് കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുകയാണ്. അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക. അതായത് ദ ബാർ മാഗ്നറ്റ് ഈസ് എസെൻഷ്യലി അറ്റ് റെസ്റ്റ്, V = 0. അപ്പോൾ നോക്കിയ സമയത്ത് ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷനും ഇല്ല. കാരണം ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ വേൾഡ് മൊത്തം കറണ്ട് ആയേനെ. കാരണം എല്ലാ കമ്പിയുടെ സൈഡിലും എന്തുണ്ടാവും, അല്ലെങ്കിൽ എല്ലാ കണ്ടക്ടറിൻ്റെ സൈഡിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇവരൊക്കെ കറണ്ട് ഉണ്ടാക്കി തുറന്നു കഴിഞ്ഞാൽ പിന്നെ സുഖമല്ല, പിന്നെ കറണ്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ, അതന്നെ പരിപാടി. അതുകൊണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് തിങ് വാട്ട് ഹി ഡിഡ് വാസ്, ദിസ് വാസ് ഇൻട്രസ്റ്റിംഗ്. ആ ഒരു കോയിലിൻ്റെ അടുത്തേക്ക് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ ഈ ഫാരഡേ ആക്ച്വലി ചെയ്തത് കോയിലിനെ നേരെ വെക്കാണ്ട് കുത്തനെ വെച്ചത് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇടുക ചെയ്തത്. സോ വാട്ട് ഹാപ്പൻസ്, എസെൻഷ്യലി ദ ഗ്രാവിറ്റി വിൽ ടേക്ക് കെയർ ഓഫ് ദി ആക്സലറേഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് ദിസ് പെർട്ടിക്കുലർ മാഗ്നറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിക്കുക, തലകുത്തി എന്ന പോലെ കിട്ടും, ഒരു വെലോസിറ്റിയിൽ താഴ്ത്തിക്കാൻ കിട്ടും. ഇട്ട സമയത്തായിരുന്നു വാട്ട് ഹി നോട്ടീസ്ഡ് വാസ് ദർ വാസ് എ ഡിഫ്ലക്ഷൻ ടു ദ റൈറ്റ് ഓഫ് ദി സീറോ മാർക്ക്, ദർ വാസ് എ റിഫ്ലക്ഷൻ ടു ദ റൈറ്റ് ഓഫ് ദി സീറോ മാർക്ക്. ഓക്കെ ആണല്ലോ. ഒരു റൈറ്റ് സൈഡിലേക്ക് ഒരു ഡിഫ്ലക്ഷൻ കണ്ടു. ഓക്കെ ആണല്ലോ. സോ ദിസ് വാസ് എ ഫസ്റ്റ് തിങ്. അപ്പോൾ മുപ്പത് കാര്യം മനസ്സിലായി, കൊള്ളാം, ദിസ് ഇസ് ഇൻട്രസ്റ്റിംഗ്. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇട്ടപ്പോൾ സമയത്ത് ഈ ഒരു ഫേസിന്, അതായത് ഈ എൻഡിനെ ഫേസ് ചെയ്യുന്നത് നോർത്തായിരുന്നു. എന്നിട്ട് വാട്ട് ഹി ഡിഡ് വാസ് നേരെ ഈ അതേ ഡയറക്ഷനിൽ പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോയി. മനസ്സിലായോ? അകത്തേക്ക് വന്ന അതേ സൈഡ്, ഇപ്പോൾ നോർത്താണല്ലോ നമ്മുടെ ടുവേർഡ്സ് ദി കോയിൽ അപ്രോച്ചിങ്, അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നേരെ പുറത്തേക്ക് കൊണ്ടുപോയി, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊണ്ടുപോയി. ഇപ്പോൾ വാട്ട് ഹി നോട്ടഡ് വാസ്, ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് വന്ന സമയത്ത് റൈറ്റിലേക്കായിരുന്നു ഡിഫ്ലക്ഷൻ എങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയ സമയത്ത് ഇറ്റ് ഷോസ് എ ഡിഫ്ലക്ഷൻ ടു ദി ലെഫ്റ്റ് ഓഫ് സീറോ മാർക്ക്. ഓക്കെ ആണല്ലോ. സോ ഇതൊന്ന് മനസ്സിലായി, എന്ത്, രണ്ട് ഡയറക്ഷനിലുള്ള കറണ്ട് ഇൻഡ്യൂസ് ആവുന്നുണ്ട്. കാരണം ഇതാണ് നമുക്ക് ഗാൽവനോമീറ്റർ തരുന്ന ക്ലൂ. അതായത് ഗാൽവനോമീറ്റർ റൈറ്റ് സൈഡിലേക്ക് ഒരു ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. സപ്പോസ് അത് ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്നുണ്ടെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആയിരിക്കും. അത് അങ്ങനെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഞാനൊരു അസംഷൻ പറഞ്ഞതാണ്. അതായത് അത് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും രണ്ട് ഡിഫറെൻറ്റ് ആംഗിൾ, അതായത് രണ്ട് ഡിഫറെൻറ്റ് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലേക്കും തിരിയുന്നത്. ഓക്കെ ആണല്ലോ. ശരി. നൗ വാട്ട് ഹി ഡിഡ് വാസ്, നേരത്തെ നോർത്തിനെയാണ് കൊണ്ടുവന്നത് അല്ലേ, നോർത്തിനെ കൊണ്ടുവന്നപ്പോഴായിരുന്നു റൈറ്റിലേക്ക് ഡിഫ്ലക്ഷൻ. നൗ വാട്ട് ഹി ഡിഡ് വാസ് ഹി ബ്രോട്ട് ദി സൗത്ത് ടു ദി പോൾ. ഓക്കെ ആണോ. അപ്പോൾ സൗത്തിനെ കൊണ്ടുവന്നു നോർത്തിലേക്ക് വരാണ്ട്. സോ ആസ് ഹി എക്സ്പെക്റ്റഡ്. അപ്പോൾ നമുക്കൊരു ഐഡിയ മനസ്സിലായി, എന്തായാലും നോർത്ത് കൊണ്ടുവമ്പോൾ റൈറ്റ് ആണെങ്കിൽ സൗത്ത് കൊണ്ടുവന്നാൽ ലെഫ്റ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇനി എന്ത് പറ്റി, സപ്പോസ് ഇനി എന്ത് ചെയ്തു, ചങ്ങായി സൗത്തിന് ഇങ്ങോട്ട് വലിച്ചു എന്ന് കൊണ്ട് വിചാരിക്കുക, വാട്ട് വിൽ ഹാപ്പൻ, നോർത്ത് വിൽ ഇൻഡ്യൂസ്. മനസ്സിലായോ, നോർത്ത് വിൽ ഇൻഡ്യൂസ്. ഇതായിരുന്നു ഫാരഡേ അന്ന് ചെയ്തൊരു കാര്യം. അതുപോലെ തന്നെ ആൾക്ക് ഒരു ഡൗട്ടും കൂടെ വന്നു. നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ മനുഷ്യന്മാരെന്നും ഗ്രീഡിയാണെന്ന് പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ടെൻഡൻസി കൂടുതലാക്കാനാണ് അല്ലേ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വന്ന സമയത്ത്, അതായത് ഒരു വി വെലോസിറ്റി വന്ന സമയത്ത് 0-ലുണ്ടായിരുന്ന ഗാൽവനോമീറ്റർ 5 എന്ന് പറഞ്ഞ റീഡിങ്ങിൽ എത്തിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഫാരഡേ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ 5 മീറ്റർ/സെക്കൻഡിലാണ് വരുന്നതെങ്കിൽ 10 മീറ്റർ/സെക്കൻഡിൽ കൊണ്ടുവരാൻ നോക്കി. അപ്പോൾ ആസ് ഹി എക്സ്പെക്റ്റഡ് ഈ 5 എന്നുള്ളത് കൂടുതൽ ഡിഫ്ലക്റ്റ് ചെയ്തു, ഒരു 10-ലേക്കോ ഒരു 7-ലേക്കോ എത്തി. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി എന്ത്, നല്ല സ്പീഡിൽ കൊണ്ടുവരികയാണെങ്കിൽ കൂടുതൽ കറണ്ട് കിട്ടും എന്നുള്ളത്. ഓക്കെ ആണല്ലോ. സോ ദിസ് വാസ് ദി ലെജൻഡറി എക്സ്പെരിമെൻറ്റ് ബൈ മൈക്കിൾ ഫാരഡേ. ഓക്കെ ആണല്ലോ. ഇതായിരുന്നു മൈക്കിൾ ഫാരഡേ ചെയ്ത എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഈ എക്സ്പെരിമെൻ്റ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അങ്ങനെ ഈ ഒരു മൈക്കിൾ ഫാരഡേ ഈ ഒരു കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് കുറച്ച് കൺക്ലൂഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. സോ ഒന്നാമത്തെ കാര്യം ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല, റിലേറ്റീവ് മോഷൻ, അതാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അതായത് റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് വെറുതെ ഒരു ഇപ്പോൾ ഈ ഒരു ഇവിടെ മാഗ്നറ്റ് ഉണ്ട്, ഇവിടെ കോയിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ മാഗ്നറ്റും കോയിലും ഒരേ സ്പീഡിൽ ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കുക, കറണ്ട് ഒന്നും ഇൻഡ്യൂസ് ചെയ്യില്ല. സോ ഐദർ ഒന്ന് റെസ്റ്റിലും ഒന്ന് മൂവ്മെൻറ്റിലും ആയിരിക്കണം, ഇല്ലെങ്കിൽ ഒന്നിനേക്കാൾ സ്പീഡ് മറ്റൊന്നിന് വേണം. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ക്രോസ്, ഒരു ഫ്ലെക്സ് ലിങ്കേജ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. സോ റിലേറ്റീവ് മോഷൻ പ്രൊഡ്യൂസസ് EMF. ഓക്കെ ആണല്ലോ. അടുത്ത കാര്യം, ഈ EMF എത്ര കാലം വരെ നിലനിൽക്കും, എത്ര കാലമാണോ ഫ്ലെക്സ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആ ഒരു ബാർ മാഗ്നറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ആ കോയിൽ കിടക്കുന്ന വരെ അതിൽ EMF ഉണ്ടാവുള്ളൂ. ആ കോയിൽ കിടന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, പിന്നെ അതുമായിട്ട് ഫ്ലെക്സ് ലിങ്കേജ് ഒന്നുമില്ല. ഓക്കെ ആണല്ലോ.
So EMF lasts as long as flux changes. Okay ആണല്ലോ. ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ വിത്ത് ദാറ്റ് നോട്ട് വി ഹാവ് കംപ്ലീറ്റഡ് ദി ഫാരഡേസ് എക്സ്പെരിമെൻറ്റ് ഓൾസോ. അപ്പോൾ നമ്മൾ ഫാരഡേസ് എക്സ്പെരിമെൻറ്റും നമ്മൾ അതൊന്ന് തീർത്തിരിക്കുകയാണ്. ഇതൊക്കെയാണോടാ, ഞാനിനി ഓരോ ടോപ്പിക് കഴിയുമ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളോടൊരു കാര്യം ചോദിക്കും. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഇങ്ങനത്തെ ചാപ്റ്റേഴ്സൊക്കെ, കാരണം ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇതൊക്കെ ഷോർട്ട് ചാപ്റ്റേഴ്സാണ്. AC, ആറ്റംസ്, ന്യൂക്ലിയൈ, ഒരു പരിധി വരെയൊക്കെ സെമി കണ്ടക്ടേഴ്സ്, എനിക്ക് ഉറപ്പില്ല, അങ്ങനത്തെ വേവ് ഒപ്റ്റിക്സ് സത്യമായി ഷോർട്ട് ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതൊന്നും ഒരിക്കലും നമ്മൾ വെറുതെ വിടാൻ പറ്റില്ല. മനസ്സിലായി? വി കൻ നെവർ മെസ് അപ്പ് ഓൺ ദോസ് ചാപ്റ്റർ. അതുകൊണ്ടാണ് പറയുന്നത്, ജസ്റ്റ് പറയാട്ടെ, എനിക്കൊരു റിവ്യൂ തരാം. ഓക്കെ ആണോ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യം. ഓക്കെ ആണല്ലോ. അങ്ങനെ ഈ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തിയപ്പോഴേക്കും ആരായി? ഫാരഡേ അത്യാവശ്യം അറിയപ്പെടുന്നൊരു സയൻറ്റിസ്റ്റായി. ആൻഡ് ഹീ വാസ് ബിക്കമിങ് ദ പയോണിയർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ആൾക്കാരെല്ലാവരും ചോദിച്ചു തുടങ്ങി, സാർ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊരു തിയറിയൊക്കെ ഉണ്ടാക്കിയല്ലേ, ഒരു ലോ അങ്ങ് ഉണ്ടാക്കിയത്, നമുക്ക് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടാക്കാം അല്ലേ? കാരണം നിയമങ്ങൾ, ലോസ് ഇസ് വാട്ട് ക്വാണ്ടിഫൈസ് ദ തിങ് അല്ലെങ്കിൽ യുണൈറ്റ്സ് ദ തിങ്. നിയമങ്ങളാണ് എപ്പോഴും ഒരു കാര്യത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു ടച്ച് അല്ലെങ്കിൽ ഒരു ഫൈനൽ ടച്ച് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ഫാരഡേ 2 നിയമങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നു. വാട്ട് ഈസ് എ ഫസ്റ്റ് ലോ? ഫസ്റ്റ് ലോ ഇതായിരുന്നു, whenever the flux associated with a coil changes and EMF is induced in the current. അതായത് ഒരു കോയിലിന് അക്രോസ് ആയിട്ടുള്ള ഫ്ലക്സ് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനകത്ത് എന്തുണ്ടാവും? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ. സോ എന്താണ്? whenever magnetic flux linked with a closed circuit changes and EMF is induced in the circuit. ഓക്കെ ആണല്ലോ. ഇതാണ് ഫസ്റ്റ് ലോ. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് മാറുമ്പോൾ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ. ശരി, ഇനി ഇതിനൊരു വാലും കൂടെ ഉണ്ട്. NCERT നമ്മളെല്ലാവർക്കും ഇത്ര പഠിച്ചു. വാട്ട് ഈസ് ദ വാൽ ഓഫ് ദിസ് ലോ? ഈ ലോന് ഒരു എൻ പോയിന്റ് കൂടെ ഉണ്ട്. അതാണ് the induced EMF lasts as long as the change in magnetic flux continues. ഓക്കെ ആണല്ലോ. ഇതായിരുന്നു ഫസ്റ്റ് ലോ. ഓക്കെ, ഇതായിരുന്നു ഫസ്റ്റ് ലോ. ഇനി രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, the magnitude of EMF is directly proportional to the rate of change of flux. ഇത്ര നിങ്ങൾ എഴുതിയാൽ മതി. ഫോർ ദ ടൈം ബീങ് നിങ്ങൾക്ക് എക്സാമിന് എഴുതാനോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. സോ ദിസ് ഇസ് ദ തിങ്. സോ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എന്തായിരുന്നു? എത്രയാണോ EMF, നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലേ, നമ്മൾ ഭയങ്കര സ്പീഡിൽ കൊണ്ടുവരുന്ന സമയത്ത് കൂടുതൽ EMF ഉണ്ടായി. കാരണം എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചസ്. അപ്പോൾ കുറഞ്ഞ ടൈമിൽ കൂടുതൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായി. അത് കാരണമാണ് എന്ത് ചെയ്തത്? കൂടുതൽ EMF ഉണ്ടായത്. സോ ദാറ്റ് ഈസ് എസെൻഷ്യലി യുവർ സെക്കൻഡ് ലോ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്തതാണ് ലെൻസസ് ലോ. അപ്പോൾ ലെൻസസ് ലോ എന്താണെന്ന് കറക്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇത്രയുള്ള കാര്യം. ഈ ഫിസിക്സിൽ എസ്പെഷ്യലി ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒരൊറ്റ മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ യു ഗെറ്റ് ദി എൻറ്റയർ കൺസെപ്റ്റ് ഫോർ യുവർ ലൈഫ് ടൈം. ഓക്കെ ആണല്ലോ. ശ്രദ്ധിച്ചിരുന്നേ കുട്ടികളെ. എഴുതുന്നതൊക്കെ നമുക്കിത് കഴിഞ്ഞ് എഴുതാം, ഡോണ്ട് വറി. എന്താണ് ലെൻസസ് ലോ പറയുന്നത്? ലെൻസസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കോസ് അല്ലെങ്കിൽ എന്തൊരു സാധനത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിലും ഈ വരുന്ന ആൾ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആൾ ഈ വരുന്ന ആളെ തടുക്കാനാണ് ശ്രമിക്കുക. മനസ്സിലായോ? ഹി വാണ്ട് ടു റിജക്റ്റ് ഇറ്റ്. അതിനെ ദൂരെ എടുത്ത് കളയണം. അതാണ് എപ്പോഴും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഒരു നോർത്ത് പോള് ഒരു കോയിലിൻ്റെ അടുത്തേക്ക് വരികയാണ്, ഒരു കറണ്ട് ക്യാരിങ് കോയിലിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഈ കോയിലിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മാഗ്നറ്റ് എൻ്റെ അടുത്തേക്ക് എത്തരുത് എന്നുള്ളതാണ്. അപ്പോൾ എത്താണ്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൽ എന്തെങ്കിലും, അതായത്
ഈ നോർത്ത് പോൾ ഫേസ്ഡ് ആയിട്ട് വരുന്ന മാഗ്നറ്റിനെ അവിടുന്ന് നീക്കിക്കളയാനുള്ള എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ ഈ കോയിൽ വരുത്തണം. അതായത് എന്താ കോയിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സൈഡിലേക്കാണോ ഈ മാഗ്നറ്റ് വരുന്നത് ആ സൈഡിൽ നോർത്ത് പോൾ അല്ലേ, അപ്പോൾ നമുക്കറിയാം നോർത്ത് പോൾ റിപ്പൽസ് എന്നുള്ള കാര്യം. അപ്പോൾ ആ ഭാഗത്ത് എന്ത് ചെയ്യും, നോർത്ത് പോൾ അങ്ങ് ഉണ്ടാക്കി കളയും. മനസ്സിലായോ? അതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ ഇപ്പോൾ സൗത്ത് പോൾ കൊണ്ടുവരികയാണെങ്കിൽ സൗത്ത് പോൾ ഉണ്ടാവും. ഓക്കെ, ഇനി സപ്പോസ് ഈ മാഗ്നറ്റ് നീ ഇവിടുന്ന് എടുത്ത് പുറത്തേക്ക് കളയാണ്. അപ്പോൾ ഇവിടുന്ന് എടുത്ത് പുറത്തേക്ക് കളയുമ്പോൾ ഇപ്പോൾ ഇവിടുത്തെ പ്രോസസ്സ് എന്താ, പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് പ്രോസസ്സ്. ഈ പ്രോസസ്സിനെ എതിർക്കാനാണ് മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ ഈ ഒരു കോയിൽ ട്രൈ ചെയ്യുക. അതായത് പുറത്തേക്ക് എടുത്ത് കളയുന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താ, അടുത്തേക്ക് വിളിക്കുക അല്ലെങ്കിൽ അതിനടുത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നോർത്തിലേക്ക് പോകുന്ന, അതായത് നോർത്ത് ദൂരം പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതിനടുത്തേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്താൽ മതി, ആ നോർത്ത് പോളിനെ അട്രാക്റ്റ് ചെയ്താൽ മതി. അട്രാക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ സൗത്തിനുണ്ടാക്കിയാൽ മതി. മനസ്സിലായോ? സോ ദിസ് ഈസ് ദ വെരി ബേസിക്സ് ഓഫ് ലെൻസസ് ലോ. അതായത് ഒരു നോർത്ത് പോൾ വരുമ്പോൾ ആ നോർത്ത് പോളിനെ റിപ്പൽ ചെയ്യാൻ വേണ്ടി അവിടെ നോർത്ത് പോൾ ഉണ്ടാവും. ഒരു സൗത്ത് പോൾ വരുമ്പോൾ ആ സൗത്ത് പോളിനെ റിപ്പൽ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു സൗത്ത് പോൾ ഉണ്ടാവും. ഒരു നോർത്ത് പോൾ ദൂരേക്ക് പോകുമ്പോൾ ആ നോർത്ത് പോളിനെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവിടെ ഒരു സൗത്ത് പോൾ ഉണ്ടാവും. ഒരു സൗത്ത് പോൾ ദൂരേക്ക് പോകുമ്പോൾ ആ സൗത്ത് പോളിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു നോർത്ത് പോൾ ഉണ്ടാവും. ദിസ് ഇസ് എവറിത്തിങ് അബൌട്ട് ലെൻസസ് ലോ. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഒരു കോയിലിലൂടെ എങ്ങനെയാണ് നോർത്ത് പോൾ ആണോ സൗത്ത് പോൾ ആണോ മനസ്സിലാക്കുക. നമുക്കറിയാം ഒരു കോയിലിലൂടെ ആകെ കറണ്ടിന് ഒഴുകാൻ പറ്റുന്ന ഡയറക്ഷൻ രണ്ടെണ്ണമാണ്. ഒന്ന് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, അടുത്തത് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ദിസ് ഇസ് ക്ലോക്ക് വൈസ്, നമ്മുടെ ക്ലോക്ക് എങ്ങനെയാണോ കറങ്ങുന്നത്, ദിസ് ഇസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ ആണല്ലോ? ഇനി ഇതിൽ ഏതാണ് എന്തെന്ന് എങ്ങനെ മനസ്സിലാക്കുക, ശ്രദ്ധിച്ചേ. നിങ്ങൾ എസ് ഒന്ന് വരച്ച് നോക്കിയ, ഇവിടെ എസ് വരയ്ക്കുമ്പോൾ എസ്സിൻ്റെ രണ്ട് എൻഡ് ഫോക്കസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു കറണ്ട് ഒഴുകുകയാണെങ്കിൽ ദാറ്റ് ഈസ് എസെൻഷ്യലി യുവർ സൗത്ത് പോൾ. അതുപോലെ തന്നെ ഇങ്ങനെയല്ലേ ഈ കറണ്ട് പോകുന്നത്. സോ സി ദിസ് ഗൈ ഈസ് യുവർ നോർത്ത് പോൾ. അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു കറണ്ട് ഒഴുകുകയാണെങ്കിൽ വാട്ട് ഡു യു കോൾ ഇറ്റ്, ഇറ്റ് ബിഹേവ്സ് എസ് എ നോർത്ത് പോൾ. ഓക്കെ ആണല്ലോ? അതൊരു നോർത്ത് പോൾ ആയിട്ട് ബിഹേവ് ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, നോക്കി, നോർത്ത് പോൾ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഒരു നോർത്ത് പോൾ എന്ത് ചെയ്തു, അടുത്തേക്ക് വന്നപ്പോൾ അപ്പോൾ ഈ ഒരു കോയിൽ ഒരു നോർത്ത് പോൾ ഉണ്ടാക്കി ഇവനെ റിപ്പൽ ചെയ്ത് കളഞ്ഞു. സോ യു ഗോട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ഒരു ബാർ മാഗ്നറ്റിനെ ഇപ്പോൾ ദൂരേക്ക് കൊണ്ടുപോയി. സോ ഹിയർ സൗത്ത് പോൾ ഷുഡ് ഡെവലപ്പ്. നമുക്കറിയാം സൗത്ത് പോൾ ഈസ് ക്ലോക്ക് വൈസ്, അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഉണ്ടായി. സോ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ലൈഫ് ഗായ്സ്, ഇത് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അറിയാത്ത കുട്ടികളാണ് ചോദ്യം, ഡിഡ് യു അണ്ടർസ്റ്റുഡ് ലെൻസസ് ലോ? ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ നോർത്ത് പോൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് തെറ്റിക്കുമോ, ഏത് പോളാണ് ഡെവലപ്പ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ സാർ എന്ന് പറഞ്ഞിരിക്കുമോ? ഒരിക്കലും ഇരിക്കരുത്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായോടാ എങ്ങനെയാണ് നോർത്ത് പോൾ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കുക, ആൻഡ് വാട്ട് ഇസ് ലെൻസസ് ലോ എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഇത്രയും കാര്യങ്ങളും മനസ്സിലാക്കുക. കാരണം ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ദിസ് ഇസ് ഇനഫ് ടു ക്യാരി യുവർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഫോർവേഡ്. ഇതാണ് ഇതിൻ്റെയൊക്കെ കോർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് മനസ്സിലായല്ലോ എന്നുള്ള കാര്യം. ഓക്കെ, ഇതിൻ്റെ കൂടെ ലെൻസസ് ലോ പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ടെന്ന്. അത് ഞാൻ പറഞ്ഞു E is equal to d/d5/dt. ഓക്കെ ആണല്ലോ? അത് വന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് n കോയിൽസ് ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഇ എം എഫിനെ അല്ലെങ്കിൽ ഈ ഇ എം എഫ് ഉണ്ടാവുന്നതിന് എന്തിനറിയോ, ഈ മാഗ്നറ്റിക് ഫീൽഡിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ സർ ക്രിസ്റ്റൽ ക്ലിയർ? യെസ് സർ, മനസ്സിലായി. യെസ് ക്ലിയർ. ഓക്കെ ഫൈൻ, താങ്ക് യു. അത് മതി. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായാൽ തന്നെ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഓക്കെ അല്ലോ? ഈ ചാപ്റ്റർ ഇസ് ഓൾ അബൌട്ട് കൺസെപ്റ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇത് കഴിഞ്ഞ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പോകുമ്പോൾ ഞാൻ പറയും ഈ ചാപ്റ്ററിൽ കൺസെപ്റ്റ് ഒന്നുമില്ല, കുറച്ച് തിയറി മാത്രമേ പഠിക്കാനുള്ളൂ. അത് ഞാൻ വൃത്തിക്കങ്ങ് പറഞ്ഞുതരും. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ ഹിയർ n is equal to E is equal to ND5/dt. ഞാൻ പറഞ്ഞു ഇവിടെ മാഗ്നറ്റിക് ഈ ഒരു സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കറണ്ട് ഇതിലൂടെ ഒഴുകാൻ കാരണം എന്താടാ, ഈ ഒരു കോസിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ്. അതായത് ഇവർ പരസ്പരം ഓപ്പോസിറ്റ്ലി വർക്കിംഗ്, അതായത് ഒന്ന് കൂടുന്നത് തന്നെ മറ്റേത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ലെൻസ് ഒരു മൈനസ് സൈൻ അവിടെ കൊടുത്തത്. ഓക്കെ ആണല്ലോ? സോ ഒരുപാട് പേർക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ലൈഫ് യു മൈറ്റ് ബി നോയിങ് വൈ ദർ ഇസ് എ നെഗറ്റീവ് സൈൻ. എന്തിനാടാ, ആ വരുന്ന മാഗ്നറ്റിക് ഫ്ലെക്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇലക്ട്രിക് ഫ്ലെക്സ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ കറണ്ട് അഹോരാത്രം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അത് നെഗറ്റീവ് ആയത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഇസ് വൺ തിങ്. ഇനി ഡെഫിനറ്റ്ലി ഈ ഒരു ചോദ്യം കുറച്ച് പേര് ചോദിക്കാറുണ്ട്, സർ വെറുതെ കറണ്ട് ഉണ്ടായി
ഈ കറണ്ട് ഉണ്ടാകുന്ന സമയത്ത് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിക്കൊന്നൊരു റോളില്ലേ? നമ്മൾ എപ്പോഴും പറഞ്ഞാണ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. അങ്ങനെയുള്ളവരാണ് ചോദിക്കാറ് ലെൻസസ് ലോ അത് തെറ്റിച്ചില്ലേ? എന്നാൽ തെറ്റിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊരു ഒരു മാഗ്നറ്റ് ഇടുന്ന സമയത്ത് നിങ്ങൾ വർക്കൊന്നും ചെയ്യുന്നില്ല എന്നതിനർത്ഥം അതിൻ്റെ വർക്കൊന്നും ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണോ? ശ്രദ്ധിച്ചേ, നിങ്ങളിത് താഴേക്ക് ഇടുന്ന സമയത്ത് ഗ്രാവിറ്റി ഈസ് ഡൂയിങ് ദി വർക്ക്. ഗ്രാവിറ്റി ഈസ് ഡൂയിങ് ദി വർക്ക് ടു ബ്രിങ് ദ മാഗ്നറ്റ് ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ്. ഓക്കെ ആണല്ലോ? ആ ചെയ്യുന്ന വർക്കാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? സോ നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് കോൺസിക്വൻസ്. വർക്ക് ഡൺ ഇൻ മൂവിങ് ദി മാഗ്നറ്റ് ഈസ് കൺവേർട്ടഡ് into ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ ആണല്ലോ? ഇതുകൊണ്ടാണ്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സാധനത്തിന് നിങ്ങൾ പൊക്കിയെടുത്ത് നിങ്ങൾ വർക്ക് ചെയ്ത് മുകളിൽ വന്നിട്ട് എന്ത് ചെയ്യണം? നേരെ നമ്മുടെ കോയിലിൻ്റെ മുകളിൽ വെക്കണം, എന്നിട്ട് അത് താഴേക്ക് ഇടുകയാണ് ചെയ്യുക. ഓക്കെ ആണല്ലോ? സോ അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? ഈ ലെൻസസിലോ കൺസർവേഷൻ ഓഫ് എനർജിനെ തെറ്റിക്കാണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് അബൌട്ട് ദി കൺസർവേഷൻ ഓഫ് എനർജി ബൈ ലെൻസസിലോ. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചേ, ഇപ്പോൾ ഇത് ഒരു യൂഷ്വൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു കോയിലാണ്. ഇതിലേക്ക് ഒരു നോർത്ത് പോൾ സൗത്ത് പോളുള്ള ഒരു മാഗ്നറ്റ് നീ ഇടുകയാണ്. നീ ഇടുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് ഇതിലൂടെ ഒരു നോർത്ത് പോൾ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ ആണ്? നോർത്ത് പോൾ ഇസ് എസെൻഷ്യലി യുവർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള കറണ്ട്. ഓക്കെ ആണല്ലോ? ആൻറ്റി ക്ലോക്ക് വൈസിലുള്ള കറണ്ട്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് നോർത്ത് പോളാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മളിതിനെ വെറുതെ ഒരു ലാൻഡിൽ വെറുതെ അങ്ങ് ഇടുകയാണ്. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ താഴേക്ക് വീഴുമ്പോൾ ഇവിടെ നോർത്ത് പോൾ ഡെവലപ്പ് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസസ് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ? നോർത്ത് പോൾ റിപ്പൽഷൻ കാരണം മുകളിലേക്ക് ഒരു ഫോഴ്സ് അത് എക്സ്പീരിയൻസ് ചെയ്യും. അങ്ങനെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇതിൻ്റെ ആക്സലറേഷൻ വിൽ ബി ലെസ് ദാൻ ജി എന്നുള്ള രീതിയിൽ ഇതിനെ ആക്സലറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ആക്സലറേഷൻ ജിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ ആണല്ലോ? ബട്ട് ദ സെയിം തിങ് ഇഫ് ഐ ഡു ലൈക്ക് ദിസ്, ഒന്ന് ഓപ്പൺ സർക്യൂട്ടാക്കി കൊടുക്കാം. ഓക്കെ ആണ്? ഇതിനൊരു ഓപ്പൺ സർക്യൂട്ടാക്കി കൊടുത്തു. എന്നിട്ട് നൗ ഐ ആം ത്രോയിങ് ദ സെയിം മാഗ്നറ്റ്. ഇപ്പം എന്ത് പറ്റി? ഇതിൽ EMF ഉണ്ടാവില്ല. കാരണം ആൻഡ് ഇലക്ട്രിസിറ്റി ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ഓൺലി ഇൻ ക്ലോസ്ഡ് സർക്യൂട്ട്. ഇപ്പോൾ ഇത് താഴത്തേക്ക് വരുമ്പോൾ A വിൽ ബി ഈക്വൽ ടു G. ഓക്കെ ആണല്ലോ? A വിൽ ബി ഈക്വൽ ടു G. സോ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ശരി. ഇനി നിങ്ങൾക്ക് കറണ്ട് ഉണ്ടാവുമെന്ന് തോന്നും, എന്നാൽ കറണ്ട് ഉണ്ടാവാത്ത കുറച്ച് കേസസ് ഉണ്ട്. അതായത് നോ EMI ഇസ് ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്ന കേസസ് ഒരു കേസസാണ്. ഏതൊക്കെ കേസസിലാണ്? ഒന്നാമത്തെ കാര്യം ബാർ മാഗ്നറ്റ്, അതുപോലെ തന്നെ റിങ്. ബാർ മാഗ്നറ്റ് ഒരു V വെലോസിറ്റിയിൽ പോവാണ്, ഒരു റിങ്ങും V വെലോസിറ്റിയിൽ പോവാണ്. രണ്ടും ഒരേ വെലോസിറ്റി പോവാണ്. അവരുടെ ഇടയിൽ കറണ്ട് ഉണ്ടാവുമോ? ഇല്ല. ബിക്കോസ് ദർ ഈസ് നോ റിലേറ്റീവ് മോഷൻ. അടുത്ത് ഇതാണ് ഒന്നാമത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസ്, ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. ഇതൊരു V വെലോസിറ്റി പോവാണ്. എഗെയിൻ ഇതൊരു V വെലോസിറ്റി പോവാണ്. കറണ്ട് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതാണ് സെക്കൻഡ് കേസ്. മൂന്നാമത്തെ കേസ്, ഇത് ബാർ മാഗ്നറ്റ് ആണ്. ആൻഡ് ബാർ മാഗ്നറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. ഓക്കെ ആണല്ലോ? മനസ്സിലാക്കുക, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നോ ഫ്ലെക്സ് ലിങ്കേജ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ഗൈ. കാരണം കോയിലിൻ്റെ അടുത്തു കൂടെ പോയാലോ ഇല്ലെങ്കിൽ കോയിലിന് അറൗണ്ട് ആയിട്ടുള്ള ഫ്ലെക്സ് മാറിയാലേ ഇത് മാറുള്ളൂ. ഇതിങ്ങനെ കറങ്ങിയോണ്ട് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഫ്ലെക്സ്. സോ ഇതിലും ഉണ്ടാവില്ല. അടുത്തത്, രണ്ട് കോയിൽസ് ഇങ്ങനെ കറങ്ങാണ്, രണ്ടും ഇങ്ങനെ കറങ്ങാണ്. ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഫ്ലെക്സ്. ഓക്കെ ആണല്ലോ? സോ അടുത്ത കാര്യം, ഓക്കെ, ദിസ് ഈസ് എ സോളിനോയിഡ്. ഓക്കെ ആണല്ലോ? ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ സോളിനോയിഡിലൂടെ എന്തെങ്കിലും ഫ്ലെക്സ് ലിങ്കേജ് ഉണ്ടാവുക? ശ്രദ്ധിച്ചേ, ഇതിലൂടെ ഉണ്ടാകുന്ന ഫ്ലെക്സ് ഇങ്ങനെ ഉണ്ടാവുക. അല്ലേ? അതായത് നമ്മുടെ ഫീൽഡ് ലൈൻസിന് പാരലായിട്ട് ദർ ഈസ് നോ ഫ്ലെക്സ് കട്ടേജ്. ഇങ്ങനെ ഉണ്ടാവുക. നമ്മൾ ഇങ്ങനെ ഒരു പ്ലെയിൻ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടക്ടർ എന്നുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ടാവുക.
ഓക്കെ ആണല്ലോ. സോ വാട്ട് ഹാപ്പൻസ് ഇതിൽ ഫ്ലെക്സ് കട്ടിങ് ഉണ്ടാവില്ല, ഒരിക്കലും ഇതിനെ കട്ട് ചെയ്യില്ല, അതാണ് സംഭവിക്കാൻ പോകുന്നത്. സോ ദർ വോണ്ട് ബി എനി കട്ടിങ്, അതായത് ഏരിയ വെക്ടറും ഇതിനും പരസ്പരമുള്ള ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. അങ്ങനെയുള്ളതുകൊണ്ട് ദർ വിൽ നോട്ട് ബി എനി കൈൻഡ് ഓഫ് ഫ്ലെക്സ് കട്ടിങ്. അതുകൊണ്ട് ഇവിടെ എന്തുണ്ടാവില്ല, ദർ വോണ്ട് ബി എനി ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ ആണല്ലോ, ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ആണല്ലോ. പിന്നെയുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു തവണ എയിംസിന് ചോദിച്ചായിരുന്നു ഇത്. രണ്ട് കോയിലും പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിലും ദർ വിൽ നോട്ട് ബി എനി ഫ്ലെക്സ് കട്ടേജ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളിലൊന്നും എന്തുണ്ടാവില്ല, ദർ വോണ്ട് ബി എനി ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ ആണല്ലോ. പിന്നെ 1-2 കുട്ടികൾ എനിക്ക് ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സാർ കോംബി ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറച്ചുകൂടെ അധികം ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കോംബി ക്ലാസ്സസ് എന്ന് പറയുന്നത് ഒരു റിവിഷൻ സീരീസാണ് അല്ലേ. അപ്പോൾ ഇതിൽ തിയറിയിലാണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ തിയറി അറിയാണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തിയറി എല്ലാം അറിയുമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇഷ്ടം പോലെ ഉണ്ട്, അതിൽ സൊല്യൂഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് നോക്കി തിയറി ഇതാണല്ലോ, ഓക്കെ ഈ ഇക്വേഷൻ എനിക്ക് മനസ്സിലായി, ഈ കൺസെപ്റ്റ് സാറെന്ന് പറയുകയാണ് എനിക്കറിയാം, ചെയ്യാം. പക്ഷേ തിയറി നിങ്ങൾക്കൊരു ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, സോ ശരിക്കും ഫാക്കൽറ്റീസിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിയറി പഠിപ്പിച്ചു തരിക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ ഇതേപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഇങ്ങനെ തരും, ഒരുപാട് ഇക്വേഷൻസ് ഇങ്ങനെ തരും. ഇതെല്ലാം നമ്മുടെ എക്സാംസ് എന്താ പറയുക, നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻസിലും ചോദിച്ചിട്ടുള്ള ഓരോ ഇക്വേഷൻസാണ്. ഞാനതെല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്ത് എല്ലാ ടോപ്പിക്കിൽ നിന്നും ചോദിച്ച ഇക്വേഷൻ ഓരോ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഒരുമിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. സോ ഇൻഡയറക്ട്ലി വി ആർ കവറിങ് ത്രൂ ഹൺഡ്രഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. അത് കൺസെപ്റ്റ്സ് ആയിട്ടും ഇക്വേഷൻസ് ആയിട്ടും ഒക്കെ ഉണ്ട്, ഡയമെൻഷൻ ആയിട്ടൊക്കെ. നമ്മൾ പ്രോപ്പറായിട്ട് പറയുന്നില്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. വി വിൽ സ്റ്റിൽ ട്രൈ ടു ഡു ഇറ്റ് ബട്ട് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു. നൗ വി ആർ മൂവിങ് ഇൻ ടു സംതിങ് കോൾഡ് ആസ് ആൻ ഇൻഡ്യൂസ്ഡ് പാരാമീറ്റേഴ്സ്. അതായത് നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ, ഇപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോ പാരാമീറ്റേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഡ്യൂസ് ചെയ്തത്, അതുപോലെ അതിൻ്റെയൊക്കെ ഇക്വേഷൻസ് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ അറിയണം. ഓക്കെ ആണല്ലോ. സോ ഫസ്റ്റത്തെ പാരാമീറ്റർ ആണ് ഇൻഡ്യൂസ്ഡ് EMF. വാട്ട് ഈസ് ഇൻഡ്യൂസ്ഡ് EMF? നമുക്കറിയാം അതിനകത്ത് ഉണ്ടായ EMF ആണ് അല്ലേ. ആ EMFൻ്റെ വാല്യൂ E is equal to minus d∅dt. ഇൻഡ്യൂസ്ഡ് EMF E is equal to minus d∅dt. ഓക്കെ ആണല്ലോ. ഇതാണ് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് d∅dt. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട്? ഇൻഡ്യൂസ്ഡ് കറണ്ട് I is equal to minus 1/R d∅dt. കാരണം നമുക്കറിയാം V is equal to IR ആണ്. therefore I is equal to V/R and V is equal to d∅dt അല്ലേ. അപ്പോൾ ഇൻറ്റു 1/R കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ. യു ഗെറ്റ് ദി ആൻസർ. അങ്ങനെയാണ് I is equal to minus 1/R into d∅dt എന്നൊരു ആൻസറിലേക്ക് നമ്മൾ എത്തിയത്. ഓക്കെ ആണല്ലോ. ഫൈൻ. വാട്ട് ഈസ് ദ ഇൻഡ്യൂസ്ഡ് ചാർജ്? പറഞ്ഞേടാ, എന്താണ് ഇൻഡ്യൂസ്ഡ് ചാർജ് എന്ന് പറയുന്നത്? ഇൻഡ്യൂസ്ഡ് ചാർജ് dq is equal to, അതിനേക്കാൾ എളുപ്പം നമുക്കറിയാം ചാർജ് is equal to I/dt അല്ലേ. നമുക്കറിയാലോ I is equal to dq/dt ആണെങ്കിൽ dq is equal to I/dt. സോ ഇത് dq is equal to ഐൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഈ വാല്യൂ minus 1/R into d∅dt. അത് കൊടുത്ത് വെൻ യു റീഅറേഞ്ച് യു ഗെറ്റ് ആൻ ഇക്വേഷൻ minus d∅/R. മക്കളെ ദിസ് ഇക്വേഷൻ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പോഴത്തെ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒരുപാട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ദ ഇൻഡ്യൂസ്ഡ് ചാർജ് എന്നുള്ള കാര്യം. ഓക്കെ ആണല്ലോ. സോ ഇൻഡ്യൂസ്ഡ് ചാർജ് എന്താണെന്ന് ഒരുപാട് പേര് ക്വസ്റ്റ്യൻസിലൂടെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ആകെ വേണ്ടത് ഫ്ലെക്സ് ലിങ്കേജ് ചേഞ്ചും അതുപോലെ തന്നെ റെസിസ്റ്റൻസും മാത്രമാണ്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ്. അടുത്താണ് വാട്ട് ഈസ് ദ ഇൻഡ്യൂസ്ഡ് ഹീറ്റ്? ഹീറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക H വെച്ചിട്ടാണ്. ആൻഡ് ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ 0 to t I²R dt. ഓക്കെ ആണല്ലോ. ഓർ ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to t E²/R dt. ഓക്കെ ആണല്ലോ. ഇതാണ് ഇൻഡ്യൂസ്ഡ് ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇൻഡ്യൂസ്ഡ് ഹീറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to t I²R t അല്ലെങ്കിൽ E²/R dt. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് അബൌട്ട് ദി ഇൻഡ്യൂസ്ഡ് ഹീറ്റ്. ഓക്കെ ആണല്ലോ. ഫൈൻ. അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് മാറുന്ന സമയത്ത് നമുക്കൊരു ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഒരു EMF ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക
എവിടെയൊക്കെ ഇ എം എഫ് ജനറേറ്റ് ചെയ്യുന്നു, എവിടെയൊക്കെ ചാർജ് ഒഴുകുന്നോ, ദാറ്റ് ഈസ് ഓൾവേസ് റിലേറ്റഡ് വിത്ത് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ ആണല്ലോ. സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ സാധനം അവിടെ ഉണ്ടായി. സോ അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ബി ആസ്കിങ് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, എന്തൊക്കെയാണ് ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകതകൾ നിന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കും. സോ അതിൽ ഒന്നാമത്തെ കാര്യം, ഇതെല്ലാം ക്ലോസ്ഡ് കേർവ്സ് ആയിരിക്കും, എല്ലാം ക്ലോസ്ഡ് കേർവ്സ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, എഫ് ഈക്വൽ ടു ക്യു ഇ എന്ന് പറഞ്ഞ റിലേഷൻ ഈസ് വാലിഡ്. ഓക്കെ ആണല്ലോ, ഇതൊരു വാലിഡാണ്. ഓക്കെ ആണല്ലോ, ശരി. സോ ഇത് പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, NCERT ഒരു സൈഡിൽ വെച്ച് നമ്മളാരും ശ്രദ്ധിക്കാണ്ട് പോയൊരു കാര്യമുണ്ട്. ഈ ഇൻഡ്യൂസ്ഡ് EMF കാരണമുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഒരു നോൺ കൺസർവേറ്റീവ് ഫീൽഡാണ്, അതുകൊണ്ട് തന്നെ കൺസെപ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ, ഇവിടെ പൊട്ടൻഷ്യൽ വർക്ക് ചെയ്യില്ല. ഇവിടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞൊരു കാര്യത്തിന് ഒരു മീനിങ്ങും ഇല്ല. സോ കൺസെപ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഹാസ് നോ മീനിങ്. ഓക്കെ ആണല്ലോ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് മക്കളെ. സോ എന്താണ് ഇങ്ങനെ വരും, ഇതൊക്കെ നിങ്ങൾക്ക് അസേഷൻ റീസൺ ആയിട്ട് വരാം. എന്താ ഒരു എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് കോസസ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ ആണല്ലോ, അസേഷൻ റീസൺ, magnetic field produces a magnetic field, electric field produces an electric field potential also. ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താ? റീസൺ തെറ്റാണ്. കാരണം എന്താ? there is no concept of potential associated with this electric field. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ആണല്ലോ, ഈ മൂന്നെണ്ണേ ഉള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾക്ക് അറിയുന്ന ബേസിക് കാര്യങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, ശരി. പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ നമ്മൾ അടുത്തത് കയറാൻ പോകുന്നത്, സർ ഒന്നുകൂടെ പറയോ? എടാ വേറെ ഒന്നുമില്ല, ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകത ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഒന്ന് ക്ലോസ്ഡ് കേർവ് ആണ്, രണ്ടാമത് എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ വാലിഡ് ആണ്. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലക്ട്രിക് ഫീൽഡ് ഒരു നോൺ കൺസർവേറ്റീവ് ഫീൽഡാണ്. ഓക്കെ ആണല്ലോ, ഒരു നോൺ കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ കൺസർവേഷണൽ ലോസ്, അതായത് കൊടുക്കുന്ന വർക്കിനെ തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ വർക്ക് ഡൺ ഇൻ മൂവിങ് ആൻ ഒബ്ജക്റ്റ് ഫ്രം വൺ പോയിൻറ്റ് ടു അതർ ഇസ് സീറോ ഇൻ ആൻ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്നൊക്കെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ പഠിച്ച കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആവില്ല. അങ്ങനെ വർക്കൗട്ട് ആവാത്തതുകൊണ്ട് തന്നെ ഇവിടെ പൊട്ടൻഷ്യലിൽ ഒരു റോളില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ, ദർ ഈസ് നോ റോൾ ഫോർ പൊട്ടൻഷ്യൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്തതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കുറച്ച് കാര്യം. സോ ദിസ് ഈസ് ആൻ ഏരിയ അല്ലേ, ഇതൊരു സർക്കിളോ എന്തോ ആയിക്കോട്ടെ, ലൂപ്പ്. ഈ അതിൻ്റെ ഉള്ളിൽ ഫുൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് അറിയാലോ, അമ്പുണ്ട്, ഇതുണ്ട്. സോ മനസ്സിലാക്കാം, ഇത്രയേ ഉള്ളൂ. ഒരു ആരോനെ നിങ്ങൾ സങ്കല്പിക്കുക. ഒരു ആരോ ലുക്സ് സംതിങ് ലൈക്ക് ദിസ്. എന്തോ അല്ലേ ആരോ ഇരിക്കുന്നത്, മുമ്പെന്ന് ഒരാൾ ആരോ, അതായത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരു ആരോ ഒരു കുത്തായിട്ടാണ് കാണുക. സോ ഇങ്ങനെ കുത്ത് നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക്, അപ്പോൾ ഇത് കാണുകയാണെങ്കിൽ പേപ്പറിൽ നിന്ന് പുറത്തേക്ക് നിങ്ങളെ ഫേസ് ചെയ്ത് വരുന്നതാണ് ഈ ഡയറക്ഷൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ്, അതായത് ഒരു ആരോ നിങ്ങളെ വിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നതാണ് എന്ത്, ആ ക്രോസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ബേസിക്കലി ഗെറ്റിംഗ് ഇൻ ടു ദ പേപ്പർ. അപ്പോൾ ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ഇൻ ടു ദ പേപ്പർ, ആൻഡ് ഈ ഒരു ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദി പേപ്പർ. മനസ്സിലായോ? സോ ഈ രണ്ട് കൺസെപ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും, ഇറ്റ് ഈസ് ഗോയിങ് ഇൻ ടു ദ പേപ്പർ. അപ്പോൾ നമുക്ക് 3 പോയിൻറ്റ്സ് ആണ്, 0.3, 0.2, 0.1 അങ്ങനെ 3 പോയിൻറ്റ്സ് ആണുള്ളത്. നമ്മുടെ കാര്യം ഈ 3 പോയിൻറ്റ്സിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ ആദ്യത്തത് ഫസ്റ്റ് പോയിൻറ്റ്. ഓക്കെ ആണോ? ഫസ്റ്റ് പോയിൻറ്റിൽ നിങ്ങൾ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, അതിൻ്റെ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട. ഇ ഈസ് ഈക്വൽ ടു R/2 dB/dt. E is equal to R/2 dB/dt. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ ശ്രദ്ധിക്കും, E inside എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്റ്റ് ഇൻ റിലേഷൻ വിത്ത് R അല്ലേ. സോ E inside ഈസ് പ്രപ്പോർഷണൽ ടു R. ഓക്കെ ആണല്ലോ, E inside ഈസ് പ്രപ്പോർഷണൽ ടു R. അടുത്തത് R ഈസ് ഔട്ട്സൈഡ്, ഇവിടെ ഇതാണ് R. ഓക്കെ ആണല്ലോ, R ഈസ് ഔട്ട്സൈഡ്. R ഔട്ട്സൈഡ് ആകുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് E ഈസ് ഈക്വൽ ടു
r square by 2r. It is at a distance small letter r. ഓക്കെ ആണല്ലോ. r square by 2r dB by dt. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ കണ്ടാൽ മനസ്സിലാവും E is inversely proportional to r. ഓക്കെ ആണല്ലോ. ആൻഡ് ലാസ്റ്റ് വൺ, r സർഫസിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ആറിൻ്റെ അവിടെ ക്യാപിറ്റൽ r കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ. സോ ഇറ്റ് വിൽ ബി E is equal to, അപ്പോൾ എന്ത് പറ്റി, അപ്പോൾ ഈ ആറും വെട്ടിപ്പോവും. അപ്പോൾ r/2 മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. സോ E is equal to r/2 dB by dt. E is equal to r/2 dB by dt. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് വെൻ ഇറ്റ് ഈസ് ഇൻ ദി സർഫസ്. ഓക്കെ ആണല്ലോ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ, അതിനെക്കുറിച്ച് പഠിക്കാനുള്ളത്. Now we are moving into the next topic, which is also called as the type of EMI. ഓക്കെ ആണ്. അപ്പം നമ്മൾ ഫാത്തിമ സുഹാന എത്ര മണി വരെയാണ് ക്ലാസ് മക്കളെ? അത് ഞാൻ ചോദിക്കാം. 7:30 ഷിറ്റ്. ഞാൻ ആക്ച്വലി വിചാരിച്ചത് 2 മണിക്കൂറാണ് ക്ലാസ്. ഓക്കെ ആണല്ലോ. ഒരു പ്രശ്നം എന്താ പറയുക, നമ്മൾ ഈ ഒരു പേസിൽ ഈ ഒരു സ്പീഡിൽ പോവുകയാണെങ്കിൽ ക്ലാസ് ചിലപ്പോൾ ഒരു 2.5 മണിക്കൂർ ഉണ്ടാവാം. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഒരു 9 മണി വരെ ക്ലാസ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ, അതോ ഞാനൊരു സ്പീഡ് കൂട്ടി ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ തീർക്കണോ? കാരണം അങ്ങനെയാണെങ്കിൽ എനിക്കിനി ഒരു അരമണിക്കൂർ കൊണ്ട് EMI തീർത്ത് ഒരു അരമണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, EM വേവ്സ് തീർക്കേണ്ടി വരും. അല്ല നിങ്ങൾക്കൊരു അരമണിക്കൂറോടെ എക്സ്ട്രാ, അതായത് ഒരു 9 മണി ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സ്പീഡിൽ തന്നെ നമുക്ക് പോയിട്ട് ചാപ്റ്റർ ഫുള്ള് തീർക്കാം. ഒരു 3/4 മണിക്കൂർ എടുത്തിട്ട് നമുക്ക് EM വേവ്സിൽ വേണ്ട തിയറിയും പറഞ്ഞു പോകാം. എന്താ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് പറയുമോ? നിങ്ങൾ എന്താണോ പറയുന്നത് അതുപോലെ ഞാൻ ചെയ്യാം. വാട്ട് ഡു യു വാണ്ട്? ഇതേ സ്പീഡിൽ ഇങ്ങനെ പോയാൽ മതിയോ, അതോ സ്പീഡ് ഒന്ന് കൂട്ടിയിട്ട് പെട്ടെന്ന് ചാപ്റ്റർ തീർക്കണം? എന്താ വേണ്ടത് നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങളുടെ ഇൻപുട്ടാണ് നമ്മുടെ ക്ലാസ്. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി ഇറ്റ്സ് അബൌട്ട് ദി ടൈപ്പ് ഓഫ് EMI. ഓക്കെ ആണല്ലോ. സോ ടൈപ്പ് ഓഫ് EMIയിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഏരിയ അതുപോലെ തന്നെ ആംഗിൾ, ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കുക. അതുപോലെ അങ്ങനെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് പ്രൊഡ്യൂസിങ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസിങ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാധനമാണ് എന്ത്, സ്റ്റാറ്റിക് EMI എന്ന് പറയുന്നത്. ഇത് സ്പീഡ് ഈസ് ഓക്കെ ആണ്. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പീഡിൽ ഇങ്ങനെ പോയിട്ട് ഈ ചാപ്റ്റർ ഫുള്ള് കവർ ചെയ്യാം. ഓക്കെ ആണല്ലോ. മേ ബി ഒരു 2.5 മണിക്കൂർ എടുക്കും, വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഫുൾ ചാപ്റ്റർ വൃത്തിക്ക് തീർക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ ജസ്റ്റ് ബിയർ വിത്ത് മീ ആസ് യൂഷ്വൽ, വി ആർ ഗോയിങ് ടു ഫിനിഷ് ദിസ്. ഓക്കെ, സോ അപ്പോൾ എന്ത് പറ്റി, ഇവിടെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എന്താ പറയുക, മാഗ്നറ്റിക് ഫ്ലക്സ്. സോ ദിസ് ഇസ് നോൺ എസ് സ്റ്റാറ്റിക് EMI. അപ്പോൾ ഈ സ്റ്റാറ്റിക് EMI പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 2 ടൈപ്പിലാണ് ഉണ്ടാവുക. ഇറ്റ് കുഡ് ബി ഐദർ ഇൻ ദ ഫോം ഓഫ് സെൽഫ് ഇൻഡക്ഷൻ or it could be in form of mutual induction. ഓക്കെ ആണല്ലോ. ഇതൊന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്ത പോയിന്റ്, ഇഫ് മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ ആംഗിളും കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കാം. അതുപോലെ ഏരിയ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഏരിയ ചേഞ്ച് എന്ത് ചെയ്യാണ്, ഏരിയ ചേഞ്ച് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആണ് ഫ്ലക്സ് ഉണ്ടാക്കിയത്, ഇവിടെ ഏരിയ ചേഞ്ച് ആണ് ഫ്ലക്സ് ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ വി കോൾ ദിസ് എസ് ഡൈനാമിക് EMI. ഓക്കെ ആണോ, ഡൈനാമിക് EMI. അടുത്തതാണ്, ഇഫ് ഏരിയ ചേഞ്ചസ് ഏരിയ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ചേഞ്ച് ഇൻ ആംഗിൾ ഈസ് പ്രൊഡ്യൂസിങ് എ ചേഞ്ച് ഇൻ ദി ഫ്ലക്സ്. ഓക്കെ ആണല്ലോ. ഇവിടെ ആംഗിൾ മാറിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലക്സ് മാറിക്കൊണ്ടിരിക്കുന്നത്. ദിസ് ഗായ് ഈസ് നോൺ എസ് പീരിയോഡിക് EMI. ഇതാണ് റൊട്ടേറ്റിംഗ് കോയിൽ അഥവാ നമ്മുടെ എന്താണ് ജനറേറ്ററിലൊക്കെ കാണുന്നത്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് അബൌട്ട് ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് EMI. എന്താണ് സ്റ്റാറ്റിക് EMI? സ്റ്റാറ്റിക് EMI ഉണ്ടാവുന്നത് ആംഗിളും ഏരിയയും തീറ്റയും കോൺസ്റ്റൻ്റ് ആകുമ്പോഴാണ്. ഡൈനാമിക് EMI ഉണ്ടാവുന്നത് മാഗ്നറ്റിക് ഫീൽഡും ആംഗിളും കോൺസ്റ്റൻ്റ് ആകുമ്പോഴാണ്. പീരിയോഡിക് EMI ഉണ്ടാവുന്നത് നമ്മുടെ ഏരിയയും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും കോൺസ്റ്റൻ്റ് ആകുമ്പോഴാണ്. ഓക്കെ ആണല്ലോ. സോ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൗ വി ആർ മൂവിങ് ഇൻ ടു സെൽഫ് ഇൻഡക്ഷൻ. ഓക്കെ ആണല്ലോ. ശരിക്കും ഈ ചാപ്റ്ററിൽ നമ്മൾ പകുതി കൂടുതലായിട്ടോ, മക്കളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാർ ഇത് മതി, ബട്ട് EM വേവ് ഷുവറായിട്ട് എടുക്കില്ല.
സംഗീത ഞാനൊരു കാര്യം പറയാം, ഞാൻ ഈ ചാപ്റ്റർ എങ്ങനെ വലിച്ചു നീട്ടി എടുത്താലും 2 മണിക്കൂർ 2.5 മണിക്കൂർ കൊണ്ടൊക്കെ എന്തായാലും തീരും. എത്ര സ്ലോ ആയി പോലും എത്ര ക്വസ്റ്റ്യൻ ചെയ്തോളും, സ്റ്റിൽ ഐ ഹാവ് ഹാഫ് ആൻ അവർ മോർ ലെഫ്റ്റ്. കാരണം നമ്മൾ ഒരു മാക്സിമം ഒരു 3 hour വരെയൊക്കെ കോമ്പി എടുക്കാറുണ്ട്, അത് കാണുന്നവർക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു പേടിയും പേടിക്കേണ്ട, EM വേവ്സ് തീർക്കാണ്ട് നമ്മൾ ഇന്ന് പോവില്ല. ഓക്കെ ആണല്ലോ, ഈ 2 ചാപ്റ്ററും ഫുൾ തീർത്തിട്ട് നമ്മൾ പോകുള്ളൂ. ഓക്കെ ആണല്ലോ. സോ യു ഡോണ്ട് ഹാവ് ടു വെറി അബൌട്ട് ഇറ്റ് അറ്റ് ഓൾ. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കണം. നീ എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഓക്കെ ആണല്ലോ. സോ സെൽഫ് ഇൻഡക്ഷനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ. സി, ഒരു കോയിലിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആദ്യം ഈ കോയിലുള്ള കറണ്ട് 0ആണ്. ദെൻ സഡൻലി ഇറ്റ് റൈസസ് ടു എ മാക്സിമം കറണ്ട് I. അപ്പോൾ മേ ബി ഒരു മൈക്രോ സെക്കൻഡോ ഒരു മില്ലി സെക്കൻഡോ മാത്രം ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എങ്കിൽ പോലും മനസ്സിലാക്കുക, ദർ ഇസ് എ ചേഞ്ച് ഇൻ കറണ്ട്, അല്ലേ? 0-ൽ നിന്ന് Iയിലേക്ക് കറണ്ട് കൂടിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഓഫ് ചെയ്യുന്ന സമയത്ത് Iയിൽ നിന്ന് 0-ലേക്ക് കറണ്ട് കുറഞ്ഞിരിക്കുകയാണ്, അല്ലേ? സോ ദിസ് ഇസ് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, സോളിനോയിഡ്. ഈ സോളിനോയിഡിൽ കറണ്ട് ക്യാരി ചെയ്യുമ്പോൾ 0-ൽ നിന്ന് I എത്തുന്ന സമയത്ത് ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കണ്ടക്ടർ. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ദർ ഇസ് എ ചേഞ്ച്. വളരെ കുറഞ്ഞ സമയത്തേക്കേ ചേഞ്ച് ഉള്ളൂ, പക്ഷേ ദർ ഇസ് എ ചേഞ്ച്. അങ്ങനെ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ഇതിനകത്തൂടെ ഒഴുകുന്ന കറണ്ടിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി വേറൊരു കറണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അതിനാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദാറ്റ് ഗായ് ഈസ് കോൾഡ് ആസ് സെൽഫ് ഇൻഡക്ഷൻ. അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്ന് മനസ്സിലായോ? ഒഴുകുന്ന കറണ്ടിന് ഓപ്പോസിറ്റായി അതിലൂടെ തന്നെ ട്രാൻഷൻ്റായി, അതായത് 0-ൽ നിന്ന് I എത്തുമ്പോഴോ ഇല്ലെങ്കിൽ Iയിൽ നിന്ന് 0-ലേക്ക് എത്തുമ്പോഴോ ചെറിയ ഒരു കറണ്ട് ഡെവലപ്പ് ചെയ്യും. ആ കറണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെൽഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇവിടെ കറണ്ട് ത്രൂ ദ കോയിൽ കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് കറണ്ട് അതിലൂടെ ഒഴുകുന്ന കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മനസ്സിലാക്കുക, ഈ എത്ര ഇതുണ്ടോ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഓക്കെ ആണല്ലോ. എത്ര ഫ്ലെക്സ് ലിങ്കേജ് ഉണ്ടോ ത്രൂ ഈച്ച് കോയിൽ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഓർ N∅ is equal to Li or L is equal to N∅/I. ഈ എല്ലിൻ്റെ പേരാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഓർ N∅ is equal to NBA/I. ഓർ NBA എന്ന് പറയുന്നത് എന്ത് വിളിക്കാം? ടോട്ടൽ ഫ്ലെക്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ഓക്കെ ആണല്ലോ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്, പുതിയൊരു യൂണിറ്റ് ആണ്. സോ യൂണിറ്റ് SI യൂണിറ്റ്, അല്ലേ? സോ SI യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ പെർ ആംപിയർ ഓർ ഹെൻറി ആണ്. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഈസ് ദ ഡയമെൻഷൻ? ഡയമെൻഷൻ ഈസ് m⁻², L², T⁻², ആൻഡ് A⁻². ഓക്കെ ആണല്ലോ. സോ ഇതാണ് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ഡയമെൻഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ അതൊക്കെയാണ് അതിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ബോറടിച്ച് തുടങ്ങിയോടാ, കാരണം അറൗണ്ട് ഒരു 1 hour ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തിയറിയാണ്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. വി ലിറ്ററലി സ്പോക്ക് അബൌട്ട് നത്തിങ്. എനിക്കറിയാം, വേറെ ഒന്നുമല്ല, ചാപ്റ്റർ തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറില്ല, നമ്മൾ ഈ എന്താ പറയുക, ചാറ്റ്സിൽ ഒരുപാട് കുട്ടികളുടെ ഡൗട്ട്സും ചിലപ്പോൾ വേറെ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പോൾ എന്താണ് ഈ തിയറി ഡൗട്ട്സ് വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ അതിനൊക്കെ റിപ്ലൈ ചെയ്തിട്ടാണ് യൂഷ്വലി കോൺവെർസേഷൻസ് ബിൽഡപ്പ് ചെയ്യുക. കാരണം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മോട്ടിവേഷൻ എന്തെങ്കിലും തരും, നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് മോട്ടിവേറ്റഡ് ആവും എന്നല്ലാണ്ട്. ഇഫ് യു ഹാവ് സംതിങ് ടു ടോക്ക് യു ക്യാൻ ഓൾവേസ് ടോക്ക് ഇൻ ദ ചാറ്റോ. അപ്പോൾ നമുക്കത് കാണും, അത് കണ്ട് നമുക്ക് എന്തെങ്കിലും റിപ്ലൈ ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും ചാറ്റ്സിൽ സംസാരിക്കാനൊക്കെ പറ്റും. ഓക്കെയാണ്. സോ യു ക്യാൻ ഫീൽ ഫ്രീ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണ്, അതിലൊന്നും ഒരു ഡൗട്ടും വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലൊക്കെ ചോദിക്കാം. സോ വി ക്യാൻ ഡെഫിനറ്റ്ലി ടോക്ക് ഓവർ ദി ചാറ്റ്. ഓക്കെ ആണല്ലോ. സോ അതാണ് കാര്യം. സോ ദ കറണ്ട് ത്രൂ ദി കോയിൽ കോൺസ്റ്റൻറ്റ് കറണ്ട്. ഓക്കെ ആണല്ലോ. അടുത്ത കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി ഈ അടുത്ത കാര്യത്തിൽ കറണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഇറ്റ് ഈസ് ജസ്റ്റ് ചേഞ്ചിങ്. ഓക്കെ ആണല്ലോ. സോ അതിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദ ഇൻഡ്യൂസ്ഡ് EMF ES is equal to -L di/dt.
ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് മൈനസ് എൽ ഡി ഐ ബൈ ഡി ടി ആണ്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ അങ്ങനെ ഇരിക്കെ വാട്ട് ഈസ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്? ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് യൂഷ്വലി ചോദിക്കാതാണ്. വാട്ട് ഈസ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്? ഓക്കെ ആണല്ലോ? സോ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് എൽ ഇസ് ഈക്വൽ ടു μ0 n square a by L, where L is the length of the solenoid, n is the total number of turns, a is the area of the solenoid. Okay ആണല്ലോ? അല്ലെങ്കിൽ it is also written as μ0 mu r n square a by L. If the relative എന്താണ് മറ്റേ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ μ0 mu r എന്നും കൂടെ നമ്മൾ കൊടുക്കും. ഓക്കെ ആണല്ലോ? ഫൈൻ. സർ ഇതിൻ്റെ നോട്ട്സ് കിട്ടുമോ? നോട്ട്സ് നിങ്ങൾ എഴുതിയാൽ പോരാ. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് ഞാൻ പറയുന്നു, നിങ്ങൾ ഇത് എഴുതി കൊടുക്കുന്നു. സിമ്പിൾ അല്ലേ? നിങ്ങൾ എന്തായാലും എൻ്റെ കൂടെ കണ്ടിരിക്കുകയാണ്. ഞാൻ എഴുതുന്നുണ്ടല്ലോ, ഞാൻ എഴുതുന്ന അതേ സ്പീഡിൽ നിങ്ങൾക്ക് എഴുതിയാൽ പോരെ. കാരണം ലിറ്ററലി നമുക്ക് ഒരേ കാര്യമല്ലേ എഴുതാനുള്ളത്. ആൻഡ് ഓൾവേസ് ഈ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആർ വെരി മച്ച് ബെറ്റർ ദാൻ അവർ എന്താ പറയുക ഒരു പ്രിൻറ്റഡ് നോട്ട്സ് ഓർ എനിത്തിങ് ആണെങ്കിൽ. കാരണം അതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതിനകത്ത് ആ ഹെഡിങ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇക്വേഷൻസ് ആണ്. ആ ഇക്വേഷൻസ് ഒന്നും സ്ലൈഡ്സിലില്ല, ഒക്കെ ഞാൻ എഴുതി ഉണ്ടാക്കുന്നതാണ്. ഓക്കെ ആണല്ലോ? സോ നിങ്ങൾക്ക് ഞാൻ എഴുതുന്നതിൻ്റെ കൂടെ ഇങ്ങനെ എഴുതി പോയാൽ മതി. ഞാൻ ഇനിയിപ്പോൾ ഏതെങ്കിലും ഭാഗം തിയറി പോലെ ഞാൻ എക്സ്ട്രാ എഴുതിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ടേക്ക് എന്താ പറയുക ഒരു ചെറിയൊരു ഒന്ന് പോസ് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ച് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ആഡ് ചെയ്താൽ മതിയല്ലോ. സോ ഐ യൂസ് ടു ഓൾവേസ് തിങ്ക് ലൈക്ക് ഞാൻ ഇപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ എല്ലാവരും പറഞ്ഞ ആ കാര്യമാണ്, കുട്ടികൾ എഴുതിക്കോട്ടെ. കാരണം നമ്മളത് കൊടുക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് കൊടുക്കാനൊന്നും ഇല്ല. കാരണം ഇപ്പോൾ ഞാനിത് ഫുൾ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് നമ്മൾ കുറേ ബുദ്ധിമുട്ടല്ലേ. ക്വസ്റ്റ്യൻസ് സ്ലൈഡ്സ് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. ക്വസ്റ്റ്യൻസ് എസെൻഷ്യലി പ്രീവിയസ് ഇയർ ഞാൻ എടുക്കുന്നത് നടക്കാൻ പറയും. ഞാൻ MTGയുടെ പ്രീവിയസിന് ക്വസ്റ്റ്യൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? സോ എവറി ക്വസ്റ്റ്യൻസ് ആർ ദെയർ ഇൻ ഇറ്റ് അല്ലേ? ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അതിൽ നിന്ന് പിക്ക് ചെയ്യുന്നതാണ്. സോ ദിസ് ഈസ് വൺ തിങ്. ഞാനത് കഴിഞ്ഞ തവണയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ഡോപ്പയിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. സച്ച് എസ് നമ്മുടെ റെസിഡൻഷ്യൽ ക്രാഷ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ക്രാഷ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റിപ്പീറ്റേഴ്സിനുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ബോത്ത് ഓൺലൈൻ ആൻഡ് റെസിഡൻഷ്യൽ. അപ്പോൾ നിങ്ങളിപ്പോൾ 12th കഴിഞ്ഞ ഒരാളാണ്, ഈ ഒരു വർഷത്തെ നീറ്റിനെ കുറിച്ച് കുറച്ച് ഡൗട്ട് ഉണ്ട്, അത്ര ഉറപ്പൊന്നുമില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ യു ഫീൽ ലൈക്ക് ഓക്കെ നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു കോംബി അങ്ങനെ ഇത് മാത്രം വരാം, ഒന്നുകൂടെ നമുക്കൊരു പേഴ്സണൽ മെൻറ്റർഷിപ്പ്, ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പ് വേണം. പിന്നെ അതുപോലെ തന്നെ ഡോപ്പയിൽ യു ഹാവ് ടു ബി എ പാർട്ട് ഓഫ് ഡോപ്പ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ പ്ലാനിങ് ടു ജോയിൻ ഡോപ്പ you can always leave a message to this number 8891 999 771. So you can always message to this number ഡോപ്പയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആൻഡ് വി വിൽ ഹെൽപ്പ് യു ഇൻ ഗെറ്റിംഗ് ദി അഡ്മിഷൻ പ്രോസസ് ആൻഡ് ഓക്കെ ആണല്ലോ? സോ അതാണ് കാര്യം. സോ പെർമിറ്റിവിറ്റിയുടെ കേസ് ഒന്നുകൂടെ പറയാം. ഒന്നുമില്ല, പെർമിറ്റിവിറ്റിയുടെ കേസ് ഒന്നുമില്ല. സി നമുക്ക് ഇപ്പോൾ ആബ്സൊല്യൂട്ട് പെർമിറ്റിവിറ്റി അല്ലാണ്ട് അവർ പറഞ്ഞിരിക്കുകയാണ് ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻസൈഡ് ആൻ അയൺ റോഡ് ഓഫ് പെർമിറ്റിവിറ്റി 1.37 എന്ന് പറയുമ്പോൾ അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അത്രേ ഉള്ളൂ. യു ജസ്റ്റ് ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് ഓൾസോ. അത്രേ ഉദ്ദേശിച്ചുള്ളൂ, വേറെ ഒന്നും അതിനകത്തില്ല. ഓക്കെ ആണല്ലോ? ഓക്കെ ഇനി അടുത്തത് റെസിസ്റ്റൻസ് ഇൻഡക്റ്റൻസിൻ്റെ ഒരു DC സർക്യൂട്ടാണ്. ആക്ച്വലി ഈ DC സർക്യൂട്ടിൽ നിങ്ങൾക്ക് എന്താ പറയുക അധിക കാര്യങ്ങളൊന്നും അറിയണ്ട. കാരണം ഇറ്റ് ഈസ് എ ലിറ്റിൽ ബിറ്റ് കോംപ്ലിക്കേറ്റഡ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ മാത്രം പറഞ്ഞുതരാം. സി DC സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഒരു സ്വിച്ച് എടുത്ത് ഒരു DC സോഴ്സ്, ഒരു ബാറ്ററിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അത് നേരെ നമ്മൾ എന്ത് ചെയ്തു, കോയിലിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ ആണല്ലോ? എന്നിട്ട് അതൊരു റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ഡൺ. ആൻഡ് വാട്ട് വി ഡിഡ് ഇസ് വി ആർ സഡൻലി ക്ലോസിങ് ദി സർക്യൂട്ട്. അപ്പോൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, കറണ്ട് 0 പെട്ടെന്ന് കൂടും. അങ്ങനെ കൂടുന്ന സമയത്ത് ദർ ഇസ് എ ചേഞ്ച് ഇൻ ദി ഒരു EMF അറൗണ്ട് ഇറ്റ്. അങ്ങനെ നമ്മുടെ സോളിനോയിഡിൻ്റെ ഉള്ളിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പം അങ്ങനെ വരുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മളോട് മിക്കവാറും ചോദിക്കുന്ന കാര്യം ഈ ഒരു കാര്യത്തിൽ നമ്മൾ ആദ്യം ഇതാക്കേണ്ടത് ഈ ഒരു കീ നമ്മൾ ക്ലോസ് ചെയ്യുമല്ലോ, ഈ കീ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ കീ അടയ്ക്കാത്ത സമയത്ത് ഇറ്റ് ആക്ട് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. ആ സമയത്ത് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആണ് ആ സർക്യൂട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ആ ഒരു കീ നീ ജസ്റ്റ് ക്ലോസ് ചെയ്താൽ, ആ ജസ്റ്റ് കീ ക്ലോസ് ചെയ്ത് കറണ്ട് ഒഴുകുന്നതിന് തൊട്ട് മുന്നേയും ഇറ്റ് ആക്ട് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് വൺ തിങ്. ഇനി അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, ഇറ്റ് ആക്ട് ആസ് എ ക്ലോസ് സർക്യൂട്ട്.
അപ്പോൾ എന്ത് പറ്റും നേരെ കറണ്ട് കോൺസ്റ്റൻ്റ് ആവും. അപ്പോൾ ഈ അടയ്ക്കുന്ന ഈ ഒരു മൊമെൻറ്റിൽ മാത്രമാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ ഉണ്ടാവുന്ന എന്താ പറയുക ഒരു കറണ്ട്, അതായത് കറണ്ട് മാക്സിമം എത്തുന്ന സമയത്തുള്ള ഒരു ഇൻസ്റ്റൻറ്റിലെ കറണ്ട് വാല്യൂ I is equal to I0 1 മൈനസ് e റേസ് ടു മൈനസ് ടി ബൈ ലാംഡയാണ്. ഓക്കെ ആണല്ലോ? ജസ്റ്റ് ഈ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങളോട് ആകെ ചോദിക്കുക ദ റിലേഷൻ ഓഫ് കറണ്ട് വിത്ത് ദ ഡി കെ കോൺസ്റ്റൻറ്റ്, ഇതൊക്കെ ഡി കെ കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് മാത്രമാണ് നിങ്ങളോട് ചോദിക്കുകയുള്ളൂ. Sorry, decay constant, that is called as time constant. Time constant. And what is time constant? Time constant T is equal to L by R. Sorry, lambda. Lambda is equal to L by R. നിങ്ങളോട് ഇത് യൂഷ്വലി ഈ ക്രാഷിൻ്റെ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല ഈ സ്ലൈഡ്സ്, ഞാൻ ഇട്ടപ്പം ഇട്ടുപോയതാണ്. ആകെ നിങ്ങൾ അറിയേണ്ടത് വാട്ട് ഈസ് ദ കറണ്ട് ഇൻഡ്യൂസ്ഡ്, വാട്ട് ഈസ് ദ ടൈം കോൺസ്റ്റൻറ്റ്. ടൈം കോൺസ്റ്റൻറ്റ് വാല്യൂ എത്രയെന്ന് അറിഞ്ഞിരിക്കാം. പിന്നെയുള്ള കാര്യമാണ് വാട്ട് ഈസ് ദ ഹാഫ് ലൈഫ്. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കറണ്ട്, അതായത് നമ്മളൊരു സർക്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് കറണ്ട് 50% ആവാൻ എടുക്കുന്ന സമയം. സപ്പോസ് ഒരു സർക്യൂട്ടിലുള്ള മാക്സിമം കറണ്ട് 1 ആംപിയർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെ 1 ആംപിയറുള്ള കറണ്ടിൻ്റെ 1 ആംപിയറിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 0.5 ആംപിയർ ഉണ്ടാവാൻ വേണ്ടി എടുക്കുന്ന സമയം എത്രയാണ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ആൻഡ് ഹാഫ് ലൈഫ് T is equal to 0.693 lambda, or it is 0.693 L by R seconds. ഇതാണ് ഹാഫ്. ഓക്കെ ആണല്ലോ? അതായത് T 0 ആവുന്ന സമയത്ത് ചേഞ്ച് ഓഫ് കറണ്ട് വിൽ ബി മാക്സിമം ആൻഡ് ദാറ്റ് വിൽ ബി E by L. എക്സാമിന് ഇങ്ങനെയാണ് ചോദിക്കുക, ഒരു സർക്യൂട്ട് തരും, അതിലുണ്ടാവുന്ന EMF അതുപോലെ ഇൻഡക്റ്റൻസ് ഒക്കെ തരും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതിലുണ്ടാവുന്ന മാക്സിമം ചേഞ്ച് ഓഫ് കറണ്ട് എത്രയാണെന്ന് ചോദിക്കും. So the answer is E by L. കാരണം dL by dt മാക്സിമം ആവുന്ന E by L ലാണ്. And what is T ഇൻഫിനിറ്റി ആകുമ്പോൾ, ടൈം when it tends to infinity, di by dt will be minimum and it tends to 0. ഓക്കെ ആണല്ലോ? tends to 0. ഇതാണ് റേറ്റ് ഓഫ് ഗ്രോത്തിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ ആണല്ലോ? ഇനി കറണ്ട് ഡി കെ, അതായത് കറണ്ട് കുറയുന്ന കാര്യം. അതിനാകെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരൊറ്റ കാര്യം, കറണ്ട് ഡി കെയുടെ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. I0 e റേസ് ടു മൈനസ് ടി ബൈ ലാംഡ. കാരണം ഇതൊന്നും ഇപ്പോഴത്തെ പുതിയ NCERTയിലില്ല, പണ്ടത്തെ NCERTയിലുള്ള കാര്യങ്ങളാണ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വിടുന്നു എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എവിടെയെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അയ്യോ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ, ഒന്ന് പേടിക്കണ്ട എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എഴുതി തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെയുള്ള കാര്യമാണ് ടൈം കോൺസ്റ്റൻറ്റ്. ഇവിടെയും ലാംഡ ഇസ് ഈക്വൽ ടു L by R ആണ് കേട്ടോ ടൈം കോൺസ്റ്റൻറ്റ്. അതുപോലെ തന്നെ എന്താണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, മറ്റേ സ്ഥലത്ത് പകുതി 50% ഓഫ് ദ കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയമായിരുന്നു. ഇനി കറണ്ട് ഡി കെയിലുള്ള ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 50% ഓഫ് ദ കറണ്ട് കുറയാൻ വേണ്ടി എടുക്കുന്ന സമയം. 1 ആംപിയർ കുറഞ്ഞ് 0.5 ആംപിയർ ആവാൻ എടുക്കുന്ന സമയം. ദാറ്റ് ഈസ് അഗെയിൻ 0.693 ലാംഡ കേട്ടോ. ഓക്കെ ആണല്ലോ? പിന്നെയുള്ള കാര്യം, നമ്മൾ റേറ്റ് ഓഫ് ഗ്രോത്ത് അപ്പുറത്ത് പറഞ്ഞ പോലെ തന്നെ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് കറണ്ട് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഇവിടെയുണ്ട്. ദാറ്റ് ഈസ് ഇത് കുറയല്ലേ, അതുകൊണ്ട് നമ്മൾ അതിന് മൈനസ് ഡി ഐ ബൈ ഡി ടി എന്ന് പറയും. മറ്റേ പ്ലസ് ഡി ഐ ബൈ ഡി ടി ആയിരുന്നു, ഇവിടെ മൈനസ് ഡി ഐ ബൈ ഡി ടി ആണ്. ദാറ്റ് ഈസ് ഇ ബൈ എൽ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ലാംഡ. ടി ഈക്വൽ ടു 0 ആവുന്നത് മൈനസ് ഡി ഐ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഇ ബൈ എൽ ആവുന്ന സമയത്താണ്. ആൻഡ് വെൻ ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി മൈനസ് ഡി ഐ ബൈ ഡി ടി ടെൻസ് ടു 0. ഓക്കെ ആണല്ലോ? ഇതൊന്ന് ആലോചിച്ചിരിക്കാം. ഇതാണ് നിങ്ങളോട് മിക്കവാറും ഈ എക്സാമിന് ചോദിച്ച് കാണാറുള്ള കാര്യം, കറണ്ട് ഗ്രോത്തിൻ്റെയും കറണ്ട് ഡീക്കേൻ്റെയും ഗ്രാഫ്. സോ ഈ ഗ്രാഫ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കുക ആൻഡ് യു ക്യാൻ ജസ്റ്റ് റെഫർ ടു ഇറ്റ് സം ടൈം ലേറ്റർ. ഓക്കെ ആണല്ലോ? ഇതാണ് കറണ്ടിൻ്റെ അത് കറണ്ട് ഇങ്ങനെ കൂടി കോൺസ്റ്റൻ്റ് ആവും. ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു EMF കുറഞ്ഞ് 0 ആവും. ഓക്കെ ആണല്ലോ? ഇത് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ ആണ് കേട്ടോ. ദിസ് ഇസ് ദി ഇൻഡ്യൂസ്ഡ് ഇക്വേഷൻ. ഹാഫ് ലൈഫിൽ എസ് എന്താ? ഹാഫ് ലൈഫിൽ എസ് ഇല്ലല്ലോ, ഹാഫ് ലൈഫിൽ ലാംഡ അല്ലേ?
ലാംഡ ഈസ് ഈക്വൽ ടു L/R. അതിലെന്താ പ്രശ്നം? ഇത് L സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്, കറക്റ്റ് ആണല്ലോ, പിന്നെന്താ പ്രശ്നം? സോ ഇതാണ് കറണ്ട് ഗ്രോത്തിലുള്ള നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, കറണ്ട് ഗ്രോത്തിൻ്റെ. അപ്പോൾ എന്താണ്, ദിസ് ഇസ് ദി ഇക്വേഷൻ ഫോർ ദി കറണ്ട് ആൻഡ് ദിസ് ഇസ് ദി ഇക്വേഷൻ ഫോർ ദി EMF. ഓക്കെ ആണല്ലോ, അപ്പോൾ അത് രണ്ടൊന്ന് ഓർത്തിരിക്കാം. ആൻഡ് ദിസ് ഈസ് റിഗാർഡിംഗ് ദി കറണ്ട് ഡീകെ. കറണ്ട് ഡീകെ ആവുന്നതാണുള്ളത്. സോ നിങ്ങൾക്ക് കാണാം കറണ്ട് ഡീകെ ആവുന്നത്, രണ്ടും ഒരേപോലെ ഡീകെ പോകുന്നു കേട്ടോ. ഈ രണ്ട് ഗ്രാഫ് ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ, കുറയുന്നതിൻ്റെ മീനിങ് മാത്രം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നൗ വി ആർ മൂവിങ് ഇൻ ടു ദി എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചേഞ്ച് ഇൻ EMF കാരണം എന്താണ്? ഈ ചേഞ്ച് ഇൻ EMF കാരണം വാട്ട് ഹാപ്പൻസ് ഇസ് ദർ ഇസ് ആക്ച്വലി, അപ്പോൾ ഒരു ഇൻഡക്ടർ ഉണ്ടെങ്കിൽ അതിനകത്ത് എനർജി സ്റ്റോർ ചെയ്യും. കാരണം ആ ചേഞ്ച് ആയിട്ട് വരുന്ന എക്സ്ട്രാ ആയിട്ട് വരുന്ന ഇലക്ട്രിക് എന്താണ് EMF എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ അപ്പോൾ നമ്മൾ ചോദിക്കും വാട്ട് ഈസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് പവർ? ഈ പവറാണല്ലോ എനർജി ആയിട്ട് മാറുന്നത്. ഇൻസ്റ്റൻറ്റേനിയസ് പവർ ബൈ ബാറ്ററി. വാട്ട് ഈസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് പവർ സപ്ലൈഡ് ബൈ ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ P ഈസ് ഈക്വൽ ടു EI ആണ്. അത് I²R പ്ലസ് LI/dI/dt ആണ്. ഓക്കെ ആണ്. ഇതൊരു തവണ ജിപ്പറിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്ട് ഈസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് പവർ. അതിൻ്റെ ഡെറിവേഷൻ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, വളരെ വലിയ ഡെറിവേഷനാണ്. ആൻസർ മാത്രം പഠിച്ചു വയ്ക്കുക, I²R പ്ലസ് LI/dI/dt. ആൻഡ് വാട്ട് ഈസ് ദ എനർജി സ്റ്റോർഡ്? U ഈസ് ഈക്വൽ ടു ഹാഫ് LI². ഇതാണ് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യം. ഓക്കെ ആണല്ലോ. വാട്ട് ഈസ് ദ എനർജി സ്റ്റോർഡ് ഇൻസൈഡ് ദ കപ്പാസിറ്റർ ഇൻഡക്ടർ? ആൻസർ L ഈസ് ഈക്വൽ ടു ഹാഫ് LI². ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദി എനർജി ഡെൻസിറ്റി? അത് നമ്മൾ U കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു B²/2μ0 AL. ഓക്കെ ആണല്ലോ. ദിസ് ഈസ് ദി എനർജി സ്റ്റോർഡ് ഇൻ ദി സോളിനോയിഡ്. ഓക്കെ ആണല്ലോ. ആൻഡ് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയമാണ്. വോളിയം എന്ന് പറഞ്ഞാൽ A/L ആണ്, അല്ലെ? ഏരിയ ഇൻറ്റു ലെങ്ത്. അതാണ് നിങ്ങൾക്ക് വോളിയം തരുന്നത്. സോ ദാറ്റ് ഈസ് B²/2μ0 AL divided by AL. So what is the energy density? Energy density is equal to B²/2μ0. ഓക്കെ ആണല്ലോ. അതാണ് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, B²/2μ0. ഓക്കെ ആണല്ലോ. ഫൈൻ. എടാ, അത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? എല്ലാം മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യോ. ഈസ് എവറിത്തിങ് ഗോയിങ് വെൽ? കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ആരും ഒന്ന് പറയണേ. ഓക്കെ, സോ ഫിസിക്സ് വളരെ വീക്കാണ് സർ. മോഡൽ എക്സാമിന് ബയോളജി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഫുൾ ബാക്കി കുറച്ച് ഇൻഓർഗാനിക് ആൻഡ് ഓർഗാനിക് പഠിച്ചു. ഫിസിക്സ് അത്ര പഠിച്ചില്ല. ഇനി പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടുമോ? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഫിസിക്സ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഏപ്രിൽ മന്തൊക്കെ ആവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് എന്താ പറയുക, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഫിസിക്സ് ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഡെഫിനറ്റ്ലി ഐ നോ ഫിസിക്സ് ഇസ് ലൈക്ക് സോ ട്രബിളിങ് ഫോർ. ഈ ഫിസിക്സ് ഒന്ന് എടുത്തു കളഞ്ഞിരുന്നെങ്കിൽ നീറ്റിൽ കുട്ടികൾക്ക് എല്ലാവർക്കും കിടില മാർക്കായതിനെ. ബട്ട് ഫിസിക്സ് ഇസ് വാട്ട് ഡിസൈഡ്സ് യുവർ റാങ്ക്. ബയോളജി എല്ലാവരും സ്കോർ ചെയ്യും. കെമിസ്ട്രി ഒരു പരിധി വരെ 180 ഒരു 150 അബോവ് ഒക്കെ അത്യാവശ്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ഫിസിക്സിലൊരു 120 കിടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് ലൈക്ക് എ ഡിഫിക്കൽട്ട് ടാസ്ക് ഫോർ മെനി പീപ്പിൾ. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അവസാനത്തെ നിമിഷത്തിൽ ഫിസിക്സിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യെസ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ വരുന്ന ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം കുറച്ചുകൂടെ ഈസിയാണ്, കുറച്ചുകൂടെ എളുപ്പമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാനും അതുപോലെ തന്നെ അതൊക്കെ മനസ്സിലാക്കാനും കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സൊക്കെ പഠിക്കുന്നവർ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ കോംബി
അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് നമ്മുടെ ക്യാപ്സൂൾ സ്റ്റുഡൻ്റ് ആണ് ക്യാപ്സൂൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് പഠിക്കുക. നോട്ട്സ് പഠിച്ചതിന് ശേഷം വാട്ട് യു ഹാവ് ടു ഡു ഇസ് നേരെ വന്നിട്ട് നമ്മുടെ NCERTയിലെ എക്സസൈസിലെ സോൾവ്ഡ് എക്സാമ്പിൾസ് ഉണ്ടല്ലോ, സോൾവ്ഡ് എക്സാമ്പിൾസ് എല്ലാം സോൾവ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ പലപ്പോഴായിട്ട് ഈ സോൾവ്ഡ് എക്സാമ്പിൾസ് മാത്രം എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ സോൾവ്ഡ് എക്സാമ്പിൾസ് ഒന്ന് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി ഓഫ് വെരി ഹെൽപ്ഫുൾ ഫോർ യു. അങ്ങനെ സോൾവ്ഡ് എക്സാമ്പിൾസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വാട്ട് യു ഹാവ് ടു ഡു സോൾവ്ഡ് എക്സാമ്പിൾസ് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു ഗോ ബാക്ക്. യു ക്യാൻ ടേക്ക് ഐദർ MTG അല്ലെങ്കിൽ ചാമ്പ്യൻ, MTGയോ ചാമ്പ്യൻ ഏതെങ്കിലും എടുക്കാം. എന്നിട്ട് അതിനകത്തുള്ള 2010 തൊട്ട് 2023 അല്ലെങ്കിൽ 22 വരെയുള്ള നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഒന്ന് സോൾവ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ സോൾവ് ചെയ്യുന്ന വഴി യു ഗെറ്റ് ഇനഫ് നോളജ് ടു അറ്റൻഡ് ഫോർ ദി എക്സാം. കാരണം ഇപ്പോഴത്തെ എക്സാമിന് വരുന്ന എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ അത്ര ഡിഫിക്കൽട്ടായി ഉള്ളൂ. നത്തിങ് ഇസ് ലൈക്ക് സോ ദാറ്റ് മച്ച് ഓഫ് ഡിഫിക്കൽട്ടി. അത്ര ബുദ്ധിമുട്ടായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ കുറവാണ്. സോ യു ക്യാൻ എസെൻഷ്യലി ആ ഒരു കാര്യം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ ആണല്ലോ. സോ നിങ്ങളതൊന്നും ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒരു ബേസ് ഉണ്ടാക്കുക, നന്നായിട്ട് തിയറി കാണാം. ഓക്കെ ആണല്ലോ. തിയറി കണ്ട് എന്ന് പറഞ്ഞാൽ വലിയ 12-14 മണിക്കൂറിൻ്റെ അല്ലേ ഇതേപോലെ കൺസൈസ് ആയിട്ട് കിട്ടുന്ന. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 മണിക്കൂർ കൊണ്ട് EMI തീർക്കും. 1 മണിക്കൂർ 20 മിനിറ്റായി ഇപ്പോൾ ലൈവ്. ഒരു 1/2 മണിക്കൂർ കൊണ്ട് ഉണ്ടെങ്കിൽ EMI ക്വസ്റ്റ്യൻസ് അടക്കം നമ്മൾ ചെയ്ത് തീരും. അങ്ങനെ 2 മണിക്കൂർ കൊണ്ടൊക്കെ ഒരു ചാപ്റ്റർ തീരാമെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഒരു ദിവസം നിങ്ങൾക്ക് 2-3 ചാപ്റ്ററൊക്കെ തീർത്ത് വിടാം. അങ്ങനെ 15 ദിവസം കൊണ്ട് ഒരു റൗണ്ട് ഓഫ് ചാപ്റ്റേഴ്സ് തീർക്കാം. എന്നിട്ട് അടുത്ത 15 ദിവസം കൊണ്ട് ഒരു തവണയും കൂടെ റിവൈസ് ചെയ്യാം. അങ്ങനെ 2 തവണയൊക്കെ റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് പോകാനുള്ള സമയം ഇപ്പോഴും ബാക്കിയുണ്ട്. മനസ്സിലായോ? സോ യു ക്യാൻ ഡെഫിനറ്റ്ലി മേക്ക് യൂസ് ഓഫ് ദാറ്റ് ടൈം. ഓക്കെ ആണല്ലോ. എൻ്റെ സൗണ്ട് മെല്ലെ പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഐ ഡോണ്ട് നോ, ഈ രാവിലത്തെ വെതർ, ഈ ഭയങ്കര ചൂടും പിന്നെ രാവിലെ എണീറ്റ് ഒരു തണുപ്പ്, അതിൻ്റെ ഈ ഒരു AC എല്ലാം കൂടെ ആയിട്ട് മൈ വോക്കൽ കോഡ് ഇസ് ഗെറ്റിംഗ് പ്രോബ്ലംസ് നൗ. ഇപ്പോൾ അടുപ്പിച്ച് 3-4 ദിവസമായിട്ട് ക്ലാസ് ഇങ്ങനെ എടുക്കുകയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് മെല്ലെ കയറാം, വിച്ച് ഇസ് കോമ്പിനേഷൻ ഓഫ് ഇൻഡക്റ്റൻസസ്. ശ്രദ്ധിക്കാം, നമുക്ക് ഇൻഡക്ടറിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ പാരലായിട്ടും കണക്ട് ചെയ്യാം. ദിസ് ഇസ് എന്താ പറയുക, സീരീസ് ഫാഷൻ ഓഫ് കണക്ഷൻ. ഇതിനകത്ത് LS ഇസ് ഈക്വൽ ടു L1 + L2 ആയിരിക്കും. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ LS ഇസ് ഈക്വൽ ടു L1 + L2 ആയിരിക്കും. And what happens when you connect them in parallel? Parangeda, when you try to connect them in parallel, what happens is LP is equal to L1 + L1 L2 divided by L1 + L2. LP is equal to L1 L2 divided by L1 + L2. Okay analo. So that is about the connections of it. Next we are moving into the next part, which is the mutual induction. Okay analo. So എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചേ. മ്യൂച്വൽ ഇൻഡക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് താങ്ക് യു സാർ, എല്ലാവരും എന്നോട് പറഞ്ഞു കുറേ ക്വസ്റ്റ്യൻസ് 400+ ചെയ്യണമെന്ന്. അങ്ങനെ 400+ ചെയ്യണമെന്നോ 500+ ചെയ്യണമോ 1000+ ചെയ്യണമെന്നോ ഒരു നിർബന്ധമില്ല. ദ തിങ് ഈസ്, എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാം. അതൊരു 50, 60, 100 ക്വസ്റ്റ്യൻ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞ് യു ഷുഡ് ബി ഏബിൾ ടു ഡു ക്വസ്റ്റ്യൻസ് ഓൺ യുവർ ഓൺ. അത്രയേ ഉള്ളൂ. അതായത് ഒരു മോഡൽ എക്സാമിന്, ഒരു നീറ്റിന് ചോദിക്കുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി യു ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ യുവർ സെൽഫ്. അതുതന്നെയാണ് നമ്മുടെ ഒരു ബേസിക് എയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് നീ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ട, അങ്ങനെ ഓക്കെ നമുക്ക് ഇത് ഫുൾ എന്താണ് തീർക്കണം, അല്ലെങ്കിൽ എന്താ പറയുക 500 ക്വസ്റ്റ്യൻ തീർക്കണം, അങ്ങനത്തെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ? ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്കൊരു സർക്യൂട്ട് ഉണ്ട് അല്ലേ, ഒരു സർക്യൂട്ട് ഉണ്ട്. അത് ഇറ്റ് ഈസ് എസെൻഷ്യലി കണക്റ്റഡ് ടു എ കോയിൽ. അപ്പുറത്ത് വേറൊരു കോയിലുണ്ട്, അതിൻ്റെ ഇടയിൽ ചെറിയൊരു എയർ ഗ്യാപ്പ് ഉണ്ട്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇതിനകത്തൊരു AC കറണ്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റും? ദർ ഇസ് എ സഡൻ ഇൻക്രീസ് ഇൻ ദ ഫ്ലക്സ് ലിങ്ക് ടു ഇറ്റ് അല്ലേ. 0 നിന്ന് കറണ്ട് നമ്മളിപ്പോൾ പഠിച്ചാണ്, 0 നിന്ന് കറണ്ട് ഇങ്ങനെയായി കൂടുന്ന സമയത്ത് ദർ ഇസ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സെക്കൻഡ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? ദർ ഇസ് ഓൾവേസ് എ ഫ്ലക്സ് ലിങ്കേജ്. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? ഒരു മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാകുന്നത്. സെബാസ്റ്റ്യൻ സാർ പ്രോബ്ലം, സോ ഡെഫിനറ്റ്ലി പ്രോബ്ലം ഉണ്ടാകും. ഞാൻ എന്താ വെച്ചാൽ ഈ തിയറി ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഈ പ്രോബ്ലംസ് താഴെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനത് മൊത്തം സ്ലൈഡ് ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും.
സോ ജസ്റ്റ് ഒരു 15-20 മിനിറ്റ്സോട് ബിയർ ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഡൺ വിത്ത് ദി തിയറി. പിന്നെ നമ്മൾ നേരെ പ്രോബ്ലംസ് ചെയ്യും. ഓക്കെ ആണല്ലോ. സോ ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ മനസ്സിലാക്കുക, ദ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദിസ് തിങ് എന്ന് പറയുന്നത് ആദ്യത്തേലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു രണ്ടാമത്തേൻ്റെ ഏരിയ ആണ്. സോ φ2 is equal to B1 times A2. അപ്പോൾ ദ ഫസ്റ്റ് ക്വസ്റ്റൻ ഇസ്, ആദ്യത്തേലൂടെയുള്ള കറണ്ട് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വാട്ട് ഈസ് ദ മ്യൂച്വൽ ഇൻഡക്ഷൻ? M is equal to N2 φ2 by I1 or N2 B1 A2 by I1 or phi total in the secondary circuit divided by current in the primary circuit. ഓക്കെ ആണല്ലോ. ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ഫോർമുല ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ എന്താ പറയുക, യൂണിറ്റും ഡയമെൻഷനും എല്ലാം സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ സെയിം ആണ്. അടുത്തത് കറണ്ട് ത്രൂ പ്രൈമറി വിത്ത് ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അങ്ങനെയാണെങ്കിൽ E2 is equal to -em di1 by dt. ഓക്കെ ആണല്ലോ. -m di1 by dt. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും വാട്ട് ഇസ് എം എന്നുള്ള കാര്യം. എം ആടാ ഇത്, ദിസ് ഇസ് യുവർ എം. ഓക്കെ ആണല്ലോ, അതാണ് എം. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി കുറച്ച് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഫോർമുലാസ് ഒന്ന് പഠിക്കാം. ആദ്യത്തെ കാര്യമാണെന്ത്, നമ്പർ ഓഫ് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ രണ്ട് കോആക്സിയൽ സോളിനോയിഡ്സ് നിങ്ങൾ അടുത്തടുത്ത് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് എം ഫസ്റ്റ് സോളിനോയിഡ് S1 S2 എന്ന് പറയുന്നത് μ0 N1 N2 A by L ആയിരിക്കും. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഈക്വൽ ടു μ0 N1 N2 A by L. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ഇനഫ്. ആയിട്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന തിയറി പഠിച്ചാൽ മതിയോ? പോരാ. സ്കൂളിൽ പഠിപ്പിക്കുന്ന തിയറി ഈസ് ലെസ് ദാൻ 50% ഓഫ് വാട്ട് ഈസ് റിക്വയർഡ് ഫോർ നീറ്റ്. അതും സ്റ്റേറ്റ് സ്കൂളത്തെ കാര്യമാണെങ്കിൽ പറയാൻ വേണ്ട. അവിടെ വളരെ ബേസിക് ആയിട്ടുള്ള തിയറി, നിങ്ങൾക്ക് എക്സാമിന് വേണ്ട കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ ആദിത്യ. സോ ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഇനഫ്. അതൊന്നും ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവും ഞാൻ ഐ എം ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് തിങ്സ് അല്ലേ. നമുക്ക് അതൊക്കെ ആവശ്യമുണ്ട്, അതാണ് കാര്യം. സോ ദിസ് ഇസ് ദ തിങ്. ആൻഡ് യാ, അടുത്തത് 2 കോപ്ലനർ കോയിൽസ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വാട്ട് ഹാപ്പൻസ്, C1 C2 ആണ് കോപ്ലനർ കോയിൽസ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 N1 N2 pi R2 square by 2R1. ഓക്കെ ആണല്ലോ. ഇതാണ് അതിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. R2 എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് റേഡിയസ് ആണ്. R2 എന്ന് പറയുന്നത് ഇന്നർ മോസ്റ്റ് റേഡിയസ് ആണ്. R1 എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് റേഡിയസ് ആണ്. R1 is more than R2. കണ്ടല്ലോ. സോ ദിസ് ഇസ് അബൌട്ട് ദി കോപ്ലനർ കോയിൽ. ഓക്കെ ആണല്ലോ. ഇതാണ് കോപ്ലനർ കോയിൽ എന്ന് പറയുന്നത്. അടുത്ത കാര്യമാണ് ഇൻ ടേംസ് ഓഫ് ദെയർ സെൽഫ് ഇൻഡക്റ്റൻസ്. സോ സെൽഫ് ഇൻഡക്റ്റൻസ് വരുമ്പോൾ ശ്രദ്ധിക്കുക, ഇക്വേഷൻ ഇസ് M is equal to K into root of L1 L2. ഇതാണ് ദ റിലേഷൻ ബിറ്റ്വീൻ മ്യൂച്വൽ ഇൻഡക്ഷൻസ് ആൻഡ് സെൽഫ് ഇൻഡക്ഷൻ. ആൻഡ് ദ വാല്യൂ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് is K is 0 less than or equal to K less than or equal to 1. And this K is called as coupling factor. Coupling factor. ഓക്കെ ആണല്ലോ. ഈ K നെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, കപ്ലിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് എസെൻഷ്യലി വിച്ച് ഇസ് കോൾഡ് ആസ് coupling factor and M is equal to K root of L1 L2. അപ്പോൾ മനസ്സിലാക്കുക, there is something called as an ideal coupling. ഐഡിയൽ കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ K 1 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ വാട്ട് ഹാപ്പൻസ് M is equal to root of L1 L2. ഒരു ഐഡിയൽ കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ M is equal to root of L1 L2 അതായിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. അതൊന്ന് ഓർത്തിരിക്കാം. ഇനി നമ്മൾ മൂവ് ചെയ്യുന്ന കാര്യമാണ് ഡൈനാമിക് EMI കേട്ടോ. കഴിഞ്ഞു മക്കളെ, തിയറി ഓൾമോസ്റ്റ് കഴിയാറായി. നമുക്കിനി ഡൈനാമിക് EMI ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഐ തിങ്ക് വി ഹാവ് ടു ലേൺ അബൌട്ട് ദി ഏതായിരുന്നു നമ്മുടെ ട്രാൻസ്ഫോമർ. അതുപോലെ തന്നെ അതുകൂടെ കഴിയുകയാണെങ്കിൽ വി ആർ ഡൺ വിത്ത് ദ തിയറി. ദെൻ വി വിൽ ഡു ദി ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ ഡൈനാമിക് തിയറിയിൽ നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു നമ്മുടെ കണ്ടക്ടർ നമ്മളൊരു ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ട് ഇഫ് ദാറ്റ് പെർട്ടിക്കുലർ കണ്ടക്ടർ ഇസ് മൂവിങ് ത്രൂ ഔട്ട് ദി മാഗ്നറ്റിക് ഫീൽഡ്, വാട്ട് ഹാപ്പൻസ് ഇസ്
it experiences a force which is due to Lorentz force. Okay ആണല്ലോ. So that is one thing which you have to keep in mind. Okay ആണല്ലോ. And what happens is there is ആ ഒരു എന്താണ് അങ്ങനെ ആകുമ്പോൾ എന്താ വരുന്നത് വെച്ചാൽ ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ലോറൻസ് ഫോഴ്സ് ഒക്കെ ഉള്ളത് കാരണം there is an EMI which is induced in the current. E is equal to BLV. ഓക്കെ ആണല്ലോ, BLV. അങ്ങനെ ഒരു EMF ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കാം. സോ അതാണ് ബേസിക്കായിട്ട് കാര്യം. അതായത് ഒരു സാധനത്തിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് there is essentially an EMF. അതുപോലെ തന്നെ ഈ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ഈ ഒരു EMFന് ഒരു ഡയറക്ഷൻ ഉണ്ടാവും അല്ലേ. ആ ഡയറക്ഷൻ അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. റൈറ്റ് ഹാൻഡ് റൂളിൽ 3 ഫിംഗേഴ്സ് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് കീപ്പ് ചെയ്യും. വേർ V is the direction of motion of conductor and B is the magnetic field and I is the direction of induced current. ഈ I എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുക എന്ന് പറയും. ഓക്കെ ആണല്ലോ. സോ നമുക്കൊരു എന്താ പറയുക ഒരു ഇത് വെക്കുന്ന സമയത്ത് there is essentially a current which is induced. ആ കറണ്ട് ഡയറക്ഷൻ അറിയാൻ വേണ്ടി വി ക്യാൻ ലിറ്ററലി യൂസ് ദിസ് വൺ. ഓക്കെ ആണല്ലോ. സോ അതൊന്നും ഉപയോഗിക്കാം. പിന്നെ വേറൊരു പാം റൂൾ ഉണ്ട്. പാം റൂൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ശ്രദ്ധിച്ചേ, ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്ലെമിങ്സ് റൂൾ ഉപയോഗിക്കണം എന്ന് വിചാരിക്കാം. ഫ്ലെമിങ്സ് റൂളിൽ പറഞ്ഞിട്ടുണ്ട് ഇത് വെലോസിറ്റി, ഇത് മാഗ്നറ്റിക് ഫീൽഡ്, വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇതിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് അല്ലേ. സോ ഐ ഹാവ് ടു കീപ്പ് ഇറ്റ് ലൈക്ക് നിങ്ങൾ കൈ വയ്ക്കുക. നിങ്ങൾ ഈ ഒരു ഫിഗർ നിങ്ങളുടെ സ്ക്രീനിൽ കാണുമ്പോൾ വെലോസിറ്റി പുറത്തേക്കാണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഇത് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്, ഉള്ളിലേക്കാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, വെലോസിറ്റി ഇങ്ങോട്ടാണ്. ഓക്കെ ആണല്ലോ, ഇങ്ങനെയാണ്. സോ ദെൻ വാട്ട് യു ഗെറ്റ് ഇസ് ഇഫ് യു പോയിന്റ് ദർ ഫിംഗർ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ഇങ്ങോട്ടാണ് ഉണ്ടാവുക. അതായത് സോ വാട്ട് ഹാപ്പൻസ് ഇസ് പെൻസിലോടെ പോയി ഇങ്ങോട്ടാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൻഡ് യുവർ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഇൻ ടു ദ പേപ്പർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഡയറക്ഷനാണ് കറണ്ട്. ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ. സോ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ. ഓക്കെ ആണല്ലോ, ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ. അപ്പോൾ ഇത് കാണിക്കുന്നതാണ് ഹൈ പൊട്ടൻഷ്യൽ, ഇതാണ് ലോ പൊട്ടൻഷ്യൽ. നിങ്ങൾക്ക് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അതുപോലെ തന്നെ കിട്ടും. ഓക്കെ ആണല്ലോ. സോ ഇതിൽ നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങളുണ്ട്. വാട്ട് ഈസ് ദ ഇൻഡ്യൂസ്ഡ് EMF? BLV. വാട്ട് ഈസ് ദ ഇൻഡ്യൂസ്ഡ് കറണ്ട്? അത് E/R ആണ്, വിച്ച് ഇസ് BLV/R. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്? ദാറ്റ് ഈസ് B²L²V/R. അതാണ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ആൻഡ് വാട്ട് ഈസ് ദ പവർ? P is equal to B²L²V²/R. ഓക്കെ ആണല്ലോ. സോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് കണ്ടക്ടർ എന്ന് നിങ്ങൾ അറിയേണ്ടത്. സോ അത് കഴിയുന്നതോടെ പിന്നെ നമുക്കുള്ളത് മോഷൻ ഓഫ് എ കണ്ടക്റ്റിംഗ് റോഡ് ഇൻ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡാണ്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് എക്സാം ബേസിസിൽ വരുന്നതാണ്. ഓക്കെ ആണല്ലോ. സോ ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കാം, എന്താ പറയുക, നമ്മുടെ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ എർത്തിൽ ഹൊറിസോണ്ടലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. സോ അത് 2 കേസിലാണ് നമ്മൾ പറയാം. അത് ഒരു ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെ വാട്ട് ഹാപ്പൻസ്? അത് വെർട്ടിക്കൽ ഫീൽഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനായിരിക്കും കട്ട് ചെയ്യുന്നുണ്ടാവും. നേരെ മറിച്ച് അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് കിടക്കുന്നതെന്ന് വിചാരിക്കാം. ഇറ്റ് ഈസ് ഗോയിങ് ടു കട്ട് ദി വെർട്ടിക്കൽ. ആ സമയത്ത് യു ഗെറ്റ് എ ഡൈനാമിക് EMF. ED is equal to BVVL. ഓക്കെ ആണല്ലോ, BLV ആയിരിക്കും കിട്ടുക. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്തത് അടുത്ത കാര്യത്തിൽ വാട്ട് ഹാപ്പൻസ്, ഇറ്റ് ഈസ് ഹോൾഡ്. ഇനി നമ്മൾ ഇതിൽ കാര്യം എന്താ വെച്ചാൽ, ഇനി നമ്മൾ ഇതിനെ വെർട്ടിക്കലായിട്ട് ഹോൾഡ് ചെയ്യണം. ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, നമ്മളിതിനെ ഹൊറിസോണ്ടൽ പ്ലെയിനിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. വാട്ട് ഹാപ്പൻസ്, ഇത് ഈസ്റ്റ് വെസ്റ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ദെൻ ദ ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കട്ട്സ്. അല്ല, ഇതൊരു നോർത്ത് സൗത്ത് ലൈനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിലോ ഒരു ഫ്ലെക്സ് കട്ടിങ്ങും ഉണ്ടാവില്ല കേട്ടോ. ഈ സമയത്തുള്ളത് ED is equal to BHVL ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് വിൽ ബി ദി എന്താണ് ടോട്ടൽ EMF ഇൻഡ്യൂസ്ഡ്.
അടുത്തത് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ബട്ട് അലൗഡ് ടു fall under the gravity. ഇങ്ങനെ ഇട്ട് താഴത്തേക്ക് ഇടാമെന്ന് വിചാരിക്കാം. അതും ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനാണെന്ന് വിചാരിക്കാം. അതിൽ BH കട്ട് ചെയ്യും. നേരെ മറിച്ച് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണെങ്കിൽ ഫ്ലെക്സ് കട്ടിങ് ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ. സോ ഇതിനകത്ത് BHPL ആണ് ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സാറെന്താ ഇതിൻ്റെ ഒന്നും എന്താണ് എക്സ്പ്ലനേഷൻ പറയാത്തതെന്ന്. മക്കൾ ഇതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. ഓക്കെ ആണല്ലോ. ഇതൊക്കെ നമ്മൾ റിപ്പീറ്റേഴ്സിനാണ്. സോ നിങ്ങൾ എപ്പോഴും ചോദിക്കുന്നവരാണ് വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് ബീയിങ് എ റിപ്പീറ്റർ ഓർ ബീയിങ് ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഇവിടേക്ക് അതായത് ഡോപ്പയിലൊക്കെ നമ്മൾ മൊഡ്യൂൾസൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ലൈവൊക്കെ പോകുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ നമ്മൾ ഓരോ കോമ്പോണൻ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എടുത്ത് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ബട്ട് സോറി ടു സേ നമുക്ക് ഇതിലത്ര സമയമില്ല. കാരണം നമുക്ക് വേറെ ഇനിയിപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് പെൻഡിങ്ങിൽ. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ എടുക്കാനുണ്ട്. അപ്പോൾ ഇതൊന്നും സാധാരണ ഒരു സാറന്മാരും പറഞ്ഞു പോലും കൊടുക്കില്ല. ഇതിലേക്കൊന്നും പോവുകയേ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഇനിയിപ്പോൾ അവസാനം അറ്റ്ലീസ്റ്റ് കാണാപ്പാടം പഠിച്ചിട്ടെങ്കിലും ഈ ഒരു കാര്യം അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സാർ തന്നത് കേട്ടോ. വേറെ ഒന്നും വിചാരിക്കേണ്ട. ഓക്കെ. സോ ഇങ്ങനെ ആക്കിയ ഇതിൻ്റെ 1-2 അപ്ലിക്കേഷൻസ് കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ഒന്നാമത്തെ അപ്ലിക്കേഷൻ വന്നത് മൂവിങ് ട്രെയിനാണ്. മനസ്സിലാക്കുക, മൂവിങ് ട്രെയിൻ ഒരു സാധനം ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ഇങ്ങനെ ആകുമ്പോൾ ഇറ്റ് ബേസിക്കലി കട്ട് ദി ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ അതിനകത്ത് അതായത് ഈ ട്രെയിനിൻ്റെ 2 വീലിനും എൻഡായിട്ട് EMF ഡെവലപ്പ് ചെയ്യുന്നതാണ് പറയാം. ആ EMF എക്രോസ് ദി എന്താ പറയുക, സോ ദിസ് ഈസ് ലൈക്ക് 2 ends ലെഫ്റ്റ് ഞാൻ L എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. L എന്ന് പറയുന്നത് BVL ആണ്. ഓക്കെ ആണല്ലോ. ഇത് ഇക്വേറ്ററിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ദാറ്റ് EMF ഇൻഡ്യൂസ്ഡ് വിൽ ബി 0. അതുപോലെ അത് പോളിലാണെന്ന് വിചാരിക്കാം. ELN വിൽ ബി മാക്സിമം. ഒരു തവണ എയിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു മൂവിങ് ട്രെയിനിൽ മാക്സിമം EMF പ്രൊഡ്യൂസ് ചെയ്യണം നീ എവിടെ കൊണ്ടുപോയി ഓടിക്കണം എന്നുള്ളത്. ദ ആൻസർ ഇസ് പോൾസ്. ആരും പോളിൽ പോയി വണ്ടി ഓടിക്കില്ല, കാരണം പോളിൽ അന്റാർട്ടിക്കയും അപ്പുറത്ത് ആർട്ടിക്ടനുമാണ്. ബട്ട് സ്റ്റിൽ അവിടെയാണ് ഉള്ളത്. അടുത്തതാണ് മൂവിങ് എയറോപ്ലെയിൻ. ഓക്കെ ആണല്ലോ. സോ മനസ്സിലാക്കുക, നമ്മുടെ മൂവിങ് എയറോപ്ലെയിന് ഒരു ഹെഡ് ഉണ്ട്, ഒരു ഇങ്ങനെയാണല്ലോ ഹെഡ് ഒരു എയറോപ്ലെയിന്. ദിസ് ഇസ് മൈ എയറോപ്ലെയിൻ. ഒരു ഹെഡ് ഉണ്ട്, ഒരു ടെയിലുണ്ട്, 2 വിങ്സ് ഉണ്ട്. ഓക്കെ ആണല്ലോ. സോ ഇങ്ങനെയാണ് ഒരു ഇതുള്ളത്. ഓക്കെ. സോ ആദ്യത്തെ കാര്യം ഓക്കെ ആദ്യത്തെ കാര്യം, ഒരു എയറോപ്ലെയിൻ ഒരു സർട്ടൈൻ ഹൈറ്റിൽ ഫ്ലൈ ആണ്. ഇപ്പം എന്താ പറ്റുന്നത് വെച്ചാൽ ഈ ഒരു ഫ്ലൈറ്റിൽ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലൈറ്റ് നമ്മുടെ എർത്തിനോട് പാരലായിട്ടാണ് ഫ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഈ വിങ്സ് ഇതാണല്ലോ W1 W2 പറഞ്ഞ വിങ്. ഈ വിങ് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനാണ് ഉള്ളതെങ്കിൽ ഇറ്റ് വിൽ ബി കട്ടിങ് ദി വെർട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. അല്ല അത് നോർത്ത് സൗത്ത് ഡയറക്ഷനാണെങ്കിൽ ഇറ്റ് അഗെയിൻ കട്ട് ദി വെർട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. ആൻഡ് മാഗ്നറ്റിക് EMF എന്താണ് ഇൻഡ്യൂസ്ഡ് അക്രോസ് ദ വിങ്സ്. ഈ E1 V2 എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 വിങ്സ് ഇൻറ്റു V. ഓക്കെ ആണല്ലോ. സൈൻ. അടുത്തത്, ഇനി എയറോപ്ലെയിൻ വെർട്ടിക്കലി നേരെ താഴത്തേക്ക് ഡൈവ് ചെയ്യാണ്. വാട്ട് ഹാപ്പൻസ് ഇസ് 2 കണ്ടീഷൻ, ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത്. ഈസ്റ്റ് വെസ്റ്റിൽ ഇത് കട്ട് ചെയ്യുന്നത് BH ആയിരിക്കും. നോർത്ത് സൗത്തിൽ ഇത് കട്ട് ചെയ്യുന്നില്ല. ദർ ഈസ് നോ ഫ്ലെക്സ് കട്ടിങ്. ഓക്കെ ആണല്ലോ. ദർ ഈസ് നോ ഫ്ലെക്സ് കട്ടിങ്. ആൻഡ് ഹിയർ ഈ W1 W2 എന്ന് പറയുന്നത് BH LW1 W2 V. ഓക്കെ ആണല്ലോ. BH LW1 W2 V. ഇതാണ് എന്ത് നമ്മുടെ ഇലക്ട്രിക് EMF അല്ലെങ്കിൽ EMF ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത കാര്യമാണ് ഹ്യൂമൻ. ഒരാൾ വെറുതെ ഇങ്ങനെ ഓടുകയാണ്, ഒരു വെലോസിറ്റി V, അയാളുടെ ഹൈറ്റ് H ആണെന്ന് വിചാരിക്കും. അയാൾ ഓടുന്നത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണെങ്കിൽ BH കട്ട് ചെയ്യും. അങ്ങനെ ഇത് ഇൻഡ്യൂസ്ഡ് EMF ഈസ് BH VH. അല്ല ഇയാൾ ഓടുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണെങ്കിൽ ദർ ഈസ് നോ ഫ്ലെക്സ് കട്ടിങ്, സോ ദർ ഈസ് നോ EMI. ദർ ഈസ് നോ EMI. ഓക്കെ ആണല്ലോ. ദർ ഈസ് നോ EMI. അടുത്ത കാര്യം, വാട്ട് ഈസ് ദ ഇൻഡ്യൂസ്ഡ് EMF ഡ്യൂ ടു റൊട്ടേഷൻ. അതായത് ഒരു കണ്ടക്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഒരു കണ്ടക്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ദർ ഈസ് ആൻ ഇൻഡ്യൂസ്ഡ് EMF അല്ലേ. ആ ഇൻഡ്യൂസ്ഡ് EMF
E is equal to half B omega L square, where L is the length, omega is the angular frequency, or B F pi L square. ഇതാണ് EMFിൻ്റെ രണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സർ ഫിസിക്സ് കെമിസ്ട്രി 100 ക്വസ്റ്റ്യൻ മതിയാണ്. ഈ ഒരു പോയിന്റിലൊക്കെ 100 ക്വസ്റ്റ്യൻസ് ഇസ് മോർ ദാൻ ഇനഫ്. 100 എന്തായാലും ചെയ്തു എന്ന് ഉറപ്പാക്കുക കേട്ടോ. Okay. Now we are moving into the last portion, which is the periodic EMI. Okay, അപ്പോൾ നമ്മൾ periodic EMIയിലേക്ക് കിടക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഒരു എന്താ പറയുക, ഒരു കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലക്സ് ഇങ്ങനെ കട്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പീരിയോഡിക് ആയിട്ട് EMI ഉണ്ട്, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ AC ജനറേറ്ററൊക്കെ ഉണ്ടാക്കുന്നത്. സോ ദാറ്റ് ഈസ് എസെൻഷ്യലി ദ പീരിയോഡിക് EMI. നിങ്ങൾ അറിയേണ്ടത് ഇതിൽ ഫൈ എന്ന് പറയുന്നത് 50 കോസ് ഒമേഗ ടി ആയിരിക്കും. അതിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി വെച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, മാക്സിമം ഫ്ലക്സ് അതാണ് 50 ആൻഡ് ദാറ്റ് ഈസ് NBA. ഓക്കെ ആണല്ലോ, ഫൈൻ. ആൻഡ് വാട്ട് ഈസ് ദ EMF ഇൻഡ്യൂസ്ഡ്? E ഈസ് ഈക്വൽ ടു മൈനസ് d∅dt ആണ്. ആൻഡ് ദാറ്റ് ഈസ് NBA ഒമേഗ സൈൻ ഒമേഗ ടി. ഓക്കെ ആണല്ലോ. ആൻഡ് ഇതിൽ E0 എന്ന് പറയുന്നത് E0 സൈൻ ഒമേഗ ടി ആണ്. ആൻഡ് E0 എന്ന് പറയുന്നത് NBA ഒമേഗയാണ്, അഥവാ 50 ഒമേഗയാണ്. ഓക്കെ ആണല്ലോ, അതൊന്ന് ഓർത്തിരിക്കാം. ആൻഡ് വാട്ട് ഈസ് ദ കറണ്ട് ഇൻഡ്യൂസ്ഡ്? I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി ആണ്. ആൻഡ് I0 എന്ന് പറയുന്നത് E0/R ആണ്, വിച്ച് ഈസ് NBA ഒമേഗ ബൈ R, or it is 50 omega/R. Okay ആണല്ലോ. So this is the current induced. Okay ആണല്ലോ, this is the current induced. Now we are moving into the applications of EMI. Okay ആണല്ലോ. ആകെ രണ്ട് അപ്ലിക്കേഷനോടെ പറഞ്ഞു കഴിഞ്ഞാൽ we can happily end this chapter. ഫസ്റ്റ് വൺ പറയുന്നത് ജനറേറ്റർ ആണ്, അല്ലെങ്കിൽ ഡൈനാമോ എന്ന് വിളിക്കുന്ന കാര്യം. ഓക്കെ ആണല്ലോ. സോ ഓരോന്നിലും അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞുതരാം. ദിസ് ഈസ് ബേസ്ഡ് ഓൺ periodic EMI. This is based on periodic EMI. സർ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യണം, മറക്കില്ല. ഇപ്പോഴും ഇതായിട്ടില്ല, ഒറ്റ സെക്കൻഡ് ഇടാം, നോക്കട്ടെ. ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഷെയർ ചെയ്യാം കേട്ടോ. എന്നിട്ട് എല്ലാവരും ഞാനിപ്പോൾ ഒരു ലിങ്ക് ഷെയർ ചെയ്യും ഗ്രൂപ്പിലേക്ക്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നുണ്ടോയെന്നും ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് ഇപ്പോൾ തന്നെ പറയണേ. ഓക്കെ, ഞാനൊരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ആ ഒരു ലിങ്കിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണേ. ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ, ഇസ് ഇറ്റ് പോസിബിൾ ടു ജോയിൻ എന്നുള്ള കാര്യം. ഇനി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം കഴിഞ്ഞ് അവസാനം കമൻസിൽ പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, സോ ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ. ഓക്കെ ആണല്ലോ, ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ. ശ്രദ്ധിക്കുക, ജനറേറ്റർ എന്ന് പറയുന്നത് പീരിയോഡിക് EMI ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ്, ഇതിൽ ഒരു TC മോട്ടോർ ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഇത് ജനറേറ്റർ. ഓക്കെ, സോ എന്താണ് ഒരു ജനറേറ്ററിൻ്റെ വർക്ക്, അല്ലെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് ഡു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ ആണല്ലോ. സോ ഇറ്റ് ബേസിക്കലി കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. പീരിയോഡിക് EMIൻ്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, ശരി. ഇനി നിങ്ങൾ അറിയേണ്ടത്, ഇതിനകത്ത് രണ്ട് ടൈപ്പ് ഉണ്ട്. യു ഹാവ് എൻ AC എന്താണ് നമ്മുടെ ജനറേറ്റർ, അതുപോലെ തന്നെ DC ഉണ്ട്. AC ആകുമ്പോൾ അതിൽ
സ്ലിപ്പ് റിങ്സ് ആണ് ഉണ്ടാവുക. അതുപോലെ ഡി സി ആണെങ്കിൽ അതിൽ സ്പ്ലിറ്റ് റിങ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ, യു ഹാവ് എ സ്ലിപ്പ് റിങ് അതുപോലെ തന്നെ സ്പ്ലിറ്റ് റിങ്. ഓക്കെ ആണല്ലോ, അതൊന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഈസ് ഡി സി മോട്ടോർ. ഡി സി മോട്ടോറിൽ വാട്ട് ഹാപ്പൻസ് ഇസ്, ഡി സി മോട്ടോറിൽ നമ്മൾ പറഞ്ഞ തന്നെ ഉണ്ടാകുന്ന ഇതിലുണ്ടാകുന്ന E0 എന്ന് പറയുന്നത് NBA ഒമേഗയാണ്. ഞാനിട്ട ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടിയില്ല. ഹലോ, നിങ്ങൾക്ക് കേക്ക് ക്ലിയർ അല്ലോ? ഓഡിയോ വീഡിയോ ക്ലിയർ അല്ലേ? നെറ്റ് പോയിട്ടൊന്നുമില്ലല്ലോ? ഇഫ് പോസിബിൾ എടാ നിങ്ങളൊരു ഐഡിയ ആരെങ്കിലും ഒരാൾ എൻ്റെ ഈ നമ്പർക്ക് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അത് ലാസ്റ്റ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാൻ പറഞ്ഞാൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്യാം കേട്ടോ. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം, കുഴപ്പമില്ല. ഞാൻ ഇടുന്ന കമൻറ്റ്സ് മാത്രം വരുന്നില്ലല്ലോ, എന്ത് പറ്റി അറിയില്ല. ഞാൻ എന്തായാലും താഴെ കമൻറ്റ് പിൻ ചെയ്യാൻ പറയാം കേട്ടോ, എന്തോ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. സോ ഡി സി മോട്ടോറിൽ E0 is equal to NBA ഒമേഗ. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ നിങ്ങളോട് ചോദിക്കും വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് മോട്ടോർ, അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ഇൻറ്റു 100. ഓക്കെ ആണല്ലോ. അഥവാ വാട്ട് ഈസ് ദ EMF you got by the EMF you given into 100. ഓക്കെ ആണല്ലോ. ജസ്റ്റ് എന്ന കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഇനി ഇതിനകത്താണ് യു ഹാവ് സംതിങ് കോൾഡ് ആസ് എ ട്രാൻസ്ഫോമർ ഓൾസോ. ട്രാൻസ്ഫോമർ അറിയാലോ, മ്യൂച്വൽ ഇൻഡക്ഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന ആളാണ്. ഇറ്റ് ഓൾസോ വർക്ക്സ് ഓൺ മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് ഒരു ഷെല്ലുണ്ട്. ഓക്കെ ആണല്ലോ, ഒരു ഷെല്ലുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിന് ഒരു കോറുണ്ട്. ഇറ്റ് ഗോട്ട് എ ഷെൽ ആൻഡ് ഇറ്റ് ഓൾസോ ഗോട്ട് എ കോർ. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇതെന്താ വെച്ചാൽ ഇത് AC വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാനാണ്. അതായത് വോൾട്ടേജ് കൂട്ടാനും അതുപോലെ വോൾട്ടേജ് കുറയ്ക്കാനും വേണ്ടി. വോൾട്ടേജ് കൂട്ടുന്ന ആളാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, വോൾട്ടേജ് കുറയ്ക്കുന്ന ആളാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഓക്കെ ആണല്ലോ, അത് രണ്ടൊന്നും ആലോചിച്ചിരിക്കാം. ഓക്കെ, സോ ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് സ്റ്റെപ്പ് അപ്പ്, അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് അറിയണം. നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയാം അല്ലേ? ഇതാണ് ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫോമറിന് ഒരു പ്രൈമറി കോയിലുണ്ട്, ഒരു സെക്കൻഡറി കോയിലുണ്ട്. കണ്ടല്ലോ, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. ഇതിൽ നമ്മൾ ഇത് എത്ര കോയിൽ വൗണ്ട് ചെയ്തു എന്നുള്ളത് ബേസ് ചെയ്താണ് ഇത് നമ്മൾ സ്റ്റെപ്പ് അപ്പാണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്ന് തീരുമാനിക്കാം. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സെക്കൻഡറി കോയിൽ ഈസ് മോർ ദാൻ നമ്പർ ഓഫ് പ്രൈമറി കോയിൽ. സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രൈമറി കോയിൽ ഈസ് മോർ ദാൻ നമ്പർ ഓഫ് സെക്കൻഡറി കോയിൽ. എന്താണ് ഉദ്ദേശിച്ചത് ശ്രദ്ധിച്ചേ. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പ് ചെയ്യാണ്, ഒന്നിന്ന് അടുത്തേക്ക് കൂടി, അതാണ് സ്റ്റെപ്പ് അപ്പ്. അപ്പോൾ എന്താവും, സെക്കൻഡറിയിൽ കൂടണം. പ്രൈമറി ആദ്യവും സെക്കൻഡറി രണ്ടാമതല്ലേ. അപ്പോൾ സെക്കൻഡറി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് സെക്കൻഡറി എന്താണ് നമ്പർ ഓഫ് കോയിൽസ് ഇൻ സെക്കൻഡറി വിൽ ബി മോർ ദാൻ പ്രൈമറി. സ്റ്റെപ്പ് അപ്പ്, സ്റ്റെപ്പ് ഡൗൺ നേരെ താഴെ, ഓപ്പോസിറ്റ്. പ്രൈമറി കൂടുതലായിരിക്കും, സെക്കൻഡറി കുറവായിരിക്കും. സ്റ്റെപ്പ് ഡൗൺ ചെയ്യാണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ആൻഡ് ഇതിൽ ദർ ഈസ് സംതിങ് കോൾഡ് ആസ് എ വോൾട്ടേജ് ഡ്രോപ്പ്, അതാണ് ILR. ആൻഡ് ദർ ഈസ് എ പവർ ഡ്രോപ്പ് I²R. ഓക്കെ ആണല്ലോ, ശരി. ഇനി എന്താണ് ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ? ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസി 100% ആയിരിക്കും. ഓക്കെ ആണല്ലോ, ഒരു 100% എഫിഷ്യൻസി ഉള്ള ഒരു ട്രാൻസ്ഫോമറിനെയാണ് നമ്മൾ ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് വിളിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്? ആദ്യത്തെ കാര്യം, ദർ ഷുഡ് നോട്ട് ബി എനി ഫ്ലെക്സ് ലീക്കേജ് എന്നാണ് പറയാം. അതായത് ശ്രദ്ധിക്കുക, ഫ്ലെക്സ് ലീക്കേജ് എന്ന് പറഞ്ഞാൽ ES/EP ഈസ് ഈക്വൽ ടു NS/NP. ഓക്കെ ആണല്ലോ, നമുക്കുണ്ടായിരുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡും അപ്പുറത്തേക്ക് കൊടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ നോ ലോഡ് കണ്ടീഷൻ, അതായത് വോൾട്ടേജും എല്ലാം അപ്പുറത്തേക്ക് എത്തണം. VS/VP ഈസ് ഈക്വൽ ടു NS/NP. ഓക്കെ ആണല്ലോ, ഫൈൻ. ആൻഡ് ദർ ഷുഡ് നോട്ട് ബി എനി പവർ ലോസ്. ഓക്കെ ആണല്ലോ, പവർ ലോസ് ഉണ്ടാവരുത്. നോ പവർ ലോസ്, ദാറ്റ് ഈസ് VS/VP ഈസ് ഈക്വൽ ടു IP/IS. There should not be any power loss also. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരൊറ്റ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, വിച്ച് ഈസ് VS/VP ഈസ് ഈക്വൽ ടു
IP by IS is equal to NS by NP. NS by NP. ഓക്കെ ആണല്ലോ, NS by NP. ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ എല്ലാ സാധനത്തിനെയും കണക്ട് ചെയ്ത് കിട്ടുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ആൻഡ് വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് ദി ട്രാൻസ്ഫോമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ VS/IS by VP/IP ഇൻറ്റു 100 ആണ്. ഓക്കെ ആണല്ലോ, VS/IS by VP/IP ഇൻറ്റു 100. ഓക്കെ ആണല്ലോ, ഫൈൻ. അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് തിങ് ഇസ് എഡ്ഡി കറണ്ട്. ഓക്കെ ആണല്ലോ, എഡ്ഡി കറണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ട്രാൻസ്ഫോമറിലൂടെയൊക്കെ നമ്മൾ കറണ്ട് ഇങ്ങനെ കടത്തുന്ന സമയത്തേ ശ്രദ്ധിച്ചേ, നമ്മളിങ്ങനെ വോൾട്ടേജ് വിട്ട് മ്യൂച്വൽ ഇൻഡക്ഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇത് കണക്റ്റ് ആയിട്ടുള്ളത് എസെൻഷ്യലി ഇറ്റ്സ് ടുവേർഡ്സ് എന്താണ് നമ്മുടെ ഒരു അയേൺ ഷീറ്റായിട്ടാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ നമ്മൾ ഈ ചേഞ്ച് ഓഫ് ഫ്ലെക്സ് ഉള്ളത് കാരണം ആ ഒരു അയേൺ റോഡിൻ്റെ ഉള്ളിലും ഒരുപാട് കറണ്ട് ഉണ്ടാവും. അതിനാണ് നമ്മൾ എഡ്ഡി കറണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ ഈ എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഈ ഉണ്ടാക്കുന്ന കറണ്ട് കുറയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ എഡ്ഡി കറണ്ട് മിനിമൈസ് ചെയ്യാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു എഡ്ഡി കറണ്ട് ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ എഡ്ഡി കറണ്ട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ മെറ്റൽ ഡിസ്കിനെ ലാമിനേറ്റ് ചെയ്യുക. അതായത് ഓരോ മെറ്റൽ ഡിസ്കിൻ്റെ ഇടയിലും വേറെ എന്തെങ്കിലും ഒരു നോൺ കണ്ടക്റ്റിംഗ് ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ. പക്ഷേ ഈ എഡ്ഡി കറണ്ട് കുറച്ച് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്ന് ഇൻഡക്ഷൻ ഫർണസ് ആണ്, രണ്ടാമത്തത് ഇലക്ട്രിക് ബ്രേക്കാണ്, മൂന്നാമത്തത് കാർ സ്പീഡോമീറ്ററാണ്. ഓക്കെ ആണല്ലോ. സോ ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? എഡ്ഡി കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. സോ അത്രയും കാര്യങ്ങൾ പറയുന്നതോടെ വി ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദി ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായോടെ? അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയോ? അവസാനമൊക്കെ അത്യാവശ്യം നമ്മൾ ഫുൾ ആവശ്യമുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് തൊട്ട് പോവുക ചെയ്തത്. ബട്ട് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കപ്പോൾ കാര്യങ്ങൾ മനസ്സിലായോ? ഈസ് ഇറ്റ് ഓക്കെ? എല്ലാവർക്കും വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ കിട്ടിയോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ഓക്കെ. സോ അങ്ങനെ നമ്മൾ തിയറി ഫൈനലി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് നൗ വി ആർ മൂവിങ് ഇൻ ടു ദി ക്വസ്റ്റ്യൻസ് പാർട്ട്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. സോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദി ക്വസ്റ്റ്യൻസ്. So this is the first question. A circular disc of radius 0.2 meter is placed in a uniform magnetic field of induction 1 by pi in such a way that it makes an angle of 60 degree with the magnetic field. The magnetic flux linked with the disk is. ശ്രദ്ധിക്കാം, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു 1 by pi ആണ്. ഓക്കെ ആണല്ലോ. സി, അപ്പോൾ ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇതുമായിട്ട്, അതായത് നമ്മുടെ ഏരിയ വെക്ടറുമായിട്ട് 60 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. സോ ഹിയർ ഫൈ ഇസ് ഈക്വൽ ടു NBA cos തീറ്റ. ഇവിടെ n ഇല്ല. ഓക്കെ ആണല്ലോ. ഇവിടെ n ഇല്ല. n ഉണ്ടോ? ഇല്ല. സർക്കുലർ ഡിസ്ക്കാണ്. B ഈസ് 1 by pi ഇൻറ്റു ഏരിയ എന്ന് പറയുമ്പോൾ πr² ആണ്. സോ ഇറ്റ് ഈസ് പൈ ഇൻറ്റു r². r² എന്ന് പറയുമ്പോൾ എത്രയാണ്? r എന്ന് പറയുന്നത് 0.2 ആണ് അല്ലേ? 0.2 ആണ്. സോ ദാറ്റ് ഈസ് എസെൻഷ്യലി വാട്ട്? ഓക്കെ, ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. സോ പൈ ഇൻറ്റു 0.2 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറയുന്നത് കോസ് 60 ആണ് ഇവിടെ. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് 0.2 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് 60 എത്രയാണ്? കോസ് 60 ഈസ് 1 by 2. ഓക്കെ ആണല്ലോ. കോസ് 60 ഈസ് 1 by 2. So once you solve it, the answer will be 0.02 Weber. Okay, and the answer is 0.02 Weber. C ആണ് ആൻസർ. ഓക്കെ ആണല്ലോ. ഫൈൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. An 800 turn coil of effective area 0.05 meter square is kept perpendicular to a magnetic field. ശരി. അപ്പോൾ ഇതിൽ n 800 ആണ്, ഏരിയ 0.05 ആണ്, ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് B is equal to 5 × 10⁻⁻⁵.
ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി വാട്ട് ഹാപ്പൻസ് ഇസ്, ഇതിൽ നമ്മൾ എന്താ വെച്ചാൽ ഈ പ്ലെയിൻ ഓഫ് കോയിൽ തിരിക്കുകയാണ് ഇൻ 0.1 സെക്കൻഡ്, അതായത് ഇവിടെ ഡെൽറ്റ ടി ഈസ് 0.1 സെക്കൻഡ്സ്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചു വാട്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. നമുക്കറിയാം ഇ എം എഫ് ഇൻഡ്യൂസ് എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റ ഫൈ ബൈ ഡി ടി ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഫൈനൽ ബൈ ഇനീഷ്യൽ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ ആണല്ലോ. സോ നമ്മൾ ആദ്യം കണ്ടത് വാട്ട് ഈസ് ദ ഇനീഷ്യൽ ഫ്ലക്സ്. ഇനീഷ്യൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു ബി ഡോട്ട് എ, ദാറ്റ് ഈസ് 800 ഇൻറ്റു ബി എന്ന് പറയുന്നത് എത്രയായിരുന്നു 5 ഇൻറ്റു 10⁻⁻5 ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ എന്ന് പറയുന്നത് 0.05 ആയിരുന്നു. ആദ്യം ഇവർക്കിടയിൽ ആംഗിൾ ഒന്നുമില്ല, സോ ഇറ്റ് ഈസ് കോസ് 0 ഡിഗ്രി. ആൻഡ് വൺസ് യു സോൾവ് ദിസ് യു ഗെറ്റ് ഇറ്റ് ആസ് 2 ഇൻറ്റു 10⁻³ ടെസ്ല പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇനി എന്താ ചെയ്യുന്നത്, ഇനി നമ്മളിതിനെ 90 ഡിഗ്രി തിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ, നമ്മളിതിനെ 90 ഡിഗ്രി തിരിക്കുകയാണ്. വാട്ട് ഹാപ്പൻസ് പറഞ്ഞിടാം. 90 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ കോസ് 90 ഇൻറ്റു സംതിങ് ആണ് അല്ലേ, കോസ് 90 0 അല്ലേ, സോ ആൻസർ വിൽ ബി 0 അല്ലേ. സോ വാട്ട് ഹാപ്പൻസ്, ദിസ് ഇസ് മൈനസ് ഫൈനൽ എന്ന് പറയുന്നത് 0 ആണ്, ഇനീഷ്യൽ എന്ന് പറയുന്നത് 2 ഇൻറ്റു 10⁻³ ഹോൾ ഡിവൈഡ്സ് ടൈം വാസ് 0.1 സെക്കൻഡ്. സോ ദിസ് ഇസ് മൈനസും പോയി 2 ഇൻറ്റു 10⁻³ ബൈ 10⁻⁻1 ഓർ ദിസ് ഇസ് 2 ഇൻറ്റു 10⁻² വോൾട്ട് ഓർ 0.02 വോൾട്ട്. ഓക്കെ ആണല്ലോ. ദി ആൻസർ ഇസ് എ, 0.02 വോൾട്ട്. ആൻസർ ഇസ് എ. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്തത്, എ കോയിൽ ഓഫ് റെസിസ്റ്റൻസ് 400 ohm is placed in a magnetic field. If the magnetic flux linked with the coil varies with time as phi is equal to 50 t square plus 4, the current ആണ് ചോദിച്ചിട്ടുള്ളത്. Here phi is equal to 50 t square plus 4 and resistance is 400 ohm അല്ലേ. മനസ്സിലാക്കുക, നമുക്കറിയാം ഇ എം എഫ് is equal to minus d phi by dt. So it is minus d by dt of 50 t square plus 4. ഓക്കെ ആണല്ലോ. അതായത് ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി ടി ഓഫ് 50 t സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 50 ഇൻറ്റു t⁻²⁻1 ഓർ ദിസ് ഇസ് മൈനസ് 100 t. ദിസ് ഇസ് മൈനസ് 100 t വോൾട്ട്. ഇതിൻ്റെ 0 ആണ് അല്ലേ, പ്ലസ് 4 എന്ന് പറയുമ്പോൾ 0 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇതിന് വാട്ട് ഹാപ്പൻസ്, നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ, t ഈക്വൽ ടു 2 സെക്കൻഡ്സ്. t ഈക്വൽ ടു 2 സെക്കൻഡ്സ് ആകുമ്പോൾ എന്ത് പറ്റും, t ഈക്വൽ ടു 2 സെക്കൻഡ്സ് ആകുമ്പോൾ ഇ എം എഫ് ഇസ് ഈക്വൽ ടു മൈനസ് 200 വോൾട്ട്. ഓക്കെ ആണല്ലോ, കാരണം 100 t ആണല്ലോ, അപ്പോൾ മൈനസ് 100 ഇൻറ്റു 2, സോ ദാറ്റ് ഈസ് 200 വോൾട്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇ എം എഫ് മൈനസ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ കാണിക്കുകയാണ്. സോ ഇ എം എഫ് ഈസ് എസെൻഷ്യലി 200 വോൾട്ട്. ഓക്കെ ആണല്ലോ, ഇ എം എഫ് എന്ന് പറഞ്ഞാൽ 200 വോൾട്ട് തന്നെയാണ്. സോ വാട്ട് ഈസ് ദ കറണ്ട് ഐ, അത് ഇ ബൈ ആർ ആണ്, വിച്ച് ഇസ് 200 ബൈ 400 വിച്ച് ഇസ് 0.5 ആംപിയർ, വിച്ച് ഇസ് 0.5 ആംപിയർ. ഓക്കെ ആണല്ലോ, ദ ആൻസർ ഇസ് 0.5 ആംപിയർ. ഓക്കെ, അടുത്തത്, a conducting circular loop is placed in a uniform magnetic field B is equal to 0.025 t with its plane perpendicular to the loop. The radius of the loop is made to shrink at a constant rate of 1 millimeter per second. The induced EMF ആണ് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കാം, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് 0.025 ആണ്, റേഡിയസ് 2 സെൻറ്റിമീറ്റർ ആണ്, വിച്ച് ഈസ് 2 ഇൻറ്റു 10⁻² മീറ്റർ. ആൻഡ് പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടെ റേഡിയസ് 1 millimeter per second കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വിച്ച് ഇസ് ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് 1 ഇൻറ്റു 10⁻³ മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് ആദ്യം മാഗ്നറ്റിക് ഫ്ലക്സ് കാണാം, അത് ബി എ കോസ് തീറ്റയാണ്, വിച്ച് ഇസ് ബി ഇൻറ്റു πr² ഇൻറ്റു കോസ് 0 ഡിഗ്രി ഓർ ബി πr². ഓക്കെ ആണല്ലോ. പക്ഷേ നമുക്കറിയാം ഇ എന്ന് പറയുന്നത് മാഗ്നറ്റിക് കേട്ടോ എന്ന് പറഞ്ഞാൽ ഡി ഫൈ ബൈ ഡി ടി ആണ്, വിച്ച് ഇസ് ഡി ബൈ ഡി ടി ഓഫ് ബി ഇൻറ്റു πr². ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ബി പൈ ഇൻറ്റു r² ഡെറിവേറ്റീവ് ഈസ് 2r ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ബി ഈസ് 0.025 ഇൻറ്റു പൈ ഇൻറ്റു 2 ഇൻറ്റു റേഡിയസ് ഇസ് 2, ഡി ആർ ബൈ ഡി ടി ഈസ് 2 ഇൻറ്റു ഡി ആർ ബൈ ഡി ടി എത്രയായിരുന്നു 10⁻³ അല്ലേ. So once you solve it, you get it as 10⁻⁻6 volt or pi microvolt. Okay, and you get it as
pi microvolt. Okay, and the answer is pi microvolt. Okay. ഇതും ഒരേ ക്വസ്റ്റ്യൻ ആണ്, കണ്ടല്ലോ. രണ്ടും മാഗ്നറ്റിക് ഫീൽഡ് ഷ്രിങ്ക് ആവുന്ന ക്വസ്റ്റ്യൻ ആണ്. രണ്ടും നിങ്ങൾക്ക് ഒരേപോലെ തന്നെ കിട്ടുന്നതാണ്. സോ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇതേ കാര്യം തന്നെ നിങ്ങൾ ചെയ്യുക. യു ക്യാൻ ഫൈൻഡ് ദി ആൻസർ കേട്ടോ. As a result of change in magnetic flux linked to a closed loop as shown in the figure, an EMF of V volt is induced in the loop. The work done is changing. എന്നാണ് ചോദിച്ചത്. മനസ്സിലാക്കുക, ഒരു വർക്ക് ഡൺ നമ്മൾ പറഞ്ഞു ഈ ഒരു EMIൻ്റെ കേസിൽ ദർ ഈസ് നോ കൺസർവേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സാധനത്ത് നീക്കണമെങ്കിൽ യു ഹാവ് ടു ഡു ദി വർക്ക് ആൻഡ് ദ വർക്ക് ഇസ് QV. കാരണം ചാർജ് Q അല്ലേ ഉള്ളത്. ആൻസർ ഇസ് QV. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഇപ്പോൾ അറൗണ്ട് 2 hour ആയി, നമ്മളൊരു 5-6 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നൗ വി ക്യാൻ ഗോ ടു ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആൻഡ് ഡു ദ തിയറി ആൻഡ് സം ക്വസ്റ്റ്യൻസ്. എന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ വി വിൽ കം ബാക്ക് ആൻഡ് വി വിൽ ഡു സം മോർ ക്വസ്റ്റ്യൻസ് കേട്ടോ. കാരണം ഇല്ലെങ്കിൽ EM വേവ്സ് തീരില്ല, അതാണ് പ്രശ്നം. നമുക്ക് ആ ചാപ്റ്ററോടെ തീർക്കണമല്ലോ. സോ വി വിൽ കം ബാക്ക് ആൻഡ് വി വിൽ ഡു ഇറ്റ് ലേറ്റർ. സോ വി വിൽ ജസ്റ്റ് പോയി. Okay, so let's do the electromagnetic waves as well. Electromagnetic wave per se ഒരു ചെറിയൊരു ചാപ്റ്ററാണ്, കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് പെട്ടെന്ന് ഓടിച്ചിട്ട് പോകാം. വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഡോണ്ട് വറി അബൌട്ട്. നമ്മൾ റഷ് ചെയ്യൊന്നുമില്ല, 2 hour ആയിട്ടേ ഉള്ളൂ. സോ വി വിൽ ജസ്റ്റ് ടേക്ക് ഇറ്റ്. സോ ഹിസ്റ്ററി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്ന സമയത്ത് ഇതിനകത്ത് 1-2 കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരിക്കാം. ഈ 1865 മാക്സ്വെൽ എന്ന് പറഞ്ഞൊരാൾ ആദ്യമായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ട് എന്ന് തിയറിറ്റിക്കലി പറയുന്നത്. മനസ്സിലാക്കുക, 1865 എന്നൊക്കെ പറയുമ്പോൾ എത്ര കാലമായി മക്കളെ അല്ലേ. ഓക്കെ ആണല്ലോ. അതുപോലെ 1887 ഹേർട്സ് പറഞ്ഞൊരാൾ ആദ്യമായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്, ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ ആണല്ലോ. സോ അതാണ് ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കപ്പാസിറ്ററിന് അക്രോസ് നീ ഒരു ചാർജ് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് 2 ടൈപ്പ് കറണ്ട് ഉണ്ടാകുന്നുണ്ട്. വൺ ഇസ് എ നോർമൽ കറണ്ട്, സെക്കൻഡ് വൺ ഇസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഓക്കെ ആണല്ലോ, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ആൻഡ് ദ വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ID ഈസ് ഈക്വൽ ടു ε0 d∅e/dt. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് കപ്പാസിറ്ററാണ്. അതുപോലെ കണ്ടക്ഷൻ കറണ്ട് ഉണ്ടാവാനുള്ള കാരണം ഇറ്റ് ഈസ് ബേസിക്കലി ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ ആണല്ലോ. സോ ഇതിനോട് നമ്മൾ എഴുതും ടോട്ടൽ കറണ്ട് ഇസ് ഈക്വൽ ടു IC + ID. ഓക്കെ ആണല്ലോ. കണ്ടക്ഷൻ കറണ്ടും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും കൂടെ ചേർന്നതാണ് ഇതിൻ്റെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ഹൂ ഇസ് ദിസ് ഗായ് അറിയോടാ? ഹൂ ഇസ് ദിസ് ഗായ്? ദിസ് ഗായ് ഇസ് ദി ഫേമസ് നമ്മുടെ മാക്സ്വെൽ. ഓക്കെ ആണല്ലോ, മാക്സ്വെൽ. ഓക്കെ ആണല്ലോ. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, അതായത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളോടൊക്കെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും ലൈഫിൽ അഡ്വൈസസ് റിഗാർഡിങ് യുവർ ചൂസിങ് യുവർ കരിയർ ഓപ്ഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കോൺടാക്ട് മീ വിയ ദി ഇൻസ്റ്റാഗ്രാം. മറ്റേ വാട്സാപ്പ് നമ്പറിൽ ഒരുപാട് പേര് അയക്കാറുണ്ടായിരുന്നു. ബട്ട് വാട്ട് ഐ ഹാവ് ടു ടെൽ യു ഇസ്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അതിൽ കാണുന്നത് വാട്സാപ്പിൽ കാണുന്ന അത് ഇറ്റ്സ് എൻറ്റയർലി ഫോർ ദി അഡ്മിഷൻ പേർപ്പസസ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞാനല്ല അത് ചെക്ക് ചെയ്യുന്നത്, അത് ചെക്ക് ചെയ്യുന്നു ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ ഡോപ്പയിലുള്ളൊരു ടീമാണ്. ഓക്കെ ആണല്ലോ. സോ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു ഇത് വന്നിട്ടുണ്ട് അല്ലേ, ഞാനിപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ പറയാം. താഴെയുള്ള ഒരു വീഡിയോ പ്ലേയിങ് ബട്ടൺ, ഒറ്റ സെക്കൻഡ്.
ഹലോ, നമ്മുടെ അതിൽ താഴെ മറ്റേ ക്രോമയുടെ ആ ഒരു വീഡിയോ പ്ലേയിങ്ങിൻ്റെ സാധനം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർ വന്നത് ഫിക്സ് ചെയ്തോളും. ഞാൻ ടീമിനെ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് അപ്പോഴേക്കും മെല്ലെ മൂവ് ചെയ്യാം. സാർ, ഇപ്പോൾ ഇതൊക്കെ മാത്രം പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും. കാരണം നമ്മളിപ്പോൾ ഇനി ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഇന്ന് എടുത്ത ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഐ ബേസിക്കലി ടോട്ട് യു എവറിത്തിങ് അബൌട്ട് ദിസ് ചാപ്റ്റർ. അപ്പോൾ ഇതൊക്കെ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ ഞാൻ പറയട്ടെ, ഇറ്റ് വാസ് ലൈക്ക്, അപ്പം എന്താ പറയുക, ഞാനൊന്നും എടുത്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. സോ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ സാധനവും അറ്റ്ലീസ്റ്റ് എൻ്റെ കോമ്പി ക്ലാസ്സിൽ ഞാൻ തരുന്നുണ്ട്. ഞാൻ ഒന്നിനും ഞാൻ ഇതാക്കില്ല. ഇപ്പോൾ റേ ഓപ്റ്റിക്സിലൊക്കെ ഐ ഹാവ് പോസിബിളി ഗിവൺ യു എവറി സിംഗിൾ ഇക്വേഷൻസ് വിച്ച് ക്യാൻ എവർ കം ഇൻ യുവർ ലൈഫ്. അതൊക്കെ കണ്ടിട്ട് നന്ദന ഇനി ഇതൊക്കെ മാത്രം ഇപ്പം ഇതൊക്കെ മാത്രം പഠിച്ചാൽ മതി എന്ന് നോക്കുന്നത് കുറച്ച് മോശമല്ലേ? ഞാൻ പഠിപ്പിക്കുന്നതൊക്കെ പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈവൻ എന്താ പറയുക, ടോപ്പ് കഴിഞ്ഞ വർഷത്തെ റിയാസും ഇവരൊക്കെ എവരി വൺ ആർ സ്റ്റഡിങ് ഈ ഇപ്പോൾ ഫിസിക്സിലെ ചാപ്റ്റേഴ്സൊക്കെ യൂഷ്വലി +2 ഭാഗങ്ങളൊക്കെ ഞാൻ തന്നെയാണ് എടുത്തു കൊടുക്കാറൊക്കെ. സോ അതൊക്കെ തന്നെ പഠിപ്പിക്കുന്നത്, ഇതേ കാര്യങ്ങൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവർക്ക് കുറച്ചുകൂടെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ എക്സ്ട്രാ നന്നായിട്ട് കൺസെപ്റ്റ്സ് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് അത്രയും സമയമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? സോ വാട്ട് ഈസ് മാക്സ്വെൽസ് ഇക്വേഷൻ? ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കാര്യം. മാക്സ്വെൽസിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺ തിങ് എന്ന് പറയുന്നത്, ഒന്ന് ഗോസ് ലോ ഉണ്ടല്ലോടാ, ഗോസ് ലോ ആണ് മൂപ്പരൊന്ന് മോഡിഫൈ ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ E.ds എന്ന് പറയുന്നത് Q/ε0 ആക്കി മാറ്റി. രണ്ടാമത്തെ കാര്യം, ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം എന്താണ് മാറ്റിയത്? ഇൻ്റഗ്രൽ B.ds = 0. ഓക്കെ ആണല്ലോ? അടുത്തത് ഫാരഡേസ് ലോ. ഫാരഡേസ് ലോ പറഞ്ഞത് ഇൻ്റഗ്രൽ E.dl = -d∅b/dt. ഇങ്ങനെ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തി. അവസാനത്തത് മാക്സ്വെൽ ആംപിയർ സർക്യൂട്ടൽ ലോ. അതിൽ വാട്ട് ഹാപ്പൻഡ് വാസ് ഇൻ്റഗ്രൽ B.dl = μ0 IC + ε0 d∅e/dt. ഓക്കെ ആണല്ലോ? ഇത്രയും മോഡിഫിക്കേഷൻസ് ആണ് മാക്സ്വെൽസ് ഇക്വേഷനിൽ വന്നിട്ടുള്ള കാര്യം. ഓക്കെ ആണല്ലോ? സോ ഇതൊന്ന് ശ്രദ്ധിക്കാം. ആൻഡ് ഹൂ ഇസ് ദിസ് ഗായ്? ദിസ് ഗായ് ഇസ് യുവർ ഹേർട്സ്. നിങ്ങൾ ഇങ്ങനെ ഹേർട്സ് എന്ന് പറയാറുണ്ടല്ലോ. ദിസ് ഗായ് ഇസ് ഹേർട്സ്. ഹേർട്സ് ഒന്നുമില്ല. ഹേർട്സ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തു. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഇൻപുട്ട് കൊടുത്തു. ഒരു ഇൻഡക്ഷൻ കോയിലിനെ ഹീറ്റ് ചെയ്തു. ആ ഹീറ്റ് ഒരു ട്രാൻസ്മിറ്ററിലേക്ക് കൊടുത്ത സമയത്ത് ഹി അണ്ടർസ്റ്റുഡ് there is some electromagnetic wave which has been sent, which is received by the receiver. ഓക്കെ ആണല്ലോ? അത് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ഈ ചാപ്റ്ററിൻ്റെ കോർ എന്ന് പറയുന്നത് ഈ സാധനങ്ങൾ തന്നെയാണ്. സോ ഈ കാര്യങ്ങളൊന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കാം. വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്? അതാണ് ഈ ചാപ്റ്റർ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് മാക്സ്വെൽ ലോ അസോസിയേറ്റഡ് ആണ്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ 4 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാൻ കഴിയും. ആ സമയത്ത് അതിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ വേഗതയിലായിരിക്കും പോകുന്നുണ്ടാവുക. അടുത്ത കാര്യം, ഇലക്ട്രോമാഗ്നറ്റിക് ഇതിനകത്ത് C എന്ന് പറയുന്നത് 1/μ0 ആണ്. ആൻഡ് ദാറ്റ് ഈസ് 3 × 10⁸ m/s. ഇനി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് വാട്ട് ഹാപ്പൻസ് ഇസ് ദിസ് ഈസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ കേട്ടോ. ഇലക്ട്രിക് വേവും മാഗ്നറ്റിക് വേവും പരസ്പരം പെർപെൻഡിക്കുലറായിട്ടാണ് എന്ത് ചെയ്യുക, ഇതിനകത്ത് ഓസിലേറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അടുത്തത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, അതായത് ഇയും ബിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് E/B = c. ഓക്കെ ആണല്ലോ? E/B = c. അതാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. അടുത്തത്, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്സിന് എനർജി ക്യാരി ചെയ്യാൻ പറ്റും എന്നാണ് പറയാം. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ
ഇത് അതുപോലെ തന്നെ ഈ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് എനർജി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ വെക്ടർ ഉണ്ട്. അത് അതിൻ്റെ പേരാണ് പോയിൻറ്റിംഗ് വെക്ടർ. ഐ അല്ല വൈ ആണ് കേട്ടോ, പോയിൻറ്റിംഗ് വെക്ടർ. ഓക്കെ ആണല്ലോ. ആൻഡ് ദാറ്റ് ഈസ് പോയിൻറ്റിംഗ് വെക്ടർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എസ് വെച്ചിട്ടാണ്. ആൻഡ് എസ് ഇസ് ഈക്വൽ ടു 1/μ0 ഇ ക്രോസ് പി ക്രോസ്. ഓക്കെ ആണല്ലോ. ഫൈൻ. അടുത്ത കാര്യം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് മൊമെൻറ്റം ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ അവർക്ക് പ്രഷർ എക്സേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയേഷൻ പ്രഷർ. ആ റേഡിയേഷൻ പ്രഷർ ഇസ് ഈക്വൽ ടു പോയിൻറ്റിംഗ് ഇൻഡെക്സ് ബൈ സി എന്നാണ് പറയുക. അതായത് ഈ സാധനം ഇതാണ് എസ്. ഓക്കെ ആണല്ലോ, എസ് ബൈ സി. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലേ, അത് ഒരു പോസിറ്റീവ് എക്സ് ആക്സിസിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ ഇ ഇസ് ഈക്വൽ ടു ഇ എം സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി ആയിരിക്കും. അതുപോലെ ബി ഇസ് ഈക്വൽ ടു ബി എം സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഫൈൻ. അതുപോലെ തന്നെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഇസ് ഈക്വൽ ടു 2πf ആണ്. അതുപോലെ കെ ഇസ് ഈക്വൽ ടു 2π/λ ആണ്. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനി ഇൻറ്റൻസിറ്റി. ഇവിടെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എസ് ആവറേജ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ എം ബി എം ബൈ 2μ0 ഓർ ഇറ്റ് ഈസ് ഇ എം സ്ക്വയർ അല്ലെങ്കിൽ E0² (2μ0c) ഓർ C/2μ0 ഇൻറ്റു ബി എം സ്ക്വയർ. ഇതാണ് ഇൻറ്റൻസിറ്റിയുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ശരി. ഇനി ഈ ഒരു എന്താ പറയുക, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള നമ്മുടെ ഇലക്ട്രിക് മാഗ്നറ്റിക് വേവ് ഉണ്ടാവാനുള്ള ബേസിക് കാര്യം ആക്സിലറേറ്റിംഗ് ഇലക്ട്രിക് ചാർജസ് തന്നെയാണ് കേട്ടോ. ഇറ്റ്സ് ബേസിക്കലി ദി ആക്സിലറേറ്റിംഗ് ഇലക്ട്രിക് ചാർജ്. സൂപ്പർ പൊസിഷൻ അലോ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനി ട്രാൻസ്വേഴ്സ് നേച്ചർ നിങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെയുള്ള കാര്യമാണ് മെയിൻ കാര്യമാണ് വിച്ച് ഇസ് ദ വേരിയസ് പാർട്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഇതാണ് ഈ ചാപ്റ്ററിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ള ഭാഗം. ഓക്കെ ആണല്ലോ. ഇറ്റ്സ് ലൈക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ വൺ ഓഫ് ദിസ് ഇസ് വേരിയസ് പാർട്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. സി, ഇതാണ് ശരിക്കും ഉള്ളത്. അതായത് യു ഹാവ് റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ, UV, എക്സ്റേ, ഗാമ. അത് മനസ്സിലാവാൻ നല്ലൊരു ഫിഗർ സാറിന് കിട്ടിയിട്ടുണ്ട്. റേഡിയോ ഉള്ളത് FM-ലും TV-യിലുമാണ്. മൈക്രോവേവ് ഉള്ളത് മൈക്രോവേവ് ഓവൻസിലാണ്. ഇൻഫ്രാറെഡ് ഉള്ളത് TV-യിലും റിമോട്ടിലുമാണ്. വിസിബിൾ ലൈറ്റ് ഉള്ളത് ബൾബിലാണ്, പിന്നെ സണ്ണിലാണ്. പിന്നെ ഉള്ളത് എക്സ്റേ മെഷീനിലാണ്, എക്സ്റേസ്. അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് എലമെൻസിലുള്ളത് ഗാമ റേസാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഇങ്ങോട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് വേവ് ലെങ്ത്ത് കുറയും. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്രീക്വൻസി കൂടും. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് ടെമ്പറേച്ചറും കൂടും. ഓക്കെ ആണല്ലോ. ഏതൊക്കെ ഇപ്പോൾ ഗാമ റേസ് ഒക്കെ എമിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഷുഡ് ബി ഹൈലി, ഭയങ്കര വോൾട്ടേജ്, ഭയങ്കര ടെമ്പറേച്ചറുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ ഇങ്ങനെയാണ് ഉണ്ടാവുക ഡിഫറെൻറ്റ് വേവ് ലെങ്ത്ത്. ഇതിൽ അൾട്രാ വയലറ്റ് റേസ്, ഐ മീൻ വിസിബിൾ ലൈറ്റ് മാത്രമാണ് നമുക്ക് കാണുന്നത്, വേറെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. സോ ഇനിയുള്ളതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് സ്ലൈഡ്സാണ്. ഫസ്റ്റ് വൺ ഇസ് എക്സ്റേ. എക്സ്റേൻ്റെ കാര്യങ്ങൾ എക്സ്റേസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഇത് കണ്ടുപിടിച്ചത് ആരാണ്, അതുപോലെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ നിങ്ങൾ ഓരോന്നിൽ കാണുന്നത് ദിസ് ഇസ് ദ വേവ് ലെങ്ത്. ഓക്കെ ആണല്ലോ. ദിസ് ഇസ് ദ ഫ്രീക്വൻസി ആൻഡ് ദിറ്റ് ഈസ് ദി എനർജി. ദിസ് ഇസ് ദ വേവ് ലെങ്ത്, ദിസ് ഇസ് ദ ഫ്രീക്വൻസി ആൻഡ് ദിസ് ഇസ് ദി എനർജി. ആൻഡ് ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹൈ പെനിട്രേറ്റിംഗ്, അൺചാർജ്, ലോ അയോണൈസിങ് പവർ. ഓക്കെ ആണല്ലോ. ആൻഡ് ദിസ് ഇസ് ദി എക്സ്റേ. എക്സ്റേൻ്റെ വേവ് ലെങ്ത്, എക്സ്റേൻ്റെ ഫ്രീക്വൻസി, എക്സ്റേൻ്റെ എന്താണിത്, നമ്മുടെ ഇത് ഏതാ എനർജി. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ്. ഓക്കെ ആണല്ലോ. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ലാസ്റ്റ് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പോകാം. ആൻഡ് ദിസ് ഈസ് അബൌട്ട് ദി അൾട്രാ വയലറ്റ് റേസ്, വേവ് ലെങ്ത്, ഫ്രീക്വൻസി, അതുപോലെ തന്നെ എനർജി, വാട്ട് ആർ ദ യൂസസ്. ഓക്കെ ആണല്ലോ. ദിസ് ഈസ് ദ വിസിബിൾ ലൈറ്റ്. ഇതാണ് സെൻസിറ്റീവ് ടു ഹ്യൂമൺ ഐ. ഇതാണ് വയലറ്റിന് ഓരോ ഡിഫറെൻറ്റ് കളേഴ്സിനുള്ള അവരുടെ വേവ് ലെങ്ത് സാർ ആഡ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ദ ഇൻഫ്രാറെഡ്. ഓക്കെ ആണല്ലോ. അതിൻ്റെ വേവ് ലെങ്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. ദിസ് ഈസ് ദ മൈക്രോവേവ്. ഓക്കെ ആണല്ലോ. ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. ദിസ് ഈസ് ദ റേഡിയോ വേവ്. എഗെയിൻ യു ക്യാൻ സ്ക്രീൻഷോട്ട്.
Okay, ആണല്ലോ. So that is regarding it. And moving on to some MCQs of this chapter as well. കുറച്ച് MCQs discuss ചെയ്യാം. A parallel plate capacitor of capacitance 20 microfarad is being charged by a voltage source whose potential is changing at the rate of 3 volt per second. ഇവിടെ C is equal to 20 microfarad ആണ്. ഓക്കെ ആണല്ലോ. ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ ഇസ് 3 വോൾട്ട് പെർ സെക്കൻഡ്. നമുക്കറിയാം Q എന്ന് പറയുന്നത് CV ആണ്. ഓക്കെ ആണല്ലോ. therefore dQ/dt എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആണ്. ആൻഡ് ദാറ്റ് ഈസ് CdV/dt. So this is 20 microfarad into 3 which is 60 microampere. Okay ആണല്ലോ. 60 microampere. So this is 60 microampere. കേട്ടോ രണ്ടും ഉണ്ടാവും. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് 60 microampere. ഓക്കെ ആണല്ലോ. ഫൈൻ. അടുത്തത് a 100 ohm resistance and a capacitor of 100 ohm reactance is connected in series across a 220 watt source. When the capacitor is 50% charged, the peak value is na ചോദിച്ചിട്ടുള്ളത്. See here resistance is equal to 100 ohm and reactance is 100 ohm. അപ്പോൾ what is the impedance? What is the total? പറഞ്ഞേ. That will be R square plus XC square which is 100 root 2 ohm. Okay ആണല്ലോ. And displacement current is E0 by Z which is 220 root 2 by 100 root 2 which is 2.2 ampere. Okay ആണല്ലോ. ഫൈൻ. ഇനി light with an average flux of 20 watt per centimeter square falls on a non-reflecting surface with normal incidence of surface area 20 centimeter square. What is the energy received എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലാക്കുക, എനർജി എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു ടൈം ആണ്. ഓക്കെ ആണല്ലോ. ഇൻറ്റൻസിറ്റി ഈസ് 20 ഹിയർ, ഏരിയ ഈസ് 20 centimeter square and it is 60 seconds. So it is 24 into 10 raised to 3 joule. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനി കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം E/B ആണ് C. സോ രണ്ടിനും ഈക്വൽ കോൺട്രിബ്യൂഷൻ ആണ്. ആൻസർ ഈസ് 1/1. ഓക്കെ. വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. വെലോസിറ്റി ഓഫ് ലൈറ്റ് അറിയാലോ 1/√μE ആണിത്. 1/√μr μ0 E epsilon 0 ER or this is C/μr epsilon r. Okay ആണല്ലോ. So this is 3 into 10 raised to 8 divided by √1 into 1.44 ആണ് കേട്ടോ മക്കളെ. And the answer will be 2.5 into 10 raised to 8. ഓക്കെ ആണല്ലോ. ഫൈൻ. ഓക്കെ. ഇനി ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പോസിറ്റീവ് y ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് y ഡയറക്ഷനിലാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അപ്പോൾ +I +y ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ വിൽ ബി +Z. ഓക്കെ ആണല്ലോ. +Z ആണ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് എന്താ പറയുക ചാപ്റ്റർ ഓൾസോ. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ആൻഡ് എനിക്ക് ഒരു 9 മണിക്ക് ഒരു ക്ലാസ് കൂടെ ഉണ്ട്. സോ ഐ ഹാവ് ടു go also. Okay ആണല്ലോ. So that's about this chapter. Okay ആണല്ലോ. സോറി ഇപ്പോൾ ഒരു 9 മണിയാകുമ്പോഴേക്ക് ഐ ഹാവ് എ ക്ലാസ്. നമുക്ക് കോളേജിൽ ചെറിയൊരു ഫംഗ്ഷൻ ഒരു ഇവൻറ്റ് ഉണ്ട്. സോ ഐ ഹാവ് ടു ഗോ അറ്റൻഡ് ഓൾസോ. സോ ഐ തിങ്ക് ഐ ഹാവ് കംപ്ലീറ്റഡ് ഓൾമോസ്റ്റ് എവറിത്തിങ് വിച്ച് യു ഹാവ് ടു നോ. ഓക്കെ ആണല്ലോ. അപ്പോൾ EMI ക്വസ്റ്റ്യൻസ് ഒരു 8-5 ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് ഓക്കെ. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ന്യൂമറിക്കൽസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ചോദിക്കുന്നതൊക്കെ ഫാക്ട്സ് ആണ്. എക്സ്റേ അതിനെക്കുറിച്ചുള്ള ഫാക്ട്സ് ആണ്. സോ ഐ ഹോപ്പ് യു ക്യാൻ ഈസിലി കവർ ദാറ്റ് ഓൾസോ. So that's all about this chapter. I hope you guys understood also. അപ്പോൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ആസ്ക് ഇറ്റ് അണ്ടർ ദി കമൻറ്റ്സ്. അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും അത് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. See you tomorrow with another chapter. I think it's thermal properties on matter. Okay ആണല്ലോ. അപ്പോൾ നാളെ കാണാം. Until then it's a bye.